നമ്മൾ വാസ്തവം പറഞ്ഞ ഒരു ഈശോയുടെ മഹാജൂബിലിയുടെ ഒരു ഡെക്കയിലേക്ക് 10 വർഷത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദിവസമായിരുന്നു. ഞങ്ങൾ കുറേ കാലമായിട്ട് അതിനുവേണ്ടി ഇങ്ങനെ ഒരുങ്ങുന്നുണ്ടായിരുന്നു, പ്രത്യേകമായിട്ടേ. അതായത് ഈശോ നമ്മൾ ക്രിസ്തു ജയന്തി ആഘോഷിച്ചല്ലോ, അതിനുശേഷം ഈശോ ജനിച്ചത് മാത്രം അന്ന് ആഘോഷിച്ചുള്ളൂ. ഇനിയിപ്പം ഈശോയുടെ എല്ലാത്തിൻ്റെ മഹാജൂബിലികൾ ആഘോഷിക്കുന്ന 2000 വർഷം തികയുന്നതിൻ്റെയോ 2000 വർഷം തികയുന്നതിൻ്റെ മഹാജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ ഈ 10 വർഷത്തിൽ ഉള്ളിലാണ് ഈശോ BC 4 ജനിച്ചതെന്ന് പറയുന്നത്. കേട്ടിട്ട് കാണുമായിരിക്കുമല്ലോ. അന്നേരം 33 നമ്മൾ സഭ ഔദ്യോഗികമായിട്ട് ആചരിക്കുള്ളെങ്കിലും ഏപ്രിൽ 7-ാം തീയതി 2030 ആകുമ്പോൾ യഥാർത്ഥത്തിലാവും എന്ന് പറഞ്ഞാൽ ഈ 10 വർഷത്തിനുള്ളിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഒരു ഭാഗ്യപ്പെട്ട ഒരു 10 വർഷത്തിനുള്ളിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ ദൈവം പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലൊരു തലമുറ ഇനി ഉണ്ടാകണേ 2000 വർഷം കഴിയണം. അത്രയും പ്രത്യേകതയുണ്ടെന്ന് ഓർത്ത്, അതുകൊണ്ട് അതുപോലെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് തൊട്ട്. ഇനിയിപ്പോൾ ഈ 10 വർഷം. പിന്നെ ഫ്രാൻസിസ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 26 ആകുമ്പോഴത്തേനും ആസീസ് പുണ്യാളൻ്റെയും 800 വർഷം തികയുന്ന ദിവസമാണ്. അങ്ങനെ എല്ലാം ഭാഗ്യപ്പെട്ട നിങ്ങളന്നേരത്തേനും പ്രത്യേക ഇതിലേക്ക് കയറുകയും ചെയ്യുമല്ലേ. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും പ്രത്യേകതയാണ്. 26 തന്നെ ഈശോയുടെ ഇതിൻ്റെ മാമോദീസായുടെ ആകും. മാമോദീസായുടെ 2000 വർഷം തികയും. 3 വർഷം മുമ്പല്ലേ. 29 യഥാർത്ഥത്തിൽ BC 4 2000 തികയും. അന്നേരം ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സഭ സ്ഥാപിച്ചതിൻ്റെയും കുദാശകൾ സ്ഥാപിച്ചതിൻ്റെയും പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെ എല്ലാം ഒരു 33 അല്ലായിരിക്കും, അതിൽ കൂടുതൽ കാര്യങ്ങൾ കാണുമേ. അതിൻ്റെ എല്ലാം മഹാജൂബിലി. അന്നേരം അത്രയും പ്രാധാന്യം മറ്റേ ക്രിസ്തു ജയന്തി മാത്രമല്ലായിരുന്നുള്ളൂ അതിൻ്റെ. പിന്നെ ഒരു 3 വർഷം മുമ്പാണല്ലോ ഈശോ മാമോദീസ സ്വീകരിക്കുന്നത്. മാമോദീസ സ്വീകരിച്ചതിൻ്റെ സ്വർഗം തുറന്നതിൻ്റെ മാമോദീസ സ്വീകരിച്ചപ്പോഴാണല്ലോ സ്വർഗം അടയ്ക്കപ്പെട്ട സ്വർഗം തുറന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല, നമുക്ക് അതുപോലെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതിൻ്റെ, പിതാവിൻ്റെ പ്രിയപുത്രനാണ് ഈശോ എന്ന് വെളിപ്പെടുത്തിയതിൻ്റെ, ദൈവം സ്നേഹമാണെന്ന് വെളിപ്പെടുത്തിയതിൻ്റെ, ദൈവം ത്രിത്വമാണെന്ന് വെളിപ്പെടുത്തിയതിൻ്റെ എല്ലാ മഹാജൂബിലികളും ഈ 26 വരും. 6 വർഷം കഴിയുമ്പോൾ അത്ര അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ആസീസ് പുണ്യാളൻ്റെ തിരുനാൾ 800 വർഷം തികയുന്നതാവും മരിച്ചതിൻ്റെ. അപ്പം അങ്ങനെ നമ്മൾ ഭയങ്കര ഒരു ഇനിയിപ്പോൾ 2000 വർഷം കഴിയണം ഇതുപോലൊരു ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു ജനത പ്രവേശിക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ അത്ര അതിഗൗരവത്തോടെ എടുത്ത് ഈ ദിവസങ്ങളെ നമ്മൾ വർഷങ്ങൾ വഴിയല്ല, മാസങ്ങളും വഴിയല്ല, സെക്കൻഡ് ബൈ സെക്കൻഡ് ജീവിക്കേണ്ട സമയങ്ങളാണ് ഇനിയുള്ളത്. അത്ര ഒന്ന് ബോധ്യപ്പെട്ട് ജീവിച്ചാൽ ഭയങ്കര നമുക്ക് അത്രയൊരു നമുക്ക് ഈശോയോടുള്ള സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും. ഞാനിന്ന് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ കുറേ വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഒരുങ്ങുന്നുണ്ട് ഈ ദിവസത്തിലേക്ക് വരാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരുങ്ങി വന്നൊരു ദിവസമായിരുന്നു, അങ്ങനെ ഒരുങ്ങി പ്രവേശിച്ച ഒരു ദിവസമാണ്. പിന്നെ നമുക്കിതിനെക്കുറിച്ച് പറയാം. ഞാൻ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. അതിൻ്റെ ഒരു സമയത്തിൻ്റെയും ദിവസത്തിൻ്റെ ഒരു ഗൗരവത്തെക്കുറിച്ചേ ഞാൻ എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ സെമിനാറിലാണ്, ഞങ്ങൾ ഫ്രാൻസിസ്കനായിരുന്നു. ഇപ്പോഴും അതെ, 8.5 വർഷം സെമിനാരിൽ പഠിച്ചു, 8.25 പഠിച്ചു. ആസീസ് പുണ്യാളൻ്റെ ജീവിതം ഒത്തിരി അന്നും ഇന്നും എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടും സജീവമാക്കിക്കൊണ്ടും ഇരിക്കുന്ന ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ ഫ്രാൻസിസ്കനോ ആസീസ് പുണ്യാളനോട് ഒത്തിരി സ്നേഹമുള്ളവരോട് ഇങ്ങനെ ഈശോയുടെ കാര്യം പറയാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളിവിടെ വന്നതിനെക്കുറിച്ച് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറേ ചിന്തിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ വന്നേ എന്നുള്ള ഒരു കാര്യം അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് പറയാമെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോ ഇങ്ങനെ ഞാൻ ഇപ്പം പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴേ ഈശോ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഈ വിജനമായ സ്ഥലത്തേക്ക് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, വിജനതയിലേക്ക് വശീകരിച്ചുകൊണ്ട് പോയിട്ട് ദൈവത്തിൻ്റെ ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്താനേ. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നുന്നത് ജീവിതം മൊത്തമേ. അപ്പം അതിനൊരു ആദ്യത്തെ എന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഞാൻ ഈ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ ചാച്ചൻ്റെ ഒരു പുതിയ നിയമത്തിൻ്റെ കോപ്പി മേടിച്ചു. എന്നിട്ട് അമ്മ അതെന്നും ഒരു സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഒരധ്യായം വെച്ച് എന്നും വായിക്കുമായിരുന്നു ക്രമത്തിൽ. മത്തായി സുവിശേഷം 1-ാം അധ്യായം തുടങ്ങി യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം വരെ വായിക്കും. അങ്ങനെ പിന്നെ അത് വീണ്ടും തിരിച്ച് മത്തായി സുവിശേഷം 1-ാം അധ്യായം വരും. അങ്ങനെ ഈ സുവിശേഷം ഇങ്ങനെ അവിടെ വീട്ടിൽ പ്രവണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് വായിക്കുന്നുണ്ട്, ഇത്രയും വർഷങ്ങളായിട്ടും അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേരം ഒരു 3-4 വർഷം ഞാനിങ്ങനെ ഈശോയുടെ ജീവിതം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇങ്ങനെ കേട്ടു. ഈശോയുടെ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഈശോയുടെ ഒരു പ്രത്യേക സ്നേഹം തോന്നാൻ തുടങ്ങി.
അപ്പോൾ ഞാൻ ഇന്നേരം ഒരു 6ലും 7ലും ഒക്കെ പഠിക്കുമ്പോഴത്തേനും ഈ ഈശോയുടെ ജീവിതം 4 സുവിശേഷവും കൂടെ ഒരുമിപ്പിച്ചിട്ട് എന്നിട്ട് അതിനകത്തുനിന്ന് ഒറ്റ ഈശോയുടെ ജീവിതം മുഴുവനും കൂടെ ഒറ്റയായിട്ട് ക്രമപ്പെടുത്തി. ഇപ്പം മംഗളവാർത്ത ലൂക്കാ സുവിശേഷത്തിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അത് ആദ്യം കൊണ്ടുവരണം. അങ്ങനെ എല്ലാം എന്നാലും ഞാനൊരു 10-12 വയസ്സുള്ളപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്ക് ആലോചിച്ചാൽ പിടികിട്ടുന്നില്ല. അതെങ്ങനെ എന്നെ കൊണ്ട് ഈശോ ജയിപ്പിച്ചെന്നേ ഇങ്ങനെ ക്രമപ്പെടുത്തി മുഴുവൻ ഈശോയുടെ ജീവിതവും ഓരോന്ന് നല്ലപോലെ ക്രമപ്പെടുത്തി എന്നിട്ട് ചിത്രകഥയായിട്ട് വരച്ചു. അന്ന് ചിത്രകഥയ്ക്കൊക്കെ പ്രാധാന്യമുള്ളൊരു സമയമായിരുന്നേ. അങ്ങനെ വരച്ച് ഏതാണ്ട് ഒരു 200 പേജിൻ്റെ ബുക്ക് നിറച്ച് പടമായി. ഒരു പേജിൽ ഒരു 4 പടം വെച്ച് അന്നേരം ഏതാണ്ട് ഒരു 800 പടം വന്ന് കാണും ഏറ്റവും ചുറ്റുവട്ടത്തിലേ. അപ്പം അത്രയും പടം വരച്ചു. അന്നേരം ഇങ്ങനെ ഓരോന്നും എഴുതണമല്ലോ. അന്നേരം ഈശോയുടെ വചനം എന്തേരെ അതേ പടം വരയ്ക്കാൻ വേണ്ടിയല്ല കേട്ടോ. അന്നേരം ഈശോയുടെ ജീവിതം എനിക്കിങ്ങനെ കിട്ടാൻ വേണ്ടി ഈശോ തന്ന ഒരു എക്സസൈസ് പോലെ ഇപ്പം തോന്നുന്നത്. അങ്ങനെയായി അന്നേരത്തിന് ഈശോയുടെ ക്രിസ്തു സംഭവം ശരിക്കും അന്നേരത്തിന് നമ്മുടെ അന്തരംഗത്തിലേ ഭയങ്കര സജീവമായി. ക്രിസ്തു സംഭവം മൊത്തം ഭയങ്കര സജീവം. അത്തരം ഊർജ്ജം എടുക്കണമല്ലോ ഇതിനു വേണ്ടി. അന്നേരം കുഞ്ഞു പ്രായത്തിലും അല്ലേ. അപ്പം നമ്മുടെ ഏറ്റവും ഈ ഇൻ്റലക്റ്റൊക്കെ ഏറ്റവും ഇങ്ങനെ അധികം കറിയൊന്നും പറ്റാതെ കിടക്കുന്ന ഒരു സമയത്ത് അതങ്ങ് കയറി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് കരിസ്മാറ്റിക് ധ്യാനമൊക്കെ ഇങ്ങനെ ഇതുപോലെ അറിയപ്പെട്ടിട്ടില്ലായിരുന്നു. അന്നേരം വചനത്തോട് ഇങ്ങനെ വലിയ ഇതൊന്നും ഉള്ളൊരു സമയമല്ലായിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് ഈശോ വചനത്തോട് ഭയങ്കര തീക്ഷ്ണത തരാൻ തുടങ്ങി. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാനിങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മിഷലീൻ്റെ ക്യാമ്പ് ആനക്കല്ലുകാരി ഒരാളുണ്ടല്ലേ, അതാണോ? ദർശനമൊന്നുമല്ല കേട്ടോ, ജൂണി പറഞ്ഞു. ആനക്കല്ലി വെച്ചൊരു ക്യാമ്പ് നടക്കുമായിരുന്നു, ക്യാമ്പ്. അപ്പോൾ അവിടെ വെച്ച് നടക്കുമ്പോൾ ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് എല്ലായിടത്തു നിന്നും ഉള്ളൊരു 10-400 മിഷൻ ലീഗ് പിള്ളേരുണ്ട്. പിന്നെ കുറേ അച്ഛന്മാരുണ്ട്, കുറേ സിസ്റ്റേഴ്സ് ഉണ്ട്, കുറേ അധ്യാപകരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്യാമ്പ് നടത്തുക വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള സമയം കിട്ടുമല്ലോ. അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഒരു കലാപരിപാടി അവതരിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പയ്യൻ കയറിയിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈശോയെ മാർപ്പാപ്പയായിട്ട് നിയമിക്കുന്ന പത്രോസിനെ മാർപ്പാപ്പയായിട്ട് നിയമിക്കുന്ന ഭാഗം എടുത്ത് മിമിക്രി ആയിട്ട് കളിച്ചു. മിമിക്രി ആയിട്ട് കളിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ വില കുറച്ച് അതിൻ്റെ മഹത്വം കളഞ്ഞ് ആണല്ലോ അവതരിപ്പിക്കുന്നത്. അന്നേരത്തിന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലേ. ഇത്രയും പേരെല്ലാം ഉണ്ട്, ഞാൻ താഴെ ഇരിക്കുക, എനിക്ക് സഹിക്കാൻ പറ്റിയിട്ട് ഞാൻ സ്റ്റേജിൽ ഓടി കയറി. എന്നിട്ട് അന്നേരത്തിന് അവൻ അവതരിപ്പിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് മേടിച്ചിട്ട് ഞാനൊരു 15 മിനിറ്റിലും പ്രസംഗിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഈശോയുടെ തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. വചനത്തെക്കുറിച്ചുള്ള ഈശോ ജെറുസലേം ദേവാലയത്തിൽ കയറി എന്ന് പറഞ്ഞ പോലെ ഒരു 15 മിനിറ്റോളം ഞാനിങ്ങനെ വചനം എടുത്ത് പറഞ്ഞൊന്നും ഓർക്കുന്നില്ല എന്നാന്ന് കൃത്യം. പക്ഷെ വചനത്തെ ഇങ്ങനെ അതിന് മഹത്വം കളഞ്ഞ് അവതരിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ ഒരു 15 മിനിറ്റേലും അതിശക്തമായിട്ട് അങ്ങ് പ്രസംഗിച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങി വന്നു. ആരും എന്നോട് വഴക്കൊന്നും പറഞ്ഞില്ല. അങ്ങനെ അതിപ്പോൾ ഓർക്കുമ്പോൾ നമുക്കതൊരു ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ വചനത്തിന് വേണ്ടി അങ്ങനെ നിൽക്കാൻ പറ്റിയില്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യം രൂപതാ സെമിനാരിയിലാണ് ഈ ക്യാമ്പിന് വേണ്ടി പോകുന്നത്, ദൈവവിളി ക്യാമ്പിന്. അവിടെ ചെന്നപ്പോഴും ഈ ക്യാമ്പിന് വന്നൊരു പയ്യൻ ഇതേ ഭാഗം തന്നെ എടുത്ത് മിമിക്രി കളിച്ചു. ഞാൻ അവിടെ എതിർത്തിട്ട് പിന്നെ അന്ന് പൗത്യപിതാവാണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാനെ. പിതാവിന് ഞാൻ എഴുതി, പിതാവ് ഇങ്ങനെ വചനത്തിൽ നിന്ന് എടുത്ത് കലാപരിപാടികളോ മിമിക്രി ഒന്നും അവതരിപ്പിക്കാൻ സമ്മതിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് എഴുത്തെഴുതി. പിതാവ് എന്നിട്ട് സെക്രട്ടറി അച്ഛനെ കൊണ്ട് മറുപടിയൊക്കെ ഏൽപ്പിച്ചായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ് ആദ്യം ഇങ്ങനെ വചനം കേട്ടു, 2 ചിത്രകഥയായിട്ട് വരച്ചു, 3 വചനത്തോടുള്ള ഒരു തീക്ഷ്ണത ഇങ്ങനെ തന്നു. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, പക്ഷെ തരുന്നില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ. അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ സെമിനാരിൽ ചെന്നിട്ട് നമ്മുടെ നിർമ്മലാരത്തിലാണ് പോകുന്നത്, അറിയാമായിരിക്കും അല്ലേ? ഇവിടെ ചോറ്റി നമ്മൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഫ്രാൻസിസ് ഇങ്ങനെ നിൽക്കുന്നൊരു കുരിശുപള്ളി ഉണ്ട്. അവിടെ അതിന് ഇച്ചിരി ഉള്ളിലോട്ട് പോകണം. കൺവെൻജൽസാണ്, കപ്പൂച്ചൻസ് അല്ല, മാൾട്ടാക്കാർ അച്ഛന്മാർ വന്ന് തുടങ്ങിയതാണ്, സായിപ്പച്ചന്മാർ. എന്നിട്ട് ഞാൻ വെളിച്ചേരി ഇടവകയായിരുന്നു, നമ്മുടെ ഇടവകയിൽ തന്നെ അതേതൊക്കെയാലും വന്നത്. അങ്ങനെ വന്ന് അവിടെ തുടങ്ങി. അപ്പോൾ അവിടെയാണ് ചേർന്നത്. അവസാനം പോയി അവിടെ ചേർന്നു. പിന്നെ അവിടെ അന്നേരം ഇങ്ങനെ ഈ സെമിനാരിലെ ടൈം ടേബിൾ അനുസരിച്ച് കുറേ മെഡിറ്റേഷൻ ടൈം ഉണ്ട്, 1-2 പ്രാവശ്യം. പിന്നെ സ്പിരിച്വൽ റീഡിങ്ങിൻ്റെ ടൈമുണ്ട്, പിന്നെ സ്റ്റഡി ടൈമുകളും ഉണ്ട് 1-2 പ്രാവശ്യമായാലും. അപ്പം അങ്ങനെ എല്ലാ സമയത്തും ഞാനിങ്ങനെ അന്ന് ഈ വചനം നമുക്ക് ഇപ്പോഴും വായിക്കാൻ മടിയുണ്ടല്ലോ, പൊതുവെല്ല വചനം വായിക്കാൻ ഇച്ചിരി ഒരു മടി എപ്പോഴും ഉണ്ട് നമുക്ക്. അപ്പം അന്നും ഇങ്ങനെ പക്ഷെ വചനം ഇങ്ങനെ എന്നെ കൊണ്ട് ഈശോ എപ്പോഴും വായിപ്പിക്കുമായിരുന്നേ. എല്ലാ സ്പിരിച്വൽ റീഡിങ്ങിൻ്റെ സമയങ്ങളിൽ, മെഡിറ്റേഷൻ ടൈമുകളിൽ, പിന്നെ സ്റ്റഡി ടൈമുകളിലെല്ലാം ഞാനിങ്ങനെ ഈശോയുടെ വചനം വായിച്ചുകൊണ്ടിരിക്കുക. വായിക്കുന്നത് ലൂക്കാ സുവിശേഷത്തിൽ നിന്ന് ഈശോയുടെ ശിഷ്യനാകാൻ വേണ്ട ഭാഗങ്ങളിങ്ങനെ വായിക്കും. പിന്നെ ചെറിയ ജോണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ലൂക്കാ സുവിശേഷത്തിൽ തന്നെ ഒരു ചെറിയ അതും വായിക്കുന്നു. പിന്നെ വായിക്കുന്നത് മുഴുവൻ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13ാം അധ്യായം തൊട്ട് 17 അധ്യായം വരെയാണ്.
അവിടെയാണല്ലോ ഈശോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈശോയുടെ ഹൃദയം തുറന്ന് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നതേ. അന്നേരം അത് ഞാനിങ്ങനെ എന്നും വായിച്ച് അങ്ങനെ ആരോ പറഞ്ഞ് അച്ഛൻ അറിഞ്ഞു. അന്നൊരു ഞങ്ങളുടെ റെക്ടർ അച്ഛനായ മാൾട്ടക്കാരനൊരു സാമൂഹ്യച്ഛന കഴിഞ്ഞ കൊല്ലം 1-ാം തീയതി അച്ഛൻ മരിച്ചുപോയി. ഈ ദിവസം 1 വർഷമായി, ഇന്ന് വാർഷികമാണ്. അന്ന് മാൾട്ടയിൽ വെച്ചാണ് മരിച്ചത്. അപ്പോൾ അച്ഛൻ വന്ന് എന്നെ നേരിട്ട് കണ്ടുകൂടി ഇങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റഡി ടൈമിലേ. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ സ്റ്റഡി ടൈമിൽ പഠിച്ചോണം, എന്നാലും ഒരു 15 മിനിറ്റ് വചനം വായിക്കാൻ അനുവാദം തന്നു, ബാക്കിയുള്ള സമയത്ത് വായിക്കാനുള്ള അനുവാദം തന്നു. അങ്ങനെ ഞാൻ അന്നേരം ബാക്കിയുള്ള സമയത്തെല്ലാം ഈ മുമ്പേ പറഞ്ഞ ഭാഗങ്ങൾ വായിക്കുമായിരുന്നു. പക്ഷേ സ്റ്റഡി ടൈമിൽ 15 മിനിറ്റ് ഉള്ളത് കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായവും 17 അധ്യായവും എന്നെ കൊണ്ട് വായിപ്പിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെ ഞാൻ സെമിനാരി ജീവിതകാലത്ത് എനിക്ക് തോന്നുന്നു 8.5 വർഷത്തിൽ ഞാൻ ചുമ്മാ കണക്ക് കൂട്ടി നോക്കിയിട്ട് ഒരു 10,000 പ്രാവശ്യമെങ്കിലും ആ ഭാഗം വായിച്ചിട്ടുണ്ട്, ഏറ്റവും കുറഞ്ഞതേ. അങ്ങനെ അത്രയും വായിച്ചു. അത് കഴിഞ്ഞേച്ച് ഇങ്ങനെ സെമിനാരിൽ നിന്ന് ഞാനിങ്ങനെ പോരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ആഗസ്റ്റ് 29, 91 അന്നേരം ഇങ്ങനെ ആരാധന നയിക്കേണ്ട ദിവസം അന്ന് വന്നു. അന്നിങ്ങനെ ഈ 17 അധ്യായം എടുത്താൽ 17 ഈശോയുടെ പ്രാർത്ഥനയാണല്ലോ, അതിനോട് ഒത്തിരി എല്ലാത്തിനോടും സ്നേഹം, അതിനോട് ഇച്ചിരി കൂടെ സ്നേഹം കൂടുതലുണ്ട്. അപ്പോൾ ആ ഭാഗം എടുത്ത് ഇങ്ങനെ വായിച്ചപ്പോഴത്തേനും അതിനകത്ത് ഈ ലെറ്ററുകൾ കിടന്നിട്ടിങ്ങനെ ഈ പാലിനകത്തൊക്കെ പുഴു അല്ല കൃമി പിടിച്ചിങ്ങനെ മുറിക്കുന്ന കണ്ടിട്ടുണ്ടോ? അല്ലേ ഇങ്ങനെ എലിയൊക്കെ ചത്ത് കിടക്കുമ്പോൾ അതിനകത്ത് നിറച്ച് കൃമി പിടിച്ചിട്ട് എന്ന് പറഞ്ഞോളൂ ഈ ലെറ്ററുകളെല്ലാം ഇങ്ങനെ കിടന്ന് ജീവൻ വെച്ച് ഇങ്ങനെ മുറിക്കുന്ന പോലെ അന്ന് ഞാൻ കണ്ടേ. ആ ഡേറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെ ആ വചനം എന്നിട്ട് ഞാനിതിനൊരു ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ഈ ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ എഴുതിയിരുന്നെങ്കിൽ അത് വെക്കാൻ ഈ ഭൂമിക്ക് പോലും ഇട തികയലായിരുന്നേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിക്ക് പോലും ഇട ഇപ്പം ഇവിടെ തന്നെ പുസ്തകം വെച്ച് എന്തേരം പുസ്തകം വെക്കാമെന്ന് ഓർത്ത് നോക്കി. ഭൂമിക്കിടയില്ലെന്ന് പറയുമ്പം എത്ര കോടി 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 നമുക്കത് പറയാൻ അറിയത്തില്ല. എത്ര അതിൽ നിന്ന് ഈ ചുരുക്കിയതാണ്. ഈ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ 22 പേജൊക്കെ ഉള്ളൂ. ഞാൻ ഇന്നലെ എണ്ണി നോക്കി എത്ര പേജുണ്ടെന്ന്. 22 പേജേ ഉള്ളൂ യോഹന്നാന്റെ സുവിശേഷം ഞാൻ വായിക്കുന്ന. അത്രയും പേജിലേക്ക് ഇത് ചുരുക്കണമെങ്കിൽ ഈശോ എത്ര എന്നതാ കോടി കോടി കോടിയിലൊന്നായിട്ട് ചുരുക്കിയതാ ഇത്. അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നാലും ഈ 20 സത്തേടെ എന്ന് പറഞ്ഞാൽ അങ്ങ് കുറേ 100 വർഷം പറഞ്ഞുകൊണ്ടിരുന്നാലേ അത് എന്നാൽ പോലും ആകത്തില്ലാത്ത രീതിയിൽ സത്തയെ നമുക്ക് ഈ തന്നിരിക്കുന്ന 20 പേജിലോ അല്ല 30 പേജിലോ ഉള്ള ഈ സുവിശേഷമേ. അപ്പം അത് അത്രയും പ്രാധാന്യമുള്ള ഇതാ. അതിനകത്ത് ഈ 13, 14, 15, 16, 17 അധ്യായങ്ങൾ മുഴുവനും ഒരു വ്യാഴാഴ്ച വൈകിട്ടത്തെ ഈശോയുടെ പ്രഭാഷണമാണ് അല്ലേ. ഒരു പെസഹ വ്യാഴാഴ്ചത്തെ ഈശോയുടെ പ്രഭാഷണമാണ് ഈ 5 അധ്യായം. കാരണം ഇത്രയും ചുരുക്കിയതിനകത്ത് ഒരു 5 അധ്യായം ഒരു പെസഹ അന്തരീക്ഷത്തിൽ ഈശോ പറയണമെങ്കിൽ ഈശോ ശരിക്കും പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഈ ഒരു പ്രഭാഷണം നടത്താൻ വന്നുവല്ലേ നമുക്ക് തോന്നത്തുള്ളൂ. പിന്നെയുള്ളത് മലയിലെ പ്രസംഗമുണ്ട്, പക്ഷെ അത് ഇത്രയും കാണത്തില്ലായിരിക്കും. അത്രയും കൂടുതൽ ഈശോ ഒരു സായാഹ്നത്തിൽ പറഞ്ഞതല്ല, ഒരു സമയത്തേക്ക് ചുരുക്കി പറഞ്ഞിരിക്കുന്ന ഈ ഭാഗമാണെന്ന് ഓർക്കണം. അത്ര അന്നേരം അതിനകത്തെ നമുക്ക് അതിൻ്റെ സത്യം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അത്ര പ്രാധാന്യമുണ്ട് ആ സുവിശേഷത്തിന് മൊത്തം ഈ 5 അധ്യായങ്ങൾക്കുമേ. അങ്ങനെ അത് ഞാൻ ബ്രാക്കറ്റിലിട്ട് പറഞ്ഞെന്നുള്ളേ. എന്നിട്ട് വീട്ടിൽ വന്നൊരു ഞാൻ പോന്ന് കുറേ കൂടെ കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി വരുന്നത്. എന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ഇടയ്ക്ക് കുറേ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വെച്ചു ഇങ്ങനെ വേറെ ഒന്നിലേക്ക് ഞാൻ പോകുന്നില്ല. വീട്ടിൽ വെച്ചു ഇങ്ങനെ ഈ സുവിശേഷം ഞാനിങ്ങനെ ആവർത്തിക്ക് വായിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ 96 വരുന്നത്. 96 ഇവിടെ വന്നു. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഈ സുവിശേഷം മൊത്തം എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ മുട്ടയിൽ നിന്നൊക്കെ വായിക്കുമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം ഓരോ ജോണി വായിക്കും, ഞങ്ങൾ കേൾക്കും. വേറെ ആൾക്കാരുണ്ടെങ്കിൽ കേൾക്കുമല്ല, ഞാൻ ചിലപ്പോഴൊക്കെ ഞാനും ജോണിയേ ഉള്ളൂ. അപ്പം ജോണി നല്ലപോലെ വായിക്കും. അന്നേരം ഇങ്ങനെ അത് ഞങ്ങളിങ്ങനെ അങ്ങനെ ഇടയ്ക്കൊക്കെ വായിക്കുമായിരുന്നേ. അങ്ങനെ ഒരു ദിവസം 97 ആഗസ്റ്റ് 29 ആകും. അന്നിങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങളിങ്ങനെ രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ വചനഭാവം വായിക്കുക. എന്നാൽ ജോണിയാണ് വായിക്കുന്നത്, അന്ന് ഇരുന്നാണ് വായിക്കുന്നത്. ഞാനിങ്ങനെ കേൾക്കുന്നു. അപ്പോഴത്തേനും അന്നേരം ഞാൻ ഏതാണ്ട് ഒരു 20,000 പ്രാവശ്യമായാലും ഈ ഭാഗം വായിച്ചു കാണുമെന്ന് എൻ്റെ ഒരു ചിന്ത. എന്നിട്ട് അന്നേരം ഇങ്ങനെ അന്ന് വായിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഈ വിസ്തുർവാനിയിലൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ പോലെ സമയവും കാലവും സസ്പെൻഡ് ചെയ്യുമെന്നാണല്ലോ പറയുന്നത്. സമയം സ്ഥലവും വിസ്തുർവാനെ സസ്പെൻഡ് ചെയ്യുന്നെന്ന് പറഞ്ഞ പോലെ അന്ന് ഈശോ ഇങ്ങനെ വായിക്കുമ്പോഴത്തേനും ഈശോ ഇങ്ങനെ വേറെ ആയിട്ടല്ല പറയുന്നത്, ഈ വചനത്തിലൂടെ നമ്മളോട് അതെല്ലാം വചനത്തിലൂടെ ഈശോ ഇങ്ങനെ വർത്താനം പറയുന്നത് പോലെ തന്നെ വായിക്കുന്ന പോലെ അല്ല, ഒരു വേറെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അന്ന് ഫീൽ ചെയ്യുവാണേ. അപ്പം ആദ്യം തൊട്ടേ ഞാനിങ്ങനെ
കണ്ണിക്കൂടി ഇങ്ങനെ നമ്മൾ കരയല്ലാതെ ചുമ്മാ ചിലപ്പം കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണീരൊഴുകിയല്ലേ, അങ്ങനെ കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണീരൊഴുകുന്നുണ്ട്. അപ്പം ജോണി വായിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് 13 അധ്യായമൊക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ അവസ്ഥയെല്ലാം മാറി. ഇങ്ങനെ ചങ്കിനകത്തൊക്കെ വേറെ ഒരു അവസ്ഥയായിപ്പോയി. എന്നാ എന്ന് നമുക്ക് അവാച്യമായ അവസ്ഥ, അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ 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 കേട്ടോണ്ടിരിക്കുക. എന്നാലും ഓരോന്നും നമ്മുടെ ചങ്കിനോ ഈശോ നമ്മുടെ ആത്മാവിനോട് ഇങ്ങനെ നേരിട്ട് അത് ഇങ്ങനെ പറയുന്ന പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടും. ഏതാ വാക്ക് പറയാൻ്റെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാവുക. അങ്ങനെ പറഞ്ഞ് അല്ല വായിച്ച് 15 അധ്യായം 9 വാക്യം വന്നു. ഇത് പറയാൻ വേണ്ടി ഞാൻ ഇത്ര ചുറ്റുവട്ടം പറഞ്ഞു കേട്ടോ. ഇത് എന്നേക്കുമായിട്ട് മരിച്ചാലും മരിച്ചു കഴിഞ്ഞ് ഓർത്തേക്കണേ. അതിനകത്ത് ഈശോ ഇങ്ങനെയാണ് പറയുന്നത്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ഈശോ അതിനകത്ത് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ കിട്ടുവാണേ, പിതാവായ ദൈവം ഈശോയെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഈശോ എന്നെ സ്നേഹിക്കുന്നതെന്നല്ലേ പറയുന്നത്. അങ്ങനെ അന്ന് അപ്പസ്തലന്മാരോട് പറഞ്ഞ പോലെ അല്ല തോന്നുന്നത്, നമ്മളോട് ഇങ്ങനെ പറയുക. അതിൻ്റെ അർത്ഥവും കിട്ടുവാണ്. പിതാവ് ഈശോയെ സ്നേഹിക്കുന്ന പോലെ ഈശോ എന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹവും കൂടെ എൻ്റെ ആത്മാവിലേക്ക് വരിക. ഞാൻ ഓൾറെഡി കരഞ്ഞുകൊണ്ടായിരുന്നേ. ഇതൂടെ കേട്ടപ്പോഴത്തേക്കും ഞാൻ അങ്ങ് വാവിട്ട് കാറാൻ തുടങ്ങി. വാവിട്ടെന്ന് പറഞ്ഞ് നമ്മുടെ അസ്തിത്വത്തിൻ്റെ മുഴുവൻ ഞാനിപ്പോൾ ഓർക്കുമ്പം ചിലപ്പോൾ ഈ ചുറ്റുവട്ടത്തിലെ കേട്ടുള്ളൂ എങ്കിലും നമ്മുടെ അസ്തിത്വത്തിനൊരു കാറുമ്പോൾ അല്ലോ വാവിട്ട് കാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതില്ലേ, ആ ടോട്ടാലിറ്റിയുടെ അസ്തിത്വത്തിൻ്റെ ആ ടോട്ടാലിറ്റിയിലുള്ള ഒരു കാറിച്ചയാണ് കാറുന്നത്. ഇപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് അങ്ങനെ അങ്ങ് കുറേ നേരം കരയാൻ അല്ലാതെ നമുക്ക് അന്നേരം ഒന്നും പറ്റത്തില്ല, മരിച്ചു പോകേണ്ടതായിരുന്നു. കാരണം ഈ ദൈവത്തെ കണ്ടാൽ മരിച്ചു പോകുന്നതാണല്ലോ. ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുഖമല്ലല്ലോ, ദൈവത്തിൻ്റെ ഹൃദയമല്ലേ. ഹൃദയം എന്ന് പറഞ്ഞാൽ ഈശോ, പിതാവ് ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നു അത്ര സ്നേഹം ഈശോ നമുക്ക് തരുമല്ലേ, അത് തന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും മരിച്ചു പോകാതിരുന്ന അതിശയം. ഇപ്പോഴാണെങ്കിൽ പോലും കേട്ടോ, ആരെങ്കിലും മരിക്കുന്നുണ്ടെ മരിച്ചു. അത്രയും ഇത് നമ്മൾ മനസ്സിലായി, നമ്മൾ മരിച്ചു പോവും. അത്രയും വലിയ സ്നേഹമാണ് അത്. അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നു. കുറേ നേരം വാവിട്ട് കാറി, പിന്നെ അങ്ങനെ അടിച്ച് കുറേ ഇങ്ങനെ എല്ലാം ഇളകി, അസ്തിത്വം മുഴുവൻ ഇങ്ങനെ ഇളകി. എത്ര നേരം കഴിഞ്ഞു പോയെന്ന് അറിയത്തില്ല. ജോണി എന്നാ ചെയ്യുന്നതെന്നും അറിയത്തില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഈ അവസ്ഥയുടെ കരച്ചിലൊക്കെ കുറഞ്ഞെന്ന് പറയാം, അവസ്ഥയുടെ മാറ്റം വന്നിട്ട് കാണത്തില്ലേ. പിന്നെ ജോണി വായിക്കാൻ തുടങ്ങി. വായിച്ച് 17 അധ്യായം വന്നു. ഇപ്പം നമ്മൾ പറഞ്ഞത് 15:9 എന്ന് പറയുന്നത് ഈശോയുടെ സ്നേഹമാണ്, ഈശോ നമ്മളെ സ്നേഹിക്കുന്നതാണ്. 17:23 അതിനകത്ത് ഈശോ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെയാണ്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന. അതിനകത്ത് പറയുന്നത് പിതാവായ ദൈവം ഈശോയെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൂടെ കേട്ടപ്പോഴത്തേനും പിന്നെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നാമത് ഈ സ്നേഹത്തിൻ്റെ ഇതിന് നിൽക്കുക, പിതാവായ ദൈവം ഇങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവ് ഈശോയെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുക. അതിൻ്റെ അർത്ഥവും കിട്ടുക, ആ സ്നേഹവും കൂടി ഇങ്ങ് വരിക. ഒരു ഹൈഡ്രജൻ ബോംബ് ഇട്ടാലൊന്നും ഇട്ടിട്ട് നമുക്കൊന്നും മറുപടി പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ അതൊന്നും ഒരു എഫക്റ്റ് അല്ലാത്ത രീതിയിൽ ആത്മാവിൽ ഈ സ്നേഹത്തിൻ്റെ ഇതിങ്ങ് വന്നത്. ഞാൻ പിന്നെ വാവിട്ട് കാറാൻ തുടങ്ങി. കുറേ നേരം ഇങ്ങനെ വാവിട്ട് കാറി ഇങ്ങനെ അടിച്ച് ആദ്യത്തെ പോലെ തന്നെ ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞു പോയേ. അങ്ങനെ എത്ര സമയം കഴിഞ്ഞെന്നോ വായിച്ച് പൂർത്തിയാക്കിയെന്നോ ഒന്നും എനിക്കറിയത്തില്ല നല്ലപോലെ. എങ്ങനെയാണേലും അങ്ങനെ ആ 2 സ്നേഹങ്ങൾ കിട്ടി. കുറേ കഴിഞ്ഞ് ഞാൻ ആ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പം പിന്നെ മരണഭയം എല്ലാം അങ്ങ് മാറി. പിന്നെ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആത്മാവിൻ്റെ ദാഹവും വിശപ്പും എല്ലാം തീർന്നു. പിന്നെ അന്വേഷണങ്ങളെല്ലാം അങ്ങോട്ട് നമുക്ക് പിന്നെ ഇപ്പോൾ ഒരു അന്വേഷണത്തിൻ്റെ ഒരെണ്ണം എല്ലാം തീർന്നു. നമുക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി. ഇനിയിപ്പം സ്വർഗത്തിൽ ചെന്നാലും ഇവിടെയാണേലും ഇനി എന്നാ തരാനിരിക്കുന്ന കൂടുതൽ, ദൈവത്തിന് ഒന്നും തരാനില്ല കേട്ടോ. ഇത് കൂടുതൽ ഇപ്പം എനിക്കുണ്ടായ അനുഭവം അല്ല, എല്ലാവരോടും ഉള്ള, ഇത് ഗ്രഹിച്ച് കിട്ടിയെന്നേ ഉള്ളൂ. മൊത്തം മനുഷ്യനോട് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണല്ലോ. അപ്പം നമുക്ക് എത്ര കോടി ഉറപ്പോടുകൂടി വേണേലും വിശ്വസിക്കാവുന്ന ഒരു സത്യമായത്. അത്രയും അത് അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകമുണ്ടേ, അതിനകത്ത് ഇതിഹാസം എന്നാണ് അതിനെ വിളിക്കുന്നത്. കാരണം അതിനകത്ത് പിശാചുക്കൾ ഇങ്ങനെ പിശാചുക്കളെ കൊണ്ട് മിൽട്ടൻ പറയിപ്പിക്കുന്ന, അതായത് അവരെ കൊണ്ട് നരകത്തിൻ്റെ ഏറ്റവും അഗാധങ്ങളിലിട്ടു. അവിടെ കിടന്നപ്പോഴും ദൈവത്തെ എന്നേലും പ്രകോപിപ്പിച്ച് സംസാരിക്കുക എന്നുള്ളത് പിശാചിൻ്റെ സ്വഭാവമാണല്ലോ. അപ്പോൾ അവരെ കിടന്ന് അവിടെ പറയുകയാണ്, ദൈവം സർവശക്തനാണെങ്കിലും ഇതിൽ കൂടുതലൊന്നും ചെയ്യത്തില്ലല്ലോ എന്നേ. കാരണം ഏറ്റവും അടിയിൽ ആണല്ലോ കൊണ്ട് ഇട്ടിരിക്കുന്നത്. ദൈവം സർവശക്തനാണെങ്കിൽ ഇതിലും താഴോട്ട് താക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടിരിക്കുക, അത്ര അടിയിൽ ഇട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിശാചുക്കളെ കൊണ്ട് പറയിപ്പിക്കുക. ഞാനൊരു കോണ്ടസ്റ്റിന് വേണ്ടി പറയാൻ വേണ്ടിയാണ്. അതായത് ദൈവം സർവശക്തനാണേലും നമ്മൾക്കും ഇതിൽ കൂടുതലൊന്നും തരാനില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പോസിറ്റീവ് അർത്ഥത്തിലേ ഇത് കൂടുതൽ നമ്മളോട് ദൈവത്തിന് ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തേരം വേണേലും ധ്യാനിച്ച് നോക്കിക്കോ, എത്ര നൂറ്റാണ്ടുകൾ വേണേലും ധ്യാനിച്ച് നോക്കിയോ, ഒന്നും കിട്ടത്തില്ല. കാരണം ഇത് സ്നേഹത്തിൽ കൂടുതൽ പിതാവിന്
പിതാവ് ഈശോയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്നാ തരാനിരിക്കുന്നത്? പുത്രനായ തമ്പുരാന് ഈ പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന പോലെ നമ്മളെ സ്നേഹിക്കുന്നു. അതിൽ കൂടുതൽ നമുക്കൊന്നും തരാനില്ല. ദൈവത്തിന് പറയാനും പറ്റത്തില്ല, തരാനും പറ്റത്തില്ല. അതിൽ കൂടുതൽ നമുക്ക് വേണ്ടതാനും. എനിക്ക് വേണ്ട എന്നാണല്ലോ. അപ്പം അങ്ങനെ ഈ ഒരു അവസ്ഥയെ ഇതാ ഞാൻ ഇന്ന് ഇങ്ങനെ പങ്കുവെക്കുന്നത്. അത് വെച്ചിട്ട് അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത് ഈ 15 അധ്യായം 12-ാം വാക്യത്തിലാണല്ലോ നമുക്ക് പുതിയ കൽപ്പന നൽകുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോഴത്തേനും ഈശോ അപ്പസ്തോലന്മാരാണല്ലോ പറയുന്നത്. ഈശോ ഒരിടത്തിരിക്കുന്നു, ഇപ്പുറത്ത് അപ്പസ്തോലന്മാരിയ്ക്കുന്നു. അപ്പോൾ ഈശോ അപ്പസ്തോലന്മാരെ സ്നേഹിച്ചതുപോലെ, അല്ലെ ദൈവം മനുഷ്യരെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാനല്ലേ നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ അത് നല്ലപോലെ ധ്യാനിച്ചു കഴിയുമ്പോൾ 15-ാം അധ്യായം 9-ാം വാക്യത്തിൽ, നമ്മൾ ആദ്യം പറഞ്ഞ വാക്യത്തിലെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചെന്നല്ലേ പറയുന്നത്. എന്നിട്ട് അത് ഈ കൽപ്പന എടുത്തേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. അപ്പം പിതാവായ ദൈവം ശരിക്കും നമ്മളോട് നൽകിയിരിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത്, പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാനുള്ള കൽപ്പനയാണ് നമുക്ക് തന്നിരിക്കുന്നു. ഇത്രയും വലുതാണ്. അതിൽ കൂടി നമുക്ക് തരത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ ധ്യാനിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തിലെ അതേ അവസ്ഥ, പിതാവ് ഈശോയെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിലെ അതേ സ്നേഹശേഷി, അല്ലെങ്കിൽ അവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് സ്നേഹിക്കുകയാണല്ലോ. അത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന പോലെയല്ലേ. അപ്പോൾ ആ ശേഷി നമുക്ക് തന്നിരിക്കുക. പരിശുദ്ധ ത്രിത്വത്തിലെ അതേ സ്നേഹ അവസ്ഥയും അതേ സ്നേഹശേഷിയും തന്നിരിക്കുക. ഇത് കൂടി നമുക്ക് ദൈവത്തിന് ഒന്നും തരാൻ പറ്റത്തില്ല. ഇത്രയും നമ്മളെ ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് നമ്മളെ രക്ഷിച്ചു വെച്ചിരിക്കുക. അതിൻ്റെ മഹാജീവിയാകട്ടെ. അപ്പോൾ അതിൻ്റെ ആ സ്നേഹത്തിലേക്ക് ഇത്രയും കാലമായിട്ട് മനുഷ്യൻ പ്രവേശിക്കുമെന്ന് നമുക്ക് പറയത്തില്ല. പ്രവേശിക്കില്ല എന്നുള്ളത്, പ്രവേശിക്കുകയില്ലെന്നുള്ളതിൻ്റെ ഒരു ഇതല്ല. നിങ്ങൾക്ക് തോന്നില്ല പ്രവേശിക്കണം. കാരണം ഇത് ഈശോയാ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് അസാധ്യമായതിലേക്ക് ദൈവം ഒരിക്കലും വിളിക്കത്തില്ലല്ലോ. അപ്പം അന്നേരം നമ്മളെ ഇവിടെ ഭൂമിയിൽ തന്നെ ദൈവരാജ്യം ആകും. അന്നേരം ഇവിടെ തന്നെ ദൈവരാജ്യം ജീവിക്കണമെന്നാണല്ലോ പറയുന്നത് ഇപ്പം തന്നെ. അല്ലാതെ നമ്മൾ മരിച്ചതിന് ശേഷമുള്ളതല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാറ്റഗിസത്തിനകത്തും അത് തന്നെ പറയുന്നത്. അതായത് എൻ്റെ വചനം പാലിക്കുന്നവൻ എന്നെ സ്നേഹിക്കും, അവൻ പിതാവിനാൽ ബഹുമാനിക്കപ്പെടും, ഞാനും പിതാവും നമ്മളിൽ വന്ന് വസിക്കുന്നല്ലേ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്നാ വലിയൊരു സാധ്യതയാണ് നമ്മൾ കിടക്കുന്നതെന്ന് നോക്കുകയും ഇവിടെ തന്നെ വെച്ച് നമ്മളിൽ ദൈവം വന്ന് വസിക്കുക, പരിശുദ്ധ ത്രിത്വം തന്നെ വന്ന് വസിക്കുകയും അത് ത്രിത്വത്തിൻ്റെ എലിസബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു കാറ്റഗിസത്തിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരിലൊക്കെ അങ്ങനെ സംഭവിച്ചായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ അവരതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നുമുണ്ട് ആ വിശുദ്ധയിൽ. അപ്പം അന്നേരം നമുക്ക് അത്രയും വലിയൊരു എന്താ പരിശുദ്ധ ത്രിത്വത്തിൽ അതേ അവസ്ഥ നമുക്ക് തന്നിരിക്കുക, അതേ സാധ്യത. ഇനി നമ്മളതിനെ നമ്മുടെ എല്ലാ ഊർജ്ജം എടുത്ത് അതിനെ ആക്ച്വലൈസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത്രയും ബാക്കി എല്ലാത്തിനും വേണ്ടി നമ്മൾ എന്ത് ഊർജ്ജമാണ് കൊടുക്കുന്നത്? അടുത്തോ കിട്ടിയില്ലോ അല്ലേ? വചനം ഓർക്കുമല്ലോ. നിർബന്ധിക്കുന്നില്ല, പക്ഷേ ദൈവം നിർബന്ധിക്കുന്നത് കാണും. ജോലിയോടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് നമുക്കൊരാൾക്ക്, കൊച്ചിൻ്റെ പേരെന്നെ എന്തോ ഇപ്പം സൗമ്യയ്ക്ക് ബീഫ് കൂട്ടണമെന്ന് കൂട്ടിക്കോ, അല്ല മുരി ഇറച്ചി അല്ല ബീഫ് കൂട്ടണമെന്ന് കൂട്ടിക്കോ, വേറെ ആർക്കും വേണ്ട, കൂട്ടാൻ പറ്റുമോ? സൗമ്യയ്ക്ക് ബീഫ് കൂട്ടണമെങ്കിൽ, അല്ലെങ്കിൽ പോത്തിറച്ചി കൂട്ടണമെങ്കിൽ ഒരു പോത്തിനെ കൊല്ലണ്ടേ അല്ലേ? അതിൻ്റെ അർത്ഥം ഒരാൾക്ക് ബീഫ് ഇറച്ചി കൂട്ടണമെങ്കിൽ ഒരു പോത്തിനെ മൊത്തം കൊല്ലണ്ടേ എന്ന് പറഞ്ഞതുപോലെ ഇപ്പം പലരും കൂട്ടുന്നത് കൊണ്ട് ആ പോത്തിനെ കൊല്ലുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈശോ കിട്ടിയ അതിൻ്റെ ഉദാഹരണത്തിൻ്റെ ഈശോ നമ്മുടെ എല്ലാവർക്കും വേണ്ടി ആണെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കൂടെയാണത്. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ആ വലിയ പീഡ സഹിക്കുന്നില്ല. ഓരോരുത്തർക്കും നമ്മുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴേ, പിന്നെ നോക്കുമ്പോൾ നമ്മളത് ജനറലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും വേണ്ടി ഈ പോത്ത് കൊല്ലപ്പെടുന്നതെങ്കിലും നമ്മൾ കൂട്ടുന്നതുകൊണ്ടല്ലേ, നമ്മൾ കൂട്ടുന്നതുകൊണ്ടാ ഓരോന്നും കൊല്ലപ്പെടുന്നതേ. അപ്പോൾ അങ്ങനെ ഒരു അത് ഉദാഹരണം അത്ര പൂർണ്ണമല്ല, എന്നാലും ഇച്ചിരി മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഉള്ള പാവത്തിന് വേണ്ടി ഈശോ മരിക്കപ്പെടുന്നത്. അപ്പം അതിനോട് നമ്മൾ നിരന്തരം അതിനോടുള്ള ഒരു അസിസ് പുണ്യാളുടെ കുറേ പുസ്തകങ്ങൾ ഞങ്ങൾ വായിച്ചു. അപ്പോൾ അസിസ് പുണ്യാളിനൊക്കെ ഇങ്ങനെ
ആ ഈശോയെ വേദനിപ്പിച്ചതിൻ്റെ വേദനയിലായി പിന്നെ ജീവിതം മുഴുവനെയും. പിന്നെ നമ്മളല്ല സെൻറ്റർ. നമ്മളെല്ലാം പറയുമ്പോഴും നമ്മൾ കുമ്പസാരത്തിൽ പാവം പറയുമ്പോഴും നമ്മളപ്പോൾ എല്ലാവരുടെയും ആണെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെയൊക്കെ വെച്ച് നോക്കി ഞാൻ പറയുന്ന നമ്മളാ സെൻറ്റർ. നമുക്ക് പരിക്ക് പറ്റി, നമ്മൾ വിശുദ്ധനായിട്ട് അല്ലെ ആത്മീയ നല്ല പുരോഗതി വരുമ്പോൾ നമുക്ക് പരിക്ക് പറ്റിയെന്നല്ലാതെ ഈശോയ്ക്ക് വേദന ഉണ്ടായെന്നുള്ളൊരു സങ്കടം നമുക്ക് വരുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പാവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ പാവം ചെയ്യത്തില്ല. ഈശോയ്ക്ക് ഇത്ര ഒരു വേദന വരുമായിരുന്നു നമുക്ക് ആന്തരികമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മളൊരു കുഞ്ഞു പാവം ചെയ്യുമ്പോഴും അതുപോലെ ഉണ്ടാകുന്നുണ്ട്. മുത്തരസ്യൊക്കെ പറയുന്നുണ്ട്, ഈ നരകത്തിലെ മുഴുവൻ പിശാചുക്കളും കൂടി ചെയ്യുന്നതിനേക്കാളും ഉപദ്രവം ഒരു ലഘുപാവത്തിന് നമ്മളെ മേൽ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് നരകത്തിലെ മുഴുവൻ പിശാചുക്കളിലൂടെ വന്നാലും നമ്മളെ ദൈവൈക്യത്തിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. പറ്റുമോ? നമ്മൾ സമ്മതിക്കുന്നില്ല, പറ്റത്തില്ല. മുത്തരസ്സയുടെ ആത്മകഥയിലുള്ളതാണ്. പക്ഷേ വേറെ വിശുദ്ധരും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഒരു ലഘുപാപം ദൈവൈക്യത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയും. ഇപ്പം സഭ കാറ്റീസം പഠിപ്പിക്കുന്നത് മാരകഭാവമാണ്, പക്ഷേ ലഘുഭാവം എന്നാണ് മുത്തരസ്യ പുണ്യവതിയൊക്കെ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അത് എത്ര കുഞ്ഞാണേലും നമ്മളെ ഇത്രയും സ്നേഹിക്കുന്ന ദൈവത്തിനെതിരായിട്ടാകുമ്പോഴേ അതൊരു വലിയ ഒരെണ്ണമല്ലേ. ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പിടികിട്ടും. ഈ മുമ്പേ പറഞ്ഞ സ്നേഹം നമുക്ക് കിടക്കുക. ഇത്രയും സ്നേഹത്തോടെ ആ ദൈവം നമ്മളെ ഓരോ നിമിഷമേ അത്രയും കൃഷി വെച്ചിന് ചോദ്യത്തിനൊക്കെ പറഞ്ഞു പോയതല്ലേ ഇത്. ൊക്കെ നോക്കിയാൽ മുഖത്തിൻ്റെ ഓരോന്നും ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പല്ലും നാക്കും ഇങ്ങനെ ഓരോന്നും ഓരോ അവയവങ്ങളുടെ ഞാനത് കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് അന്നേരം ഇങ്ങനെ ഒരു ധ്യാനം പോലെ കിട്ടിയതാണ്. അതായത് ഒരു സ്റ്റാച്ചു ചെയ്യാൻ വേണ്ടി, ഈശോയുടെ ഒരു രൂപം ചെയ്യാൻ വേണ്ടി, ഈശോയുടെ പുറം ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മളത് കണ്ണാടി നോക്കി അതിൻ്റെ ഈശോ അല്ലാത്ത ഭാഗങ്ങൾ അങ്ങനെ ഒരു മാസമായിട്ട് ഇങ്ങനെ ഒരു തരിക്കഷ്ണം പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ കർവ് ചെയ്ത് കളയുന്നേ. അപ്പം അന്നേരം നമുക്ക് ഈശോ അല്ലാത്ത ഭാഗങ്ങളെല്ലാം ഇങ്ങനെ കളയുവാണല്ലോ നമ്മളെ നോക്കിയിട്ടേ. അപ്പം അന്നേരം അതിൻ്റെ അടുത്തൊരു വായന എന്ന് പറയുന്നത് ഇപ്പം എനിക്കന്ന് ഫീൽ ചെയ്തത്, അതായത് ഇനി നമ്മുടെ ഒരു രൂപവും അല്ലെ പുറം നോക്കി ഈശോയുടെ രൂപത്തെ ക്രമപ്പെടുത്തിയെടുത്തു. പക്ഷെ നമ്മുടെ ഉള്ളു മുഴുവന് ഈശോയെ നോക്കിയിട്ടേ പിന്നെ അന്നേരം എനിക്ക് കിട്ടി ഇങ്ങനെ നമ്മുടെ ഉള്ളു മുഴുവൻ ഈശോയെ നോക്കിയിട്ട് ഈശോയുടേതുപോലെ നമ്മുടെ ഉള്ളു മുഴുവൻ ആക്കിയെടുക്കണമെന്നേ. അതൊരു നമുക്ക് സാധ്യമായ ഒരു കാര്യമാണ്. വചനത്തിൽ ഈശോയുടെ മനസ്സും ഹൃദയം എന്തായാലും നമ്മൾ ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ വായിച്ചു പോയിട്ടാണ് കാണാത്തത്. വചനം മുഴുവൻ ഇങ്ങനെ തിങ്ങി വിങ്ങി ഈശോയുടെ മനോഭാവങ്ങൾ കിടക്കുക, ഈശോയുടെ രീതികളും ജീവിതവും എല്ലാം. അപ്പം അത് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേനും നമുക്കങ്ങനെ ഉള്ളു മുഴുവൻ നമ്മുടെ ഈശോയുടേതുപോലെ ആക്കിയെടുക്കാം. ഇപ്പം ഞാൻ പണ്ട് ചിന്തിച്ചൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നമ്മൾ എന്നതാ ആരാധിക്കുന്നതെന്ന് മലയാളത്തിൽ ചുമ്മാ പറയുന്ന ആദരിക്കുന്ന ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ആകാൻ നമ്മൾ നോക്കിയാൽ പറ്റുമോ? ഇപ്പം ആരെയില്ല, നിങ്ങൾ പെണ്ണുങ്ങൾ ആരെങ്കിലും എടുത്തു ഫിലിമിലൂടെ, എനിക്കിപ്പോൾ അറിയത്തില്ല ആര്. നമ്മൾ എന്തേലും നോക്കിയാലും ആ ഫിലിം സ്റ്റാറിനെ പോലെ ഷെയ്പ്പാക്കാൻ പറ്റത്തില്ല അല്ലേ? പറ്റുമോ? പക്ഷെ നമ്മൾ ആരാധിക്കുന്ന ഈശോയെ പോലെ ആന്തരികത നമുക്ക് എടുക്കാം. അത് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ആന്തരികത ഇങ്ങനെ നമുക്ക് തന്നെ വർക്ക് ചെയ്ത് പുറം നമുക്കൊരിക്കലും ശരിയൊക്കെ മാറ്റം വരുത്തായിരിക്കും കുറെ ഇതൊക്കെ ചെയ്താൽ. പക്ഷെ നമ്മുടെ ഉള്ള് നമുക്ക് ചെയ്യാവുന്ന പോലെ ദൈവം വെച്ചിരിക്കുന്നത്. അതിന് ഈശോയുടേതുപോലെ നമുക്ക് ക്രമപ്പെടുത്തിയെടുക്കാം. അതുകൊണ്ടാണ് ആസീസ് പുണ്യാളനൊക്കെ കൊച്ചു മനുഷ്യനല്ലായിരുന്നു, 5 അടി ഇച്ചിരി മിച്ചമൊക്കെ പൊക്കമുള്ളായിരുന്നു. പക്ഷെ അവസാനം 20 വർഷം മാനസാന്തരപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞപ്പോഴത്തേനും 2ാം ക്രിസ്തുവായെന്ന് പറഞ്ഞില്ലേ. ഉള്ളന്നേരം അതുപോലെ ശരിയാക്കിയിട്ടില്ല, പുറമല്ലല്ലോ ശരിയായി. ഇതൊരു വലിയ സാധ്യതയുണ്ട് കേട്ടോ. ഇത് നിസ്സാരമല്ലേ. ഇനിയുള്ള ഈ 10 വർഷങ്ങളിൽ, 10 വർഷം എന്ന് പറഞ്ഞാൽ ഈ മഹാജൂബിലി വർഷങ്ങളാവും. ഒത്തിരി അഭിഷേകവും കുറവും എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അതൊരു ഇപ്പം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ പരിവഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ സമയമേ മുന്നിലുള്ള സമയത്തെ ഭയങ്കര സെക്കൻഡ് ബൈ സെക്കൻഡ് അങ്ങ് ജീവിച്ചാൽ നമ്മൾ ജീവിക്കേണ്ട എത്രയും വലിയ ദൈവസ്നേഹം അറിഞ്ഞതിന് ശേഷമേ നമുക്ക് ആശിസ് പുണ്യാളനൊക്കെ എന്തായാലും കാറുമായിരുന്നു സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടേ ഫ്രാൻസിസേ. പക്ഷെ ഫ്രാൻസിസിന് ഈ വചനം കിട്ടിയിട്ടില്ല കേട്ടോ. ഇതുവരെയും എനിക്ക് കിട്ടിയെന്നുള്ളതിന് ഞാൻ പറയുന്നതല്ല, ഈ 2 വചനം കൊണ്ട് ഒരുമിച്ച് ഇതുവരെ ഒരിടത്തും കണ്ടിട്ടില്ല ആർക്കെങ്കിലും ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടിയതായിട്ടേ. ഈ 2 സ്നേഹങ്ങളെ, പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ സ്നേഹവും അത്രയും വലുതാണ്. അത്രയും അത് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ഈ സ്നേഹത്തോട് നമ്മൾ എന്തേരെ
എന്നാ നന്ദിയോടുകൂടി പ്രതികരിക്കണ്ടേ നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. അത്ര സ്നേഹമായത്. അത് നമ്മുടെ അസ്തിത്വത്തിന് മുഴുവൻ ഊരുവെടുത്താലും ഒന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ആ സെക്കൻഡ് ബൈ സെക്കൻഡ് നമുക്ക് ഈ സ്നേഹത്തോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഇതൊരു ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നമുക്ക് എന്നാ ചെയ്താലും ദൈവം ഭയങ്കര എന്നതാ ഒന്നും ഒരു ഫീൽ ഇല്ലാത്ത ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. ദൈവത്തിന് ഭയങ്കര ഫീലുണ്ട് ഇല്ലേ? അല്ല, അതിനൊരു വാക്കുണ്ടായിരുന്നു ഈ ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ, എന്നാ ചെയ്താലും എന്നാ പറഞ്ഞാലും സ്ഥിതപ്രജ്ഞനോ അങ്ങനെ കണ്ടു, അത് ശരിയല്ലെങ്കിൽ എടുത്തേക്കരുത്, അങ്ങനെ ഒരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്തെന്ന് പറഞ്ഞാൽ അത്ര അത് നമ്മളൊരു പക്വത പോലെയാണ് നമ്മളതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതേ. എന്നാ പറഞ്ഞാലും എന്നാ ചെയ്താലും ഒരു കുഴപ്പമില്ലാതെ അറിയാം സിസ്റ്റർ, ഒന്നും വേശിയല്ലാത്ത ഒരു വാക്കുണ്ടായിരുന്നു, നല്ലൊരു അങ്ങനെയാണ് നമ്മുടെ ദൈവം അങ്ങനെയല്ല കേട്ടോ, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന. അതുകൊണ്ടാണ് ഞാൻ ഒരു ഉദാഹരണം ഇവിടെ ഭൂമിയിലായിരുന്നപ്പോഴത്തെ പറയാം. അവിടെ ശമയൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേ കൊച്ചു വന്ന് ആ സ്ത്രീ വന്ന് കാല് കഴുകിയപ്പം പറഞ്ഞു, ശമയനോട് പറഞ്ഞില്ലേ, നീ എനിക്ക് വന്നിട്ട് വെള്ളം തന്നില്ല. വിശ്വച്ചിരി പരിവമൊക്കെ പറയുന്നത് നമ്മളോർക്കും പരിവം പറയലെന്ന്, എല്ലാം പറയും. നീ എനിക്ക് ചുംബനം തന്നില്ല, അങ്ങനെ പരിവം പറയല്ല. ഈ കൊച്ചി ഇതെല്ലാം ചെയ്തു. ഈശോ അങ്ങനെ നോക്കുന്നുണ്ട് എല്ലാം, നമ്മുടെ ഓരോ കാര്യവും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം നോക്കുന്നു, നേർച്ചയിട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ സന്യാസഭയിലായതുകൊണ്ട് അവിടെ നേർച്ചിട്ടപ്പോഴാണല്ലോ ആ വിധവ കൊണ്ടുവന്നിരുന്നത് കാണുന്നതേ. ബാക്കിയുള്ളവരൊക്കെ എല്ലാം നോക്കുന്നുണ്ട്. അപ്പം നമ്മളോർക്കും നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ചെയ്യുന്ന ഒന്നും ദൈവം അറിയുന്നില്ല. ഈശോ ഒരു അന്ധനും വിതരനുമായ ആളാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളെ തെറ്റ് കണ്ടുപിടിക്കാനല്ല, ഒരുപക്ഷെ തെറ്റൊന്നും അധികം നോക്കിയല്ലായിരിക്കും, എന്നാൽ പോലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കുഞ്ഞു സ്നേഹങ്ങളെ ഈശോ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരി വന്നേ 2 ചെമ്പുനാണയം ഇട്ടപ്പോൾ ഫീൽ ചെയ്ത്. സമർപ്പണത്തിന്റെ വലിയൊരു ഉദാഹരണം കൂടെ ഈ 2 നാണയം ഇടുന്നത്. ഈ ബൈബിളിലെല്ലാം ഞാൻ നല്ലപോലെ ധ്യാനിച്ച് പോകുമ്പോൾ എന്നോ ഇതായിട്ടോ കാര്യങ്ങൾ ദൈവം എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവേ. അതായത് ആ വിധവയ്ക്ക് ഒരു നാണയമുണ്ട്, ഒരു ചെമ്പ് നാണയമുണ്ട്. അത് അവിടെ പള്ളി വന്നു, അത് ഇട്ടേച്ച് പോയാൽ വേണമെങ്കിൽ ഇട്ടാൽ പോയാലും കുഴപ്പമൊന്നുമില്ല. അത് ഇട്ടേച്ച് പോയാൽ പറയാതെ പള്ളി വന്നു നേർച്ചിടാൻ, അന്നൊക്കെ പതിവന്ന് കൂട്ടിക്കോ, നേർച്ചിടാനൊന്നുമില്ലായിരുന്നു, ഉള്ളത് അങ്ങ് ഇട്ടേച്ച് പോയി അല്ലേ. ഒന്ന്. പക്ഷേ 2 ഉണ്ടായിട്ടും ആരെങ്കിലും എന്നേലും പറയോ, 2 ഉണ്ടായിട്ട് 1 ഇട്ടിട്ട് 1 കൈ പിടിച്ചുകൊണ്ട് ഉപജീവനത്തിനുള്ള ഏക മാർഗമാണെന്നാണല്ലോ ഈശോ പറയുന്നത്. 1 കൈ പിടിച്ചുകൊണ്ട് പോയാൽ ആരെങ്കിലും എന്തേലും പറയൂ? ഇല്ല. എന്നിട്ടും 2 വിട്ടത് കണ്ടോ. അപ്പോൾ അതെന്നെ ഇടിയില്ലാന്ന് ഓർത്ത് നോക്കിയേ. അതിനകത്ത് വലിയതുണ്ട്, സമർപ്പണത്തിൻ്റെ വലിയ എന്തോ. ഇനിയും കുറേ ധ്യാനങ്ങൾ അതിനകത്ത് കിടപ്പ് കാണുമേ. 2 ഉണ്ടായിട്ടും 1 നമ്മൾ കൈ പിടിച്ചുകൊണ്ട് പോയ ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ആ 2 കൂടെ ഇടുക എന്നുള്ളതിൻ്റെ ആ ഒരു സ്നേഹമേ, അങ്ങനെയൊക്കെ ഈശോ നോക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ചിട്ടല്ലേ. ഈശോയ്ക്ക് ഇതെല്ലാം അറിയോ, കാരണം ഈശോ തന്നെയാണല്ലോ ഇത് പറയുന്നത്. വിധവ എന്ന് പറഞ്ഞല്ലേ ഞാൻ വിധവയാണ്, എനിക്ക് ഉപജീവനത്തിന് വേറെ മാർഗം ഒന്നുമില്ലെന്ന് വിധവയല്ലല്ലോ പറഞ്ഞ്. ഈശോയെ അറിഞ്ഞ്. ഈശോ ഇതെല്ലാം അറിയുന്നുണ്ടോ ഓരോന്നും. 2 വർഷം നോഷിച്ചല്ലേ. നല്ല കാലത്തിലാണ് നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുന്നത്. അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഈശോ ഇങ്ങനെ പരിശീലിപ്പിക്കുന്നേ, അതായത് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ ഇപ്പം അതുവരെയും കുഴപ്പമില്ല, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ മാവദീസായിൽ വായിക്കുന്ന ലേഖനഭാഗം റോമാലേഖനമല്ലേ, 6-ാം അധ്യായം വാക്യങ്ങളാണ്. അപ്പം അതിനകത്താണ് പറയുന്നത് ഈശോയുടെ മരണത്തോടും ഈശോ ജീവിച്ചതിനോടും ഐക്യപ്പെടാൻ വേണ്ടി പറയുന്നതേ. അവൻ മരിച്ചു, ഈശോ കുരിശി മരിക്കുന്ന ഒരു ക്ലിനിക്കൽ ഡെത്ത് അല്ല കേട്ടോ. ക്ലിനിക്കൽ അറിയാമല്ലോ, വാക്കറിയാമല്ലോ. സാധാരണ ആ മരണമല്ല മരിക്കുന്നത്. ഈശോ കുരിശി മരിക്കുന്നത്
വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ മരിച്ചു, പാവത്തെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നേക്കും മരിച്ചു, അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി അവൻ എന്നേക്കും ജീവിക്കുന്നെന്ന്. അപ്പോൾ ആ മരണത്തോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ് നമ്മളെ ബാപ്റ്റിസം ചെയ്യുന്നത്. എന്നിട്ട് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളും ഈ മരണത്തോട്, അതായത് പാപത്തോട് എന്നേക്കും മരിക്കുകയും ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇട്ടിട്ട് നമ്മൾ പൊതുവേ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുള്ള ഒരു ജീവിതം പൊതുവേ പോയിക്കൊണ്ടിരിക്കുന്നേ. ഒരു കുമ്പസാരത്തെ ഒരു ലൈസൻസ് ഒക്കെ ആയിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് വന്നാലേ നമ്മൾ ശരിക്കും ഒരു ആധ്യാത്മിക അടിസ്ഥാനത്തിൽ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെക്കുന്ന എല്ലാം പൂഴിമേല വീട് പണിയുന്നത്. നമ്മൾ ആരെങ്കിലും വിവേകമുള്ളൊരു നല്ലൊരു വീട് പണിയാനായിട്ട് ഭൂമിയിലെ വീട് പണിയാൻ ചിന്തിക്കുമ്പോൾ നല്ല ഉറപ്പില്ലാത്തൊരു ഫൗണ്ടേഷൻ വെക്കാൻ തുടങ്ങുമോ? ഇല്ല. നമ്മൾ ആധ്യാത്മികതയെ മാത്രമാണ് നമ്മൾ ഈ കളിപ്പിരി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ പൂഴിമേ വീട് വെക്കും. ഈശോ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും കാറ്റ് വരും, കാറ്റും മഴയും വരും, അന്നേരം അത് പോവുകയും ചെയ്യും. അത് നമ്മൾ അന്നേരം ഓർത്തണം. അത്ര ഉറപ്പിലെ ഈ നമ്മളെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഏതൊരു വീട് വെക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ട് ഈശോ മലയ പ്രസംഗത്തിൽ അതാണല്ലോ അവസാനം പറഞ്ഞു വെച്ചേ, ഫൗണ്ടേഷൻ ആദ്യം തുടങ്ങണമെങ്കിൽ ഈ പാവത്തോടുള്ള ഒരു മരണം നടക്കണം. അത് നമ്മുടെ ചോയ്സിൽ നമ്മൾ നടക്കേണ്ടതാണ്. ദൈവത്തിന് അങ്ങനെ നമ്മളെ ആക്കത്തില്ല. ആദ്യത്തെ അവയൊന്നും നമുക്ക് സ്വതന്ത്ര മനസ്സ് തന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് അങ്ങനെ നമ്മളെ പാപം ചെയ്യാത്ത അവസ്ഥയിലേക്ക് ആക്കത്തില്ല. മാലാഖമാരെ പോലും അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മാലാഖമാർ സ്വർഗത്തിൽ ആയിരുന്ന മാലാഖമാർ പാപം ചെയ്യുമല്ലേ. അപ്പം അത് നമ്മുടെ ഭാഗത്തുനിന്ന് സ്വതന്ത്ര മനസ്സുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരെണ്ണം നമ്മുടെ മനസ്സിൽ അതിശക്തമായിട്ടിട്ടിട്ട് അത് പൂർത്തിയാകുന്നിടം വരെ നമ്മൾ അതിനോട് ആദ്യത്തെ ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞാൽ ചില നമുക്ക് മുമ്പോട്ടുള്ള ബിൽഡിംഗ് ഒക്കെ നടത്താൻ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ എപ്പോഴും നമ്മൾ നല്ലപോലെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ആന്തരികതയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും പൂഴിയായി പണിതുകൊണ്ടിരിക്കുക. അപ്പം എന്നായാലും ചെയ്യേണ്ടതെന്ന് ഓർത്ത് നമ്മൾ പൂഴിമയെ പണിതുകൊണ്ടിരിക്കുക. എന്നിട്ട് യോഹന്നാൻ സ്ലീഹയുടെ ലേഖനത്തിൽ അവസാനം പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അവന് പാപം ചെയ്യാൻ പറ്റത്തുമില്ല. ഓർക്കുന്നുണ്ടോ? യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1-ാം ലേഖനത്തിൽ, ബാക്കി മറന്നുപോയേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നമുക്ക് ഒരു ഡു നോട്ട് സിന്നോ അല്ലെ ഡസ് നോട്ട് സിൻ സ്റ്റേറ്റ് ഉണ്ട്. നമുക്ക് ആദ്യം പാപം ചെയ്യാതെ ഇങ്ങനെ പോയിട്ടും കാര്യമില്ല. പാപം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഒരു കനോട്ട് സിൻ സ്റ്റേറ്റ് ഉണ്ട്. മാതാവിനൊക്കെയുള്ള ഒരവസ്ഥ അങ്ങനെയാണ്. ആ കനോട്ട് സിൻ സ്റ്റേറ്റിലേക്ക് നമുക്ക് വളരാം. അത്രയും സാധ്യത ഇട്ടിരിക്കുന്നത്. അത് നമുക്കൊരു ചുമ്മാ നമ്മുടെ മുമ്പിൽ വെറും ഒരു അംബിഷൻ അല്ല, അടിസ്ഥാന അംബിഷൻ. അതില്ലാതെ അടുത്തതിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല അടിസ്ഥാനപരമായിട്ട് പോകുമ്പോൾ. അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ കൃപയെല്ലാം അതിശക്തമാകാൻ തുടങ്ങും. നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അമ്മ പുണ്യവതിയൊക്കെ പറയുന്നുണ്ട്. അതായത് അമ്മ പുണ്യവതിക്ക് ഒരു 46 വയസ്സ് വരെ ഒരു ചെറിയ ഉഴപ്പിലായിരുന്നു അമ്മ പുണ്യവതി. 46ാമത്തെ വയസ്സിൽ ആരാണ്ട് ഒരു അകന്ന ബന്ധുവിനോട് ഇച്ചിരി ഒരു അടുപ്പം എന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യകരമായ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ചെറിയ അതുകൂടെ ഉപേക്ഷിച്ചപ്പോഴാണ് ഈശോ അന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇന്നു മുതൽ തെരേസ്യ നീ മുഴുവൻ എൻ്റേതും ഞാൻ മുഴുവൻ നിൻ്റേതുമായിരിക്കും. അതുവരെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ അത് അത്ര ഒരു അവസ്ഥയിലേക്ക് അമ്മ തെരേസ്യ വന്നതിന് ശേഷമാണ്, എന്നിട്ടാണ് അമ്മ തെരേസ്യ പറയുന്നത്, അതിനുശേഷമാണ് പിന്നെ മാനസാന്തരങ്ങളും ഇതെല്ലാം ഉണ്ടാകാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അതുവരെയും ആ ജീവിതം കൊണ്ട് ആത്മാക്കൾക്കൊരു അനക്കവും ഇല്ലായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇത് വലിയ നമ്മളോർക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഇതെല്ലാം കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ പിടിച്ചിരിക്കാമെന്ന് നമ്മൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് പോകും. പക്ഷേ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഏറ്റവും സന്തോഷവും സമാധാനപരമായ അവസ്ഥയാണ് അത്. നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലും ജടിക സുഖങ്ങളിലും ആയിരിക്കുന്നതിൻ്റെ കോടിയിരട്ടി ഈശോയുടെ സന്തോഷവും സമാധാനവും എല്ലല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ മഹത്വവും എല്ലാം നമ്മളങ്ങനെ മാറുക. പിന്നെ അപ്പം ആദ്യത്തെ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിലെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദവും ഹവ്വായും കൂടെ കഴിഞ്ഞേച്ചേ വൃക്ഷങ്ങൾക്കിടയിൽ പോയി ഒളിച്ച് നിൽക്കുന്നില്ലേ? എങ്ങനെ എന്നാ ഇവിടുത്താ നിൽക്കുന്നത്? അത്തിയല്ല, ഇതെവിടെ ഒരു അത്തിയുണ്ടേ, ഇതുണ്ടോ അത്തി? ജോസ്വൃതം നിൽക്കുന്നതിൻ്റെ അത് തന്നെ ആ ചാരി നിൽക്കുന്നത് വലിയ ഇലയാ. അത് തുന്നി ഇവിടുത്താ നിന്നത്. പക്ഷെ ഇച്ചിരി വെയിലുണ്ടാകുമ്പോൾ ഉണങ്ങി പോവുകയല്ലേ. അല്ല, ഞാൻ പറഞ്ഞ അത് പറയാനല്ലേ. ആദ്യത്തെ പുസ്തകത്തിൽ പാപം ചെയ്ത മനുഷ്യന് അത്തിയല്ല തുന്നി മരത്തിനിടയ്ക്ക്, അത് ഭയങ്കര ഒരു പിഹറാണ് കേട്ടോ. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കണം. ആ ഒരു പിക്ചറിങ് കിട്ടിയത്. അവർ രണ്ടുകൂടെ നല്ല മിടുക്കരായിട്ടുള്ള 2 പേര് അത്തിയിലൊക്കെ തുന്നി പാപം ചെയ്ത് ദൈവത്തെ കാണാതെ അതുവരെയും തലേദിവസം വരെ ദൈവത്തോട് കൂടെ നടന്നവരാന്ന് ഓർക്കണം. അവരിങ്ങനെ നിൽക്കുന്ന ഒരു സീൻ നമ്മുടെ മനസ്സിൽ ഇടണം, നമ്മുടെ മനസ്സിൽ കിടക്കണം. എന്നിട്ട് ആദ്യത്തെ പുസ്തകമാണ് അത്. അവസാനത്തെ പുസ്തകത്തിൽ
ഒരാൾ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? പാവത്തെ എല്ലാം ജയിച്ച് ജീവിതത്തിൽ വിജയം നേടിയ മാതാവും സഭയുടെ ഒരു ഭാഗമായിട്ടാ സൂര്യനെ ഉടുത്താണ് നിൽക്കുന്നത് അല്ലേ? ഒന്ന് നോക്കി, സൂര്യനെ ഉടുത്ത് ചന്ദ്രനെ പാദപീഠമാക്കി നക്ഷത്രങ്ങളെ കിരീടമാക്കി നിൽക്കുക. ഇതിലെ ഇത്രയും സാധ്യതയാണ് നമുക്ക് കിടക്കുന്നത്. നമ്മൾ പാവത്തിന്റെ ഒരു അവസ്ഥയിലും നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇതുപോലെ അത്തിയിലേക്ക് ഉടുത്ത് കാട്ടിന ദൈവം വന്നിട്ടും ദൈവത്തിന്റെ അടുത്തേക്ക് പോരാതെ ഇങ്ങനെ നിൽക്കും. നമ്മളങ്ങനെയാ. പക്ഷെ നമ്മൾ പാവത്തെ ഉപേക്ഷിച്ച് പാവത്തോട് മരിച്ച് പാവം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും സൂര്യനെ എടുത്ത് ചന്ദ്രനെ അന്നൊരു കോസ്മിക് ഫിഗറിലേക്ക് വളരും. നമ്മൾ ഒരു ലോകം പോലുമല്ല, യൂണിവേഴ്സിൽ പോലുമല്ല, കോസ്മിക് അല്ലേ, പ്രപഞ്ചം മുഴുവൻ. അത് അസിദ്ധിപ്പിണ്ണകളൊക്കെ അതെല്ലാം ഒരു സഹോദരന്മാരായി മാറിയല്ലോ. സൂര്യനും ചന്ദ്രനും എല്ലാവരും ആ ഒരു റിലേഷനിലേക്ക് വരും. അന്നേരം അത് ചുമ്മാ അന്നേരം ഫ്രാൻസിസിന് ഇമോഷൻ ഒരു ഇമാജിനേഷനിൽ തോന്നിയതല്ല. അത് ശരിക്കും ഫ്രാൻസിസിന്റെ ആന്തരിക അവസ്ഥ ആയി വന്നതാണ്. കാറ്റീസൊക്കെ പറയുന്നുണ്ട്, ആദിമ നിഷ്കളങ്കതയും ആദിമ നീതിയും നമുക്കുണ്ടാകുന്ന ഒറിജിനൽ ഇന്നസെൻസ് ആൻഡ് ഒറിജിനൽ ജസ്റ്റിസ് എന്ന് പറയും. അത് നമുക്കുണ്ടാകും അന്നേരത്തിന്. അത് ഈ ഒറിജിനൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ അസിദ് പുണ്യാളിലൊക്കെ വളർന്നു വന്ന ഈ ഒരു അവസ്ഥയാണ്. പ്രപഞ്ചത്തോട് മുഴുവൻ ഒരു റിലേഷനിലേക്ക് അങ്ങനെ വരും. എല്ലാ കൃപകളും സന്നിഹിതമാണല്ലോ. നമുക്ക് ഇനി നമ്മുടെ ഭാഗത്തുനിന്നുള്ള കോപ്പറേഷൻ മാത്രമേ ഉള്ളൂ. കൃപയും തരുന്നുണ്ട്, കൃപയ്ക്ക് മേൽ കൃപ ചെയ്യുന്നുണ്ട്, കൃപയും കൂടെ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൗലോസ്ലീഹ പറയുന്ന പലപ്പോഴും നമ്മൾ അങ്ങനെ ആ വചനം എടുത്താണ്. പൗലോസ്ലീഹയുടെ അവസ്ഥയല്ല കേട്ടോ, പൗലോസ്ലീഹയുടെ ലേഖനം എല്ലാം എടുത്ത് നോക്കിക്കോ. പൗലോസ്ലീഹ പറയുന്ന പോലെ ഞാൻ ദുർഭകനായ മനുഷ്യൻ, അതല്ല എല്ലാവരും പറയുന്നത് എപ്പോഴും. അതെല്ലാവരും, അത് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമല്ലത്. പൗലോസ്ലീഹ ഒരു കോമൺ മനുഷ്യനെ എടുത്തിട്ട്, ഒരു പഴയ മനുഷ്യനെ എടുത്തിട്ട് പറയുന്നതാ ഞാൻ ദുർഭകനായ മനുഷ്യനെ ഞാൻ ആഗ്രഹിക്കുന്നതല്ല, പഴയ മനുഷ്യനാണ് പറയുന്നത്. പൗലോസ്ലീഹ അങ്ങനെ അല്ലായിരുന്നു. പൗലോസ്ലീഹ എല്ലാം ഞാൻ കൂട്ടിയാണ് പറയുന്നത്. 13 അധ്യായം 1:13 ഞാൻ മാലാഖമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും അങ്ങനെയല്ലേ, എല്ലാം ഞാൻ കൂട്ടിയാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വചനം എടുത്തിട്ട് നമ്മുടെ അവസ്ഥ ഇതാന്ന് പറഞ്ഞുകൊണ്ട് പോയാലുണ്ടല്ലോ, മരിക്കുന്നിടം വരെ ഞാൻ ദുർഭകനായ മനുഷ്യൻ തന്നെയായിരിക്കും. അങ്ങനെ പോവും. പക്ഷെ നമുക്ക് എടുക്കാനുള്ള വചനം ഈ ദൈവം എന്നതാ പരീക്ഷണം അനുവദിക്കുമ്പം അതിനെ വിജയിക്കാനുള്ള കൃപയും കൂടിയ അനുവദിക്കുന്നതെന്ന് മാത്രമല്ല, നമ്മുടെ പരിധിയിലുള്ള ഇത് പ്രലോഭനമോ അല്ല ടെസ്റ്റോ അനുവദിക്കത്തുള്ളൂ താനും. അന്നേരം നമ്മൾ വീഴുന്നുണ്ടെങ്കിൽ നമ്മളല്ലേ ഉത്തരവാദിത്തക്കാര്. വിശ്വാസിനെ പഴി വെച്ചേക്കരുത്. പിന്നെ വിശ്വാസം മുഴുവൻ വന്നാലും ഒരു പ്രശ്നവും ഇല്ലെന്ന് അമത്രസ്യ പറഞ്ഞു. നമ്മുടെ ലഘുഭാവമാണ് പ്രശ്നം. അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഡിസിഷനില്ല അത് കിടക്കുന്നത്. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും അതിങ്ങനെ നോക്കണം. നമ്മൾ ഈ ഇതില്ലേ, നമ്മുടെ നല്ല സമറായൻ്റെ ഉപമയ്ക്കകത്ത് നമുക്ക് വേണമെങ്കിൽ ഒത്തിരി വ്യാഖ്യാനിച്ച് ഒത്തിരി പ്രാവശ്യം നമ്മൾ കേൾക്കുന്നതല്ലേ. അതിനകത്ത് ഒരാൾ വഴിയിൽ ഒരു യഹൂദനായിരിക്കും, ജെറുസലേമിൽ നിന്ന് വരുന്ന ഒരു യഹൂദനായിരിക്കും. അപ്പം ആ മനുഷ്യൻ അവിടെ വഴിയിൽ വീണ് അർത്ഥപ്രാർത്ഥനയായിട്ട് രക്തമൊലിച്ച് കിടക്കുവാണല്ലോ. അപ്പം പുരോഹിതൻ വന്നു, അവർ പോയി, ലേവായനും വന്നു പോയി, ഒരു സമറായക്കാരൻ വന്ന് ശുശ്രൂഷിച്ചെന്നാണല്ലോ പറയുന്നത്. പക്ഷെ നമ്മളിപ്പം ധ്യാനിക്കുമ്പം പറയും ആ പുരോഹിതന്മാർ പോയി, ലേവായന്മാരും പോയി, മറ്റേ പുള്ളി ചെയ്തു, അത്രയല്ലേ നമുക്ക് ധ്യാനമുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാവേ. ഇത് നമുക്ക് ഓരോരുത്തർക്കും ഈ സുവിശേഷം എഴുതിയത് പുരോഹിതന്മാരൊക്കെ പിന്നെ ഇത് വായിക്കുന്നില്ലല്ലോ, പോയവര്. നമ്മളാണല്ലോ ഇത് എടുക്കുകയും ചെയ്യേണ്ടത്. ലേവായനും വായിക്കുന്നില്ല, നല്ല സമറായനും വായിക്കുന്നില്ല. വായിക്കുന്നതും ജീവിക്കേണ്ടതും നമ്മളല്ലേ. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മുടെ ഉള്ളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ കുമ്പസാരിക്കാൻ പോകുന്ന ഒരവസ്ഥ എടുത്തേ. നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പം നമുക്ക് ചില കാര്യങ്ങളുണ്ടെന്ന് അറിയാം. നമ്മുടെ ആത്മാവ് കിടക്കുന്ന അവസ്ഥ ഒരുവിധം നമുക്ക് പിടികിട്ടിയല്ലേ. അത് ഏതാണ്ട് പാവത്താലും ആഗ്രഹത്താലും ഇങ്ങനെ രക്തം ഒഴുകി അർത്ഥപ്രാണനായിട്ട് കിടക്കുക. അതിനെ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പം ഒന്ന് പോയി കുമ്പസാരിക്കും, പിന്നെ കുർബാന ആയിക്കൊള്ളൂ, അങ്ങനെ പോകുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മാവിനെ അങ്ങനെ ഇട്ടിട്ടല്ലേ നമ്മൾ പലപ്പോഴും പോകുന്നത്. നമ്മൾ ഈ കുർബാനയ്ക്ക് പോകുന്നതും കുമ്പസാരം ഏറ്റവും എടുക്കുക. കുമ്പസാരത്തിന് പോകുമ്പോഴും നമ്മുടെ ആത്മാവ് ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഉള്ളിലോട്ട് ഒരുവിധം നോക്കുമ്പോൾ നമുക്കറിയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പോയി കുമ്പസാരിക്കാതിരിക്കാം, പിന്നെ കുർബാന ആയിക്കൊള്ളണമല്ലോ, എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ബൈപ്പാസ് ചെയ്യല്ലേ. നോക്കി പുരോഹിതനും ലേവായനും പോയ പോലെ നമ്മൾ അറിയാവുന്ന നമ്മുടെ ആത്മാവിനെ ശരിയായ ഒരു അനുതാപത്തിലൂടെ മാനസാന്തരപ്പെട്ട്
സുഖപ്പെടുത്താതെ അല്ലെ അതിന് സൗഖ്യം വേണമെന്നില്ല, ഇതിനെ അങ്ങ് ഇട്ടിട്ട് നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ ഒരു ബൈപ്പാസിങ് ഉണ്ട് ആ ഉപമയ്ക്കകത്ത്, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം എടുത്തിട്ടേ കാര്യമുള്ളൂ പ്രധാനമായിട്ട് ആദ്യം. ബാക്കി ഒത്തിരി മേഖലകൾ കാണും ഓരോ ഉപമയ്ക്കകത്ത് ഈശോ പറഞ്ഞത്. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യത്തെ ഒരു ഇതാ. നമ്മളെപ്പോഴും നോക്കുമ്പോൾ നമുക്ക് നല്ലപോലെ അറിയാം നമ്മളിങ്ങനെ നമ്മുടെ ആത്മാവിനെ ഇട്ടിട്ട് നമ്മൾ ബൈപ്പാസ് ചെയ്ത് പോവുക. നീ അവിടെ കട എത്ത് പോയാൽ പോട്ടെ. എന്നിട്ട് ഡാൻഡെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് ഫ്രാൻസിസ് അനുദപിച്ച് പൂർണ്ണതയിൽപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പ്രകാശത്തിൽ ഒളിച്ചെന്നാണ് പറയുന്നത്. പ്രകാശത്തിൽ ഒളിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഡാൻഡെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡാൻഡെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഡാൻഡയുടെ പുള്ളി ഫ്രാൻസിസ്കൻ ആയല്ലോ അവസാനം. ഇത് 3-ാം സഭക്കാരൻ. അപ്പം ഡാൻഡെ അങ്ങനെ പറയുന്നുണ്ട്. ഫ്രാൻസിസ് ഇപ്പം എനിക്ക് അങ്ങനെ ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ വായിച്ചു വരുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ഫ്രാൻസിസിൽ ഓരോ ഇങ്ങനെ ഗുഹയിലൊക്കെ പോയിട്ടിരുന്നിട്ടേ അനുതാപ കണ്ണീരൊഴുക്കി ഇങ്ങനെ കണ്ടെത്തി സ്വയം ആത്മാവിനെ കണ്ടെത്തിയിട്ട് പിന്നെ അങ്ങോട്ട് 20 വർഷത്തെ ഒരൊറ്റ പോക്കാം മുന്നോട്ടേ, പുറകോട്ട് നോക്കാത്തൊരു ജീവിതമാണ്. പിന്നെ ആ പോക്കിൽ 2ാം ക്രിസ്തുവായിട്ട് മാറുക. അതൊരു ഭയങ്കര നമുക്കും അങ്ങനെ പോകാൻ പറ്റും കേട്ടോ. പോകണം. ഇല്ല പിന്നെ നമ്മൾ ഇപ്പം സാമ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ റൂമിൽ, എന്നതാ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അടുത്ത് വന്നിട്ടൊരു വിശുദ്ധയായില്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട് എപ്പോഴും അല്ലേ? ഞാനത് എനിക്കൊത്തിരി ഫീൽ ചെയ്യുന്നതാണ് ഞാൻ അതിനകത്ത് പോകുമ്പോഴേ. ഇനിയിപ്പോൾ ഈശോയുടെ മഹാജൂബിലിയൊക്കെ വരുമ്പോഴത്തേനും ഇനി ഒരുപക്ഷെ എന്ന് പറയുന്നത് ശരിയല്ല, ഇനിയിപ്പം വിശുദ്ധരെക്കാളും കൂടുതലേ ഈശോയുടെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ് ഇനി. അതായത് ഇത്രയും കാലം വിശുദ്ധരൊക്കെ ഉണ്ടായെങ്കിൽ ദൈവത്തിൻ്റെ സത്തയിൽ നിന്നുള്ള സത്തയാണല്ലോ ഈശോ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സബ്സ്റ്റൻസിൽ നിന്നുള്ള സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റും വചനം മുഴുവൻ ജീവിച്ചു കഴിഞ്ഞാലേ. അതാ ദൈവത്തിൻ്റെ ആഗ്രഹവും കൊതിയും. വചനം മുഴുവൻ എടുത്തു നോക്കി അങ്ങനെയാണ് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മളെ വെറുതെ അശിപ്പിക്കുകയല്ലല്ലോ ഇത്. പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. പിതാവിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ സമ്പൂർണ്ണതകളും പ്രാപിക്കാനാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പം അത്രയും സാധ്യത നമുക്ക് കിടക്കുക. അത്രയും വലിയൊരു മുകളിലോട്ട് ഹൊറൈസണിലേക്ക് നോക്കിയിട്ട് വേണം നമ്മുടെ ആധ്യാത്മികതയുടെ നമ്മൾ അത്രയും സ്വപ്നം കണ്ട് വേണം നമുക്ക് മുന്നേടെ. അത് ചുമ്മാ അശിപ്പിച്ച് വെച്ചില്ല. വചനം അത്ര സീരിയസ് ആയിട്ട് എടുക്കണം. ഇനി ഫ്രാൻസിസൊക്കെ നമുക്ക് കാണിച്ചു തന്നത് അതാണല്ലോ. പുണ്യാളന് അല്ല, ഫ്രാൻസിസ് അവിടെ മാർപ്പാപ്പയുടെ അടുത്ത് കർദിനാൾ സംഘത്തിൻ്റെ അടുത്ത് നിന്നപ്പം അവിടെ ഒരു കർദിനാൾ ഒഴിച്ച് ബാക്കി എല്ലാ കർദിനാളന്മാരും, മാർപ്പാപ്പ ഒന്നും പറയുന്നില്ല, ഈ വചനം നമുക്ക് ജീവിക്കാൻ പറ്റിയല്ലെന്നുള്ള രീതിയിൽ അവരെല്ലാം അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അന്നേരമാണ് ഒരു കർദിനാൾ എഴുന്നേറ്റ് പറയുന്നത്, ഈ വചനം ജീവിക്കാനല്ലേ ഈശോ നമുക്ക് എന്നാത്തിനാ തന്നേ. ആ ഒരൊറ്റ പോയിന്റിലാണ് മാർപ്പാപ്പ അന്നേരം മാർപ്പാപ്പയ്ക്ക് അന്നേരം ശരിയാണല്ലോ എന്ന് ഓർത്ത് മാർപ്പാപ്പ അന്നേരം അനുവാദം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓർത്തോണം അത്രേ. ഇപ്പം ഞാൻ പണ്ട് തൊട്ടേ ഇപ്പോൾ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങാനല്ലോ, ചിത്രകഥ തൊട്ടേ. ഇപ്പോൾ എത്ര വർഷമായിട്ടിരിക്കുക, ഇപ്പം 10-22 വർഷമായിട്ട് ഞാൻ ഇതിനകത്തിരുന്ന് ഇങ്ങനെ എഴുതുക വിശേഷത്തിൻ്റെ അടുത്തേ. വിശേഷത്തിൽ നിന്ന് ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അല്ലെ നമ്മൾ ഓർക്കില്ല ഒരു ധ്യാനത്തിൽ കിട്ടാനുള്ളതാണ്. എന്തേറെ കാര്യങ്ങൾ ഈശോയുടെ ജീവിതത്തിൽ പിന്നെ കിടക്കുന്നതെന്നറിയോ. അതെല്ലാം കൂടെ ഈ 10 വർഷങ്ങളിൽ നിങ്ങളെല്ലാം കൂടെ ഉത്സാഹിച്ചങ്ങ് എടുക്കുന്നിട്ടേ അത്ര നമുക്ക് അന്നേരം ജീവൻ കിട്ടാൻ തുടങ്ങുമേ. ഭയങ്കരമായിട്ട് നമ്മൾ ഇത്രയും വലിയൊരു സുവിശേഷത്തോടാണല്ലോ പ്രതികരിക്കേണ്ടതെന്ന് നമുക്ക് പിടികിട്ടാൻ തുടങ്ങും. നമ്മൾ ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ എന്നേലും ഒരു കുഞ്ഞു ബൊമ്മയോ അല്ലെ ഇത് കാണത്തുള്ളേ. ഓരോന്നും നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് ഓരോന്നും പ്രചോദിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക, നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഈശോ മരുഭൂമി പറഞ്ഞത് എന്നതാ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കണമെന്നാണല്ലോ പറഞ്ഞത്. അത് പിശാചിനോട് പറഞ്ഞതല്ല കേട്ടോ, നമ്മളത് പിശാചിനോടാണ് പറഞ്ഞത് കൊണ്ട്. പിശാചിനോട് അന്നേരം പറഞ്ഞത്, പിശാചി അതൊക്കെയാലും എടുക്കാൻ പോകുന്നില്ല, ഒരു വചനം പരീക്ഷിക്കാൻ എടുക്കത്തേ ഉള്ളൂ. പക്ഷെ അത് നമ്മളോട് പറഞ്ഞതാ. ഏതാനും വചനം കൊണ്ടൊന്നും അല്ല ഈശോ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് വരുന്ന, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവുമല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാ വചനവും എടുക്കണമെന്നല്ലേ. അങ്ങനെ ഒരു കാലഘട്ടമായിരിക്കുക. എല്ലാ വചനവും ജീവിക്കേണ്ട വചനങ്ങൾ എന്തേരെയാണ് കിടക്കുന്നതെന്നറിയോ. നമ്മളതൊന്നും ഗൗരവത്തിൽ എടുത്തിട്ടുമില്ല. അങ്ങനെ അങ്ങ് പോവുക നമ്മൾ. അങ്ങനെ കിടക്കുക, വചനം മുഴുവൻ കിടക്കുക. എല്ലാ വചനം കൊണ്ടും കൂടെ ജീവിക്കാൻ നമുക്ക് പറ്റും കേട്ടോ. നമുക്ക് ഓരോ വചനങ്ങളും എല്ലാം ഒത്തിരി വലിയ ഇതിലേക്കൊന്നും നമ്മളെ മാറ്റി വിടുന്നില്ല. പക്ഷെ ഈ സത്തയിലേക്ക് നമ്മളെ എപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ സത്തയെ. അതുകൊണ്ട് വചനം ഈ
നമ്മുടെ മഹാജൂബിലിയുടെ നോക്കുമ്പോൾ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെ മാത്രം ഒരു മഹാജൂബിലി അല്ലേ, സുവിശേഷം തന്നതിൻ്റെ 2000 വർഷം തികയല്ലേ, ഗോസ്പലിൻ്റെ ഒക്കെ മഹാജൂബിലിയാണ്. അങ്ങനെ ഞാൻ ഇന്നലെ ഇരുന്ന് കുറേ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു 33 കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എഴുതിയെടുത്തു. അതിൻ്റെ എല്ലാം മഹാജൂബിലിയാണ്. എപ്പോഴേ പുതിയ കൽപ്പന തന്നതിൻ്റെ മഹാജൂബിലിയാണ് അല്ലേ. പുതിയ കൽപ്പന നിസ്സാരമല്ലേ, പുതിയ കൽപ്പന അത്ര വലിയ കൽപ്പനയാണ് നമുക്ക് ദൈവം തന്നതേ. അതായത് പഴയ കൽപ്പനയിൽ നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞിരുന്നത് അല്ലേ നമ്മൾ. പക്ഷെ പുതിയ കൽപ്പനയിൽ ഈശോ പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അവിടെ ദൈവമായി. നമ്മുടെ പഴയ സ്നേഹത്തിന്റെ എന്നതാ അളവ്, നമ്മൾക്ക് നമ്മളോടുള്ള സ്നേഹമായിരുന്നെങ്കിൽ പുതിയ കൽപ്പനയുടെ അളവ് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ സ്നേഹിക്കുന്ന അത്ര അളവിലേക്ക് മാറ്റിയിരിക്കുക. അത്രയും വലിയ കൽപ്പനയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളത് നോക്കുമ്പോൾ കുഞ്ഞു കൽപ്പന പോലെയാണ് കിടക്കുന്നത്. പക്ഷെ അത്രയും വലുതെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലൊന്നും വരാൻ പറ്റത്തില്ല, വെക്കാനും പറ്റത്തില്ല. മാക്സിമസ് എല്ലാം ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷങ്ങളിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഏറ്റെടുത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫിൽ ഒപ്പം അതിൻ്റെ ആന്തരികതയിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഭയങ്കരമാണ് ഒരു സമയം. ഇങ്ങനെയാണ് സമയം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും കുറേയൊക്കെ കിട്ടുവാണേ തന്നത്. അനിയത്തിമാരന്നേരം ഉണ്ടായിട്ടുള്ളൂ. വല്ല ഇടയ്ക്ക് ചോദ്യമില്ലെന്ന് ഞാൻ പറഞ്ഞേക്കണേ. ജീവന്റെ ഓരോന്ന് ഇങ്ങനെ കിട്ടാൻ തുടങ്ങും. നമ്മൾ ഏത് കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങുമോ അന്നേരത്തിനേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ദൈവം അല്ലാതെ കൃപ നമുക്ക് തരത്തില്ല ചുമ്മാതെ. ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്നത്, ഈ മദർസയുള്ള കാലത്ത് മദർ പോയി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുക എനിക്കൊരു 10 കോടി രൂപ വേണം ഈ പാവങ്ങളെ നോക്കാമെന്ന് പറഞ്ഞാൽ മദറിന് കൊടുക്കും അല്ലേ, അറിയാവുന്നത് കൊണ്ടും ഇതായതുകൊണ്ടും. പക്ഷെ നമ്മൾ പോയി ചോദിക്കുക എനിക്കൊരു 10 കോടി രൂപ വേണമെന്ന് തരുമോ? അവർ ഗവൺമെന്റിന് അറിയാം നമ്മൾ കൊടുത്താൽ ഒന്നും ചെയ്യാൻ എത്തുമില്ലെന്ന്. അപ്പം ദൈവത്തിനും അങ്ങനെയല്ലേ. നമുക്ക് നൽകപ്പെട്ട കൃപയോട് സഹകരിച്ച് മുന്നേറുന്നതനുസരിച്ച് നമുക്ക് അടുത്ത കൃപ കിട്ടത്തുള്ളൂ. അല്ല വെറുതെ തന്നിട്ട് കാര്യമില്ലല്ലോ. ഇതിലായിരിക്കേണ്ട കാര്യത്തെ പ്രധാനപ്പെട്ടടുത്ത് വെച്ചിരിക്കുന്നത് ബുക്കിൻ്റെയൊക്കെ അല്ലേ. പക്ഷേ പ്രധാനപ്പെട്ട കാര്യത്തെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരണം ഇനി. എന്നാലും പിന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ ആത്മാവിലേക്ക് നോക്കിയിട്ട് അതിന് പരിക്ക് പറ്റുന്നുണ്ടോയെന്ന് എപ്പോഴും നമുക്കൊരു സ്കാനിങ് നടക്കേണ്ടതേ. അതിനകത്തൊരു എന്നതേലും അത് നമ്മുടെ വിഷയമാണ്. നമുക്ക് പരിക്ക് പറ്റിയാൽ നമുക്കല്ലേ പ്രശ്നം വരുന്നത്. പക്ഷെ നമ്മളങ്ങനെ നോക്കുന്നില്ല പലപ്പോഴും. നമ്മൾ എന്നേലും പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് നമുക്ക് വലിയ പരിക്കുകൾ പറ്റിക്കുക പലപ്പോഴും. എന്നാലും പിന്നെ എന്നതാ മഞ്ഞുകണം പോലെ നമ്മുടെ ആത്മാവിനെ നിർമ്മലമായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം പിന്നെ ഒരു സ്വാഭാവികതയിൽ അങ്ങ് നടക്കാൻ തുടങ്ങും. അന്നേരം പിന്നെ നമുക്ക് കൃപാപൂർണ്ണതയിൽ നിലനിൽക്കാനും സുഹൃതപൂർണ്ണതയിൽ നിലനിൽക്കാനും പ്രസാദപര പൂർണ്ണതയിൽ നിലനിൽക്കാനും എല്ലാം പറ്റും. അതെല്ലാം നമ്മുടെ ആത്മാവിനെ ദൈവം നമ്മളെ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. അത് നമുക്ക് കയറി കഴിഞ്ഞാൽ പറ്റുകയും ചെയ്യുവേ. അതാ വിശുദ്ധരെല്ലാം എത്ര സൂക്ഷ്മതയോടെ ഒരു കുഞ്ഞു അവരുടെ ആത്മാവിനെ പരിക്ക് പറ്റിക്കാൻ അവരൊന്നും സമ്മതിക്കുന്നില്ല എന്നൊരിക്കലും. അവരന്നാരെ അതിനെ ഉപരി നന്മയിലേക്കും അല്ല ദൈവത്തിലേക്കും നോക്കിയിട്ട് ഓരോ കാര്യങ്ങളുമേ അവരന്നേരെ ചെയ്യുമായിരുന്നു. നമ്മുടെ സ്റ്റീഫൻ കണ്ടില്ലേ, സ്റ്റീഫൻ്റെ അടുത്തോട്ട് അവർ കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് കല്ലെടുത്തുകൊണ്ട് വന്നപ്പം പല്ലിർമിക്കൊണ്ട് വന്നപ്പം സ്റ്റീഫൻ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിലും ചെവിയിലും പരിച്ഛേദനം ചെയ്യാത്തവരാന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ലേ. അങ്ങനെ പറയുന്നുണ്ട് സ്റ്റീഫൻ്റെ പ്രസംഗത്തിലേ. പക്ഷേ ഈശോ മുകളിലോട്ട് നോക്കി ഈശോയെ കണ്ടപ്പത്തിനും അന്നേരം മുട്ടുകുത്തി ഇവരോട് ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. അത് നമ്മുടെ അടുത്തും വരും. നമ്മുടെ അടുത്തോട്ട് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരിങ്ങനെ എന്നതേലും ഒക്കെ ആയിട്ട് നമ്മളെ ആക്രമിക്കാനൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേനും അവരെ നമ്മൾ വിമർശിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഈശോയിലേക്ക് ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും ഇതൊക്കെ സ്വർഗവും വിവാഹവും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെന്നാത്തിന് ഈ കുഞ്ഞായിരത്തിനോട് അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടേ ഇവരോട് ക്ഷമിച്ചേക്കാനും പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. ഈ പാവത്തെ സംബന്ധിച്ച് നമ്മൾ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ആണല്ലോ. നമ്മൾ ചെയ്യുന്ന പാവങ്ങളെക്കാൾ കൂടുതൽ ഉപേക്ഷയുടെ പാവങ്ങളാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞത്. ഉപേക്ഷ എന്ന് പറഞ്ഞാൽ
ചെയ്യാതെപ്പെടാതെ പോകുന്നതാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഒരുപക്ഷെ ആത്മീയ പുരോഗതി ഒരു 99% അല്ല 90% ഇങ്ങനെ നമ്മൾ ചെയ്യപ്പെടാതെ ഉപേക്ഷയാലുള്ള പാവമാണ്. പാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ പുരോഗതിയാണല്ലോ വിഷയം. അന്നേരം വളർച്ചയ്ക്ക് തടസ്സമായിട്ട് അത് നിൽക്കുക. അതുകൊണ്ടാണ് നമ്മുടെ പൗലോസ്ലിയൊക്കെ എപ്പോഴും പറയുന്നില്ല, വചനങ്ങൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പൗലോസ്ലിയൊക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ സമയത്തെ ഫലപ്രദമായിട്ട് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയം നമ്മൾ നിങ്ങളുടെയൊക്കെ പിന്നെ ടൈം ടേബിൾ നമ്മുടെ സമയം എന്തേലും വെറുതെ ഇങ്ങനെ ഈ പാഴ്നിലം പോലെ പോകുമല്ലേ, പുറമ്പോക്ക് പോലെ. കാരണം അവിടെ നമ്മൾ ചുമ്മാ ഭൂമി ഇട്ട് കഴിഞ്ഞാൽ നല്ല ചെടികൾ വെച്ചില്ലെങ്കിൽ വെറുതെ ഭൂമി കിടന്നാൽ അവിടെ എല്ലാം മുൾച്ചെടികളും അതും ഇതെല്ലാം വീണ് അതൊക്കെ എടുത്ത് വളരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ സമയത്തെ മൊത്തം ഇങ്ങനെ മുഴുവൻ സമയത്തെയും പ്രയോജനപ്പെടുത്തണമെന്നാണ് പൗലോസ്ലിയ പറഞ്ഞിരിക്കുന്നത്, മുഴുവൻ സമയത്തെ. അപ്പോൾ അവരൊക്കെ മുഴുവൻ പൗലോസ്ലിയുടെ ഒക്കെ ലേഖനം വായിച്ചു കഴിയുമ്പോഴേ എൻ്റെ മുഴുവൻ എനർജിയോടും കൂടെ ഞാൻ അധ്വാനിച്ചെന്നാണ് പറയുന്നത്. മനുഷ്യർക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടി മുഴുവൻ ഊർജ്ജം എടുത്തിരിക്കുന്നു. അല്ലാതെ അവർക്ക് പറ്റുന്നത് പോലെയല്ല, ഇത്രേ അധ്വാനിച്ചത്. അത് നമുക്ക് ആന്തരികമായിട്ടും ഇതെല്ലാം ചെയ്യാം, ഓരോ കാര്യങ്ങളും. കൊച്ചുസിയുടെ അങ്ങനെയാണല്ലോ. കൊച്ചുസിയുടെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ കൊച്ചുസിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള ഒരു സ്പിരിച്വാലിറ്റി അങ്ങനെയാണോ കേട്ടിരിക്കുന്നത്? അങ്ങനെയും കേട്ടിട്ടുണ്ടല്ലേ. എന്തോ കുറുക്കുവഴി ആണെങ്കിലും പക്ഷെ വഴി ഭയങ്കര ദുർഘട വഴിയാണ്. കുറുക്കുവഴി ഞെരുക്കമുള്ള വഴിയായിരുന്നല്ലോ. അല്ല, കൊച്ചുസിയെക്കുറിച്ച് എങ്ങനെ കൊച്ചുസിയുടെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുന്നത് പ്രമാണിച്ച് മരിച്ചതിൻ്റെ ഈ ലോകത്തിലെ ഒസിഡി കർമ്മലിത്ത വൈദികർ ഒരു 5 ഏറ്റവും പ്രധാനപ്പെട്ട വൈദികർ ലോകത്തുള്ള അവർ പഠിച്ചു വെച്ച ഒരു പുസ്തകം പോലെ എഴുതിയിട്ടുണ്ടായിരുന്നേ. അപ്പം അതിനകത്ത് അവർ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ച് ഇങ്ങനെയാണ്. നമ്മൾ പറയും കുത്തിയസയുടെ സ്പിരിച്വാലിറ്റി ഏറ്റവും എളുപ്പമുള്ള സ്പിരിച്വാലിറ്റിയാണ്, പക്ഷേ കുത്തിയസയുടെ സ്പിരിച്വാലിറ്റി ഏറ്റവും നമ്മൾ തന്നെ ഊർജ്ജം കൊടുക്കേണ്ട സ്പിരിച്വാലിറ്റിയാണ്. അതായത് കുത്തിയസയുടെ ജീവിതത്തിൽ ഒരു വേദന പോലും അല്ല ഒരവസ്ഥ പോലും ദൈവത്തിന് സമർപ്പിക്കാതെ, ആത്മരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാതെ കടന്നു പോയിട്ടില്ല, ഒരെണ്ണം പോലും, യാതൊരെണ്ണം പോലും. അപ്പം അങ്ങനെ 24 മണിക്കൂർ നേരത്തെ യാഗരൂകതയായിരുന്നു പറഞ്ഞു ഉച്ചയ്ക്ക്. ഒന്ന് ഓർത്ത് നോക്കിയാൽ അന്നേരം എന്തേരെ അതൊരു നമുക്ക് യാഗരൂകത അങ്ങനെ ഒരു പാടല്ലായിരിക്കും, പക്ഷെ എന്നാലും 24 മൊത്തം സമയത്തിൻ്റെ യാഗരൂകതയിലായിരുന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഭാരമല്ല കേട്ടോ. നമ്മൾ പുണ്യത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് വളരുമ്പോഴത്തേനും നമ്മളിപ്പോൾ ആലോചിക്കുമ്പോഴാണ് ഇത് പിശാച് നമ്മളെ ഭാരമായിട്ട് ഇടുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ അല്ലാത്തപ്പം നമുക്ക് എപ്പോഴും അതൊരു ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ സന്തോഷത്തിലല്ലേ. ഈ പൗലോസ്ലിയൊക്കെ ചുമ്മാ ഭാരപ്പെട്ടല്ലല്ലോ ഒന്നും ചെയ്ത്. പൗലോസ്ലിയുടെ ലേഖനങ്ങൾ മുഴുവൻ ഇങ്ങനെ പൗലോസ്ലിയ മൊത്തം സ്നേഹിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഈശോയെ സ്നേഹിച്ച്. അങ്ങനെ നമ്മൾ അവിടുന്ന് എടുത്ത് ഓരോ കോട്ട എടുക്കുന്നതുകൊണ്ടാണ് മുഴുവൻ ലേഖനം വായിച്ചു നോക്കി മൊത്തം ഇടത്ത് ഈ പൗലോസ്ലിയയ്ക്ക് ഈശോയോട് ഇങ്ങനെ തിങ്ങി വിങ്ങുന്ന സ്നേഹത്തിലാണ് പൗലോസ്ലിയ മുഴുവൻ പറഞ്ഞു പോയിരിക്കുന്നത്. അവസാനമൊക്കെ ചിലയിടത്ത് പറയും കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശവിക്കപ്പെട്ടവനായിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നത് അല്ലേ. നമ്മുടെ കർത്താവിനോട് നിങ്ങൾക്ക് ഒരു ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ കർത്താവിനോട് നിങ്ങൾക്ക് മരണമില്ലാത്ത അൺഡൈങ് സ്നേഹം ഉണ്ടായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൗലോസ്ലിയ പോകുന്നത്. അപ്പം പൗലോസ്ലിയ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പീഡയും പ്രശ്നമല്ല കേട്ടോ. അതായത് പൗലോസ്ലിയ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റാച്ചു ഒക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോഴല്ലേ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നതേ. പൗലോസ്ലിയയ്ക്ക് ഏറ്റ പീഡകളുടെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ടല്ലോ. അത് മെത്രാന്മാർക്കുള്ള ഞാനവർക്ക് അത് ഒരു മെത്രാൻ്റെ ഇപ്പം ഡിഗ്രികളല്ലേ വെക്കുന്നത്, മെത്രാൻ എന്ന് പറഞ്ഞാൽ അല്ലേ, PhD കുറേ അതല്ലേ. പക്ഷെ ഇത് പൗലോസ്ലിയ ഒരു മെത്രാനായിരുന്നല്ലോ, മെത്രാൻ്റെ PhDകളാ നമ്പറുകൾ, അതൊന്നും ഇങ്ങനെ എഴുതി വെക്കണം. അപ്പോൾ അതിനകത്ത് പൗലോസ്ലിയ പറയുന്നത് 5 പ്രാവശ്യം ഒന്ന് പറയാതെ 39 ഒന്ന് കുറഞ്ഞെന്നാ അന്ന് ഇച്ചിരി ഭാഷ ഇത്തിരി വ്യത്യാസം. ഒന്ന് കുറഞ്ഞെന്നല്ലേ, ഒന്ന് പറയാ, അതെ അങ്ങനെയാ. അതിനാണൊരു 39 അടി വെച്ച് 5 പ്രാവശ്യം അടിക്കുമ്പോൾ എത്രയായി? കാൽക്കുലേറ്റർ വേണം. മൊത്തം കൂട്ടിയിട്ട് 5 കുറച്ചാൽ പോരെ. 40 4 5 20 5 കുറച്ച് 195. അത്ര അടി കിട്ടി. അടി കിട്ടിയത് സാറന്മാർ ക്ലാസ്സിലടിക്കുന്ന കാപ്പിപ്പൊടി കൊണ്ടുള്ള അടിയാണോ അത് ചുരുളുകൊണ്ടുള്ള അടിയാണോ? പാഷൻ ഓഫ് ക്രൈസ്റ്റിനകത്ത് കണ്ട അടിയാണ് കേട്ടോ പൗലോസ്ലിയയ്ക്ക് കിട്ടിയത്. 5 പ്രാവശ്യം കിട്ടും. ഈശോയ്ക്ക് 1 പ്രാവശ്യം കിട്ടുള്ളൂ.
അത്ര അടിയാണ് കിട്ടിയത്. കാരണം അവരെ പട്ടാളം അവിടെ ശിക്ഷിക്കുന്നത് ഗവർണർമാരും രാജാക്കന്മാരുമാണ് ശിക്ഷിക്കുന്നത്. അന്ന് ഈശോയ്ക്ക് കൊടുത്ത അതേ ശിക്ഷയാണ് ഇത് അത്ര അടിയാണ് മേടിക്കുന്നത്. 5 പ്രാവശ്യം ഓർത്ത് നോക്കിയേ. അതിൻ്റെ അർത്ഥം പൗലോസ്ലീഹായുടെ ജീവിതം നമ്മളൊന്ന് നല്ലപോലെ പൗലോസ്ലീഹായ അങ്ങനെയും കൂടെ ഒന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. പൗലോസ്ലീഹായുടെ ജീവിതം നമ്മൾ ഓർക്കുമ്പോൾ അവിടെ ഇവിടെയെല്ലാം പ്രസംഗമൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നില്ലല്ലേ. ഈ എഴുതിയിരിക്കുന്ന മുഴുവൻ ജയിലിൽ കിടന്ന ഈ ഒരടി കിട്ടിയിട്ട് അതൊന്ന് സുഖപ്പെട്ട് പറഞ്ഞാൽ എത്ര കാലം എടുക്കുന്നു ഒന്ന് ഓർത്ത് നോക്കി. നമുക്കിട്ട് ഒരടി കിട്ടിയാൽ ഞാൻ മരിച്ചു പോകുന്നത് എൻ്റെ വിചാരം. അതുകൂട്ട് 40 അടി അല്ല 39 അടി വെച്ച് 5 പ്രാവശ്യം കിട്ടുക. ഒരടിയുടെ ഒന്ന് ഒന്ന് സുഖപ്പെട്ട് അത് ഓക്കെ മുഴുവൻ പാടായിരുന്നായിരിക്കും പോലീസുകാരുടെ മേത്ത് മൊത്തം. ഇത്രയും അടി കിട്ടുമല്ലേ, അതിൻ്റെ മൊത്തം വടുവായിരുന്നായിരിക്കും. അപ്പോൾ അതൊന്ന് സുഖപ്പെട്ട് വരുമ്പോൾ പിന്നെ വടുവേലടിക്കുന്ന അതിനേക്കാളും വേദനയാണെന്ന് ഓർക്കണം. അല്ലേ, നമ്മുടെ മുറിഞ്ഞ ഭാഗത്തേക്കൊക്കെ പിന്നെ ഒരു വേദന ഉണ്ടാകുമ്പോൾ അതിലും വേദനയല്ലേ. അങ്ങനെ അടിച്ച് പൗലോസ്ലീഹായുടെ 10-40 വർഷം ജീവിച്ചെന്ന് കൂട്ടിക്കൂ. എത്ര കാലം കാണും പൗലോസ്ലീഹായ്ക്ക് ഒരു ആശ്വാസകരമായിട്ട് ജീവിച്ച ദിവസം കാണുമോ? ഈ ജയിലിലിടുന്നത് ഈ അടിയൊക്കെ മേടിച്ച് ജയിലിടുമ്പോൾ ആരെങ്കിലും ഉണ്ടോ ഒന്ന് ചൂട് പിടിക്കാനോ ഉപ്പുവെള്ളം തിരുമാനോ? കുഞ്ഞടിയല്ലെന്നും ഓർക്കണം, ഇത് ഇറച്ചി പറഞ്ഞു പോയ അടികളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ 40 പ്രാവശ്യം പിന്നെ വടി കൊണ്ട് അടിച്ചെന്ന് അതിൻ്റെ വേറെ ഉണ്ട്, അതിൻ്റെ താഴോട്ട്. പിന്നെ എപ്പോഴാണ് സുഖം കിട്ടിയിരിക്കുന്നത്? കടലിൽ പ്രശ്നം, വീട്ടുകാരിൽ നിന്ന് പ്രശ്നം, നാട്ടുകാരിൽ നിന്ന് പ്രശ്നം, അതെല്ലാം പൗലോസ്ലീഹ അറിഞ്ഞിട്ടുണ്ട്. അത് എടുത്ത് വായിച്ച് നോക്കിയാലേ. അപ്പോൾ ഇതെല്ലാം എഴുതിയിട്ട് പൗലോസ്ലീഹ ആണ് ദൈവസ്നേഹത്തെക്കുറിച്ച് എഴുതുന്നതെന്ന് ഓർക്കണം. അപ്പം നമുക്ക് ഈ ഈശോയ്ക്ക് വേണ്ടി ഇന്ന് വരെ ഒന്ന് വേർത്തിട്ട് പോലും കാണത്തില്ലായിരിക്കും. ഉണ്ടോ? ചിലപ്പം കാണുമായിരിക്കും കൂട്ടിക്കും. അത്രേ ചെയ്തിട്ടുള്ളൂ നമ്മൾ കൂടി വന്നു. പക്ഷെ പൗലോസ്ലീഹായ്ക്ക് എത്ര പ്രാവശ്യം ഇതുപോലെ വേദനയും പീഡയും അടിയും രക്തം ചിന്തലും നടന്നേച്ചാണ് പൗലോസ്ലീഹ റോമാലേഖനത്തിന് ആദ്യം ഇങ്ങനെ എഴുതുന്നത്. ഈശോ മിശിഹ വഴിയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്തു. പറഞ്ഞ വാക്യം കൂടെ അതിന്റെ താഴോട്ടുമുണ്ട്. അതിന് ബാക്കിയുണ്ട്. അടുത്ത ഒരു ലിസ്റ്റ് കൂടെ പറയുന്നുണ്ട്. അല്ല ഇത്രയും പറയണമെങ്കിലേ ഇപ്പം എനിക്ക് കയറി വേണേ ഒരു സ്റ്റേജിൽ കയറി മൈക്കും വെച്ച് തരുവാണെങ്കിൽ നിങ്ങൾ ധ്യാനിക്കാനിരിക്കുകയാണെങ്കിൽ വേണേ പറയാം ഈശോ മിശിഹ അങ്ങനെയാണോ പറഞ്ഞത് പൗലോസ്ലീഹ? ഇത് കഴിഞ്ഞ് കയറി വന്ന് പറയുന്ന അനുഭവം ഇത്. ആർക്കും വേർപെടുത്താൻ പറ്റിയല്ലെന്ന് ഈ കുഞ്ഞു പീഡ ഒന്ന് സഹിച്ചേച്ച് വന്നല്ല പറയുന്നത്. ഇത് എഴുതിയതും ഇത്രയും സഹിച്ചേച്ച് വന്നാണ് പൗലോസ്ലീഹ ഇങ്ങനെ എഴുതുന്നത്. പൗലോസ്ലീഹയൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ജീവിതവും ഇങ്ങനെ എപ്പോഴും എവിടെയേലും ഇവരുടെ അടുത്തല്ലായിരുന്നു. എപ്പോഴും ന്യായാധിപന്മാരുടെ അടുത്തും രാജാക്കന്മാരുടെ അടുത്തും പിന്നെ റോമിലേക്ക് കപ്പലെ കൊണ്ടുപോകുന്നു. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഇത് കിട്ടുമെന്ന് കണ്ടാലും ആരോഗ്യമുള്ളപ്പോഴൊക്കെ ഈ കൂടാര നിർമ്മാണമായിരുന്നല്ലോ, അത് ചെയ്താൽ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നു. ബാക്കിയുള്ളവർക്ക് അതിൽ നിന്ന് സംഭാവന കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ പൗലോസ് ജീവിച്ചേ. എന്നിട്ട് മൊത്തം ലേഖനം എടുത്ത് നോക്കി അതിനകത്ത് നമ്മൾ വേറൊരു നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ മുഴുവൻ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയത്തോടെ പൗലോസ്ലീഹ ഈ ലേഖനം മുഴുവൻ എഴുതുന്നു. മൊത്തം ഈശോയെക്കുറിച്ചുള്ള പൗലോസ്ലീഹ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത് ഈശോയുടെ ഭൗതിക ശരീരത്തെക്കുറിച്ചുള്ള ഇതേ ഘട്ടത്തില്ലായിരുന്നു. പൗലോസ്ലീഹ അത് എഴുതിയെന്ന് ഓർത്തു. അങ്ങനെ അടിയൊന്നും മേടിച്ചാലും കുഴപ്പമില്ല. അവസാനം 2 അപ്പസ്തോലൻ എഴുതിയ പൗലോസിൻ്റെതായി. ഇപ്പം നമ്മൾ ഇതൊക്കെ എഴുതുമ്പോഴേ ഇത് അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ സെന്റ് പോളാ. ഇത്രയും 2 സ്തംഭങ്ങളായി പത്രോസും പൗലോസും. അങ്ങനെയുള്ള മാർപ്പാപ്പന്മാരൊരു വിശ്വാസ സത്യം പ്രഖ്യാപിക്കുമ്പോഴും പത്രോസ് പൗലോസ്ലീഹന്മാരുടെ അധികാരത്തിൽ എൻ്റെ അധികാരം ഉപയോഗിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പം അത്രയും ഉയർത്തി തന്നാലും. പക്ഷെ ഇത്രയും അടി മേടിച്ചാലും അല്ല, ഞാൻ പറഞ്ഞത് അത്രയും സഹിച്ചാണ് അവരുടെ ജീവിതത്തെ, ഇത്രയും ഊർജം കൊടുത്താണ് അവർ ജീവിതം പോയത്. നമുക്കിങ്ങനെ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ 13 മണി എഴുതാതെ എങ്ങനെ കിളക്കാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഈശോയുടെ ലൂക്കാസ് സുവിശേഷത്തിൽ ഞാൻ പറയല്ലേ എന്നും വായിക്കുമായിരുന്നേ ശിഷ്യത്വത്തിനുള്ള ഇതേ. അതിനകത്ത് പറയുന്നത് അതിനകത്ത് ഈശോ പറയുന്ന ഇതാണ്, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരിഗണിച്ച് നോക്കിക്കോ, എല്ലാം ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പരിഗണിച്ച് നോക്കിക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വീട് പണിയുന്നതിന് മുമ്പേ അതിനുള്ള പണി വയ്ക്കാനുള്ള അവസ്ഥയുണ്ടോയെന്ന് നോക്കണം. യുദ്ധത്തിന് വരുമ്പോൾ 20,000-ത്തിന് 10,000 കൊണ്ട് നേരിടാനുള്ള എന്ന് പറഞ്ഞ് അങ്ങനെ അവസ്ഥയുണ്ടോ എന്ന് നോക്കി എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് വേണേൽ നിങ്ങൾ ആലോചിച്ചു. പക്ഷേ എല്ലാം ഉപേക്ഷിക്കാതെ ഈശോയെ അനുഗമിക്കാവോ എന്ന് നിങ്ങൾ ആലോചിക്കുക വേണ്ടെന്ന് അതിന് വചനത്തിൽ നല്ലപോലെ എടുത്ത് വായിച്ചാൽ. എല്ലാം ഉപേക്ഷിക്കാതെ നമ്മളിപ്പം പൊതുവെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എല്ലാം ഉപേക്ഷിക്കാതെ ഈശോ എങ്ങനെ അനുഗമിക്കാന്നുള്ള കാര്യം ആലോചിക്കും. ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവേ പിടികിട്ടിയത് എത്ര വർഷം വരുന്നത് അവസ്ഥ ചെയ്ത് ധ്യാനിച്ചാലും അസാധ്യമല്ല താൻ. അല്ല, സാധ്യമല്ല താൻ.
എന്നാ പാവത്തോട് മരിച്ച അവസ്ഥയിലേക്കാക്കിയാൽ പിന്നെ സ്റ്റെപ്പ് വെക്കാനും പിന്നെ കൃപയുടെ ഭയങ്കര സമൃദ്ധിയാണ്. അതായത് നമ്മുടെ ബുദ്ധിക്കൊക്കെ വെളിക്കാൻ കിട്ടാൻ തുടങ്ങുകയെ ഒരു നല്ല ഒരു ഏറ്റവും അടിസ്ഥാനമാണ് അത്. കാരണം മാമോദീസയിൽ തന്നെ അതാ പറയുന്നത്. മാമോദീസ ആഗ്രഹിക്കുന്നതും പാവം ചെയ്താണല്ലോ മനുഷ്യൻ ഈ പ്രശ്നം എല്ലാം പറ്റിയത്. അതിൽ നിന്ന് മാറുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടേ മരിക്കുക എന്നുള്ളതേ. അപ്പം അന്നേരം ഈ കുമ്പസാരം തന്നെ നമ്മൾ കുമ്പസാരത്തിലെ മനസ്സാപ്രകടനം എനിക്കൊക്കെ ഉണ്ടായ അനുഭവം അതാണ്. ഏറ്റവും ഈശോ അങ്ങനെ ഒരു ഇതില്ല, ഞാൻ പറയുന്നില്ല. ഈ മനസ്സാപ്രകടനം ചെല്ലുന്നത് നമ്മൾ അവസാനമേ അങ്ങനെ പ്രസാദപര സഹായത്താൽ നുണ പറയുന്നു. അതൊന്നും നല്ലപോലെ ആയാലില്ലേ അത് ആദ്യം അതാകണം. എനിക്ക് പണ്ടങ്ങനെ ആദ്യമൊന്നും ഞാൻ കുറച്ച് നാൾ ചെല്ലത്തില്ലായിരുന്നു. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഭയങ്കര നുണയല്ലേ നമ്മൾ പറയുന്നത് എഴുത്തോട് പോയി. അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെയും പറയുക ഏതൊരു പാപം ചെയ്യുന്നതിനേക്കാളും മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കും. ഞാനത് ചെല്ലിയല്ലായിരുന്നേ. നിങ്ങൾ അങ്ങനെ ചെയ്തായിരിക്കും. കാരണം ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാലേ നമ്മളെ മരിപ്പിച്ചേക്കാനും കളഞ്ഞല്ലോ. നമ്മൾ സന്നദ്ധത പറഞ്ഞു കഴിയുമ്പോഴത്തേനുവേ. അപ്പം അന്നേരം എനിക്കൊരു ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ കുമ്പസാരിക്കാൻ അവകാശം നിങ്ങൾ ആന്തരികമായിട്ട് എടുത്താൽ മതി. കുമ്പസാരിക്കാൻ ചെല്ലുമ്പം നമ്മൾ പറയാൻ പോകുന്ന പാവങ്ങൾ നമ്മളും മനസാക്ഷിയും കാണുന്നിടത്ത് അത് ഈ മനസാപ്രകടനം ചെല്ലിയതുപോലെ ആയിരിക്കണം. അതായത് ഇത് വീണ്ടും ആവർത്തിക്കുന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ ആദ്യ സ്റ്റേജിൽ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നമുക്കും അറിയാം, ഇപ്പം സ്ഥിരം കുമ്പസാരക്കാരനാണ് നമ്മൾ ചെല്ലുമ്പോഴേ പറയണമെന്നൊന്നുമില്ല, ഇങ്ങനെയൊക്കെ. അപ്പം നമ്മൾ കുമ്പസാരിക്കുമ്പോഴും നമ്മൾ കുമ്പസാരിക്കാൻ ഒരുങ്ങുമ്പോഴും എല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു അയഞ്ഞ നിലപാടി നമ്മൾ പറയും, നമ്മളിപ്പം കുമ്പസാരിക്കും, പിന്നെ കുമ്പസാരിക്കണമല്ലോ, അച്ഛനും ഉണ്ടല്ലോ, കുമ്പസാരം ഉണ്ടല്ലോ, നമ്മളും ഉണ്ടല്ലോ എന്നോർത്തുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം കുമ്പസാരിക്കാനായിട്ട് ഇന്ന് മനസ്സാക്ഷി നല്ലപോലെ ഒരു ഇത് ചെയ്ത് നമ്മൾ പറയാൻ പോകുന്ന പാവം പിന്നെ ആവർത്തിക്കുകയില്ല എന്നുള്ള അന്നേരം വേലും എന്ന് പറഞ്ഞാൽ അതൊരു ആത്മവഞ്ചനയിലിടരുത്. അന്നേരം വേലും നമുക്ക് തോന്നണം കുമ്പസാരിക്കുമ്പോഴേ, അന്നേരം വേലും നമുക്ക് തോന്നണം ഇത് ഞാൻ ആവർത്തിക്കുകയില്ല. ദൈവം മനസ്സാക്ഷിയും കാണുന്നത് അത്ര ഇതായിട്ട് തോന്നണേ. അല്ലാതെ അയ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സഭ അങ്ങനത്തെ കുമ്പസാരത്തിന് ഇതൊന്നും പാപമോചനം നൽകുന്നുമില്ല. അങ്ങനത്തെ ഇത് ഉപേക്ഷിക്കും എന്നുള്ള ഒരു പൂർണ്ണ ഇതിലൂടെയാണ് നമുക്ക് പാപമോചനം കൂടെ തരുന്നത്. സഭയുടെ കുമ്പസാരത്തിൻ്റെ വ്യവസ്ഥകളിലെല്ലാം അത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പേടിച്ച് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഇതെല്ലാം സ്നേഹത്തെ പ്രതിയേ ചെയ്യാവുള്ളൂ. മുമ്പേ പറഞ്ഞ സ്നേഹത്തോടുള്ള പ്രതിസ്നേഹം എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ദൈവത്തോടുള്ള സ്നേഹമാണല്ലോ. അല്ലാതെ കുറേ നമ്മളുടെ പാവം എന്നുള്ള പറഞ്ഞ വാസ്തവം സ്നേഹത്തിനെതിരായിട്ടുള്ളതാണ് മൊത്തം പാവവും. അപ്പം അത് അങ്ങനെയാണ് ഹൃദയത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സംസാരിക്കുമ്പോഴേ അത് കഴിയുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒത്തിരി കാര്യങ്ങൾ. പിന്നെ നമുക്ക് ആ ഒരു പൂർണ്ണതയിലേക്ക് പിന്നെ പെട്ടെന്ന് ഒന്നില്ലേ പോലും നമ്മൾ പതുക്കെ ഇങ്ങനെ ഒരു ആത്മാർത്ഥതയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും ആന്തരികമായിട്ടേ. അങ്ങനെ ആത്മാർത്ഥത കാണിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഭയങ്കര ഒരു സൗഖ്യം ഉണ്ടാകാൻ തുടങ്ങും ഭയങ്കരമായിട്ട്. എന്നാൽ ഇതെല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്നതായിട്ട് ദൈവത്തിന് തോന്നിയല്ലേ? അല്ല, നമ്മളെ കാണുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് സീരിയസ് ഒന്നും അല്ല. കമ്മിങ് എൻ്റെ അഗസ്റ്റിൻ്റെ ഒക്കെ ആത്മകഥ വായിച്ചിട്ടുണ്ടേ അറിയാം. അഗസ്റ്റിൻ പുണ്യാളച്ചനെ കുറേ കാലം ഇങ്ങനെ അത് വിജാതീയനായിട്ടാണ് ജീവിച്ചത്. നമ്മളെപ്പോലെ ഒന്നും അല്ല കേട്ടോ. നമ്മളൊക്കെ ഒരു വിശുദ്ധൻ്റെ പാസ്റ്റ് ലൈഫ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് മുത്തുപോലെ നമ്മളെ പരിപാലിച്ച് വളർത്തുന്നതിൻ്റെ ഇടയ്ക്കെന്നാണ് നമ്മുടെ ഈ കുശൃതിയൊക്കെ. അവരങ്ങനെയല്ല. അവർ സെൻറ്റേഷനൊക്കെ വിജാതീയനായിട്ട് ജീവിച്ചു. അമ്മ ഇതായിരുന്നേ ഉള്ളൂ, കത്തോലിക്ക. അപ്പനൊക്കെ വിജാതീയന്, അപ്പനൊക്കെ ഇങ്ങനെ ഉഴപ്പി നടക്കാൻ അപ്പം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന അപ്പനുമാണ്. അങ്ങനെ ഒരു അപ്പന. അപ്പം എന്നിട്ട് ഈ ഇങ്ങനത്തെ അഗസ്റ്റിൻ്റെ ഈ അവസ്ഥയെന്ന് ജഡിക അവസ്ഥയെന്ന് ഇതിനു വേണ്ടി ഒരു ഗാർഡനിൽ കിടന്ന് ഇങ്ങനെ പെടച്ച ഈ പാവത്തെ ഉപേക്ഷിക്കുന്നേ. പിന്നെ പുള്ളി കിടന്നിങ്ങനെ ഇതിനെ ഉപേക്ഷിക്കാൻ ഇതിനെ ഒരു ഭയങ്കര ആകർഷണം ഉണ്ടല്ലോ. ഇത് നമ്മുടെ അസ്തിത്വത്തിൽ ഇങ്ങനെ പ്രവേശിച്ച് അതങ്ങനെ ശക്തമായിട്ട് കിടക്കുന്നതിനെ ഉപേക്ഷിക്കാൻ വേണ്ടി എൻ്റെ സെൻറ്റ് അഗസ്റ്റിൻ്റെ കൺവെൻഷൻ വായിച്ചാൽ അറിയാം. എന്നിട്ടിങ്ങനെ അതങ്ങ് ഉപേക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു മറന്ന പെടച്ചിലുണ്ട് കിടപ്പ്. അതൊരു അനുതാപത്തിലേക്ക് വന്ന ആത്മാവിൻ്റെ ഒരു അവസ്ഥയാണ്. അങ്ങനെയൊന്ന് ബി സി ആൻഡ് എ സി ഉണ്ട്.
ബിഫോർ കൺവേർഷനും ആഫ്റ്റർ കൺവേർഷനും ചെയ്തുകൊണ്ട് വരുന്ന വചനം അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് അക്കാഡമിക് തിയറികളെ ശാസ്ത്രജ്ഞന്മാർ ഇതാ അതിൻ്റെ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോയതുപോലെ അവർ വിശുദ്ധരായി. അത് വചനം നന്നായിട്ട് എടുക്കാൻ തുടങ്ങി ജീവിക്കാനേ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഭയങ്കര. നമ്മളിപ്പം ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ തിയറികളെ അക്കാഡമിക്കായിട്ട് എടുക്കുന്ന പോലെ വചനത്തെ ആ ഒരു ഇതിലല്ലേ നിർത്തുന്നത്. അതിനെ വിശുദ്ധരെടുത്തതുപോലെ എടുക്കാൻ തുടങ്ങിയാൽ അന്നേരത്തിന് ഭയങ്കര ആത്മാവിലെ വചനമെല്ലാം ഇപ്പം നമ്മൾ സുവിശേഷത്തിൽ ഇരിക്കുന്നതെല്ലാം ഭയങ്കര അന്നേരത്തിനും അതൊരു നമ്മുടെ ആവേശത്തിൻ്റെ വിഷയമാകും, ഭാരത്തിൻ്റെ വിഷയമല്ല. പിന്നെ അതിനെ അങ്ങനെ എന്നാ അതിസ്നേഹത്തോടെ പിന്നെ എടുക്കാനും വായിക്കാനും തുടങ്ങും. ഫ്രാൻസിസ് പിതാവ് അങ്ങനെയല്ല പറഞ്ഞു, വചനത്തിൽ ഇങ്ങനെ തുറക്കുമ്പം ദൈവത്തിൻ്റെ വാ തുറക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടല്ലായിരുന്നു. അങ്ങനെയാണ് സെൻറ്റ് ഫ്രാൻസിസ് ബൈബിൾ തുറന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെ എടുക്കാൻ പറ്റണം. അല്ല പറ്റുമോ? അതെ അങ്ങനെ. അല്ലാതെ ഈശോയുടെ വചനം ഇങ്ങനെ ഈശോ ഇങ്ങനെ സ്ഥാപിച്ച് ഇത്രയും വലിയ വില കൊടുത്ത് ദൈവം നമ്മൾ നല്ലപോലെ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മളെ ഇങ്ങനെ എന്നതാ ദൈവത്തിൻ്റെ ഭാഗത്ത് നിധി കൂടുതൽ ഒരു ശതമാനം പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പെർഫെക്ഷനില്ല ദൈവം രക്ഷയുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി വെച്ചിരിക്കുന്നു അല്ലേ. അതുപോലെ പീഡ സഹിച്ചു, അതുപോലെ പിതാവിൻ്റെ മടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ചുമ്മാ ചിന്തിക്കുമ്പോഴാണ് അതെ ഒരു ദൈവം ആത്മാവായിരിക്കുന്ന ഒരാൾ മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പം ചിന്തിക്കുമ്പം വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. മനുഷ്യൻ്റെ എല്ലാ പരിമിതികളോടും കൂടിയല്ലേ ഒരു മാംസം ഉണ്ടായിരിക്കുക. ദൈവം അങ്ങനെ ആയിരിക്കുക എന്ന് പറയുന്നത്, ഈശോ അങ്ങനെ ആയിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആ മനുഷ്യാവതാരത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ മടിയിൽ വശസ് ആ മഹിമയിൽ നിന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത് തന്നെ നമ്മൾ ഓർത്താൽ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ലാത്ത രീതിയിൽ അത്ര വലിയ സ്നേഹമാണ്. പിതാവിന് ഈ പുത്രനെ വിട്ടുകൊടുക്കാനും അതുപോലെ സ്നേഹമാണ് എന്ന് പറഞ്ഞാലേ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. മടിയിലിരിക്കുന്ന കൊച്ചിനെ എന്ന് പറഞ്ഞാൽ ആ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഇപ്പം ധ്യാനിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അത്രയും വലിയ സ്നേഹത്തിൽ നിന്നാണ് പിതാവ് പുത്രനെ നമുക്ക് വേണ്ടി നൽകപ്പെടുന്നത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചെന്നല്ല പറയും. അതിൻ്റെ ആ സ്നേഹത്തിൻ്റെ ശക്തി നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ചുമ്മാ ഇങ്ങോട്ട് വിടുവൊന്നുമല്ല ഇത്. ഒരു അവൻ പറഞ്ഞു പോയ വചനങ്ങളൊക്കെ എന്തേരം സീരിയസ് ആയിട്ട് എടുക്കണമെന്നുള്ളതേ ഓരോന്നും എഴുതി ഒത്തിരി കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടിയുള്ള വചനം തന്നെ കിടക്കുമോ. ഒരു വ്യാഖ്യാനം കൂടാതെ വചനത്തിൽ മുഴുവൻ നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ പാലിച്ചു പോകാവുന്നതാണ് മൊത്തം എന്ന് പറഞ്ഞ പോലെ. വചനത്തിൽ നമ്മൾ വ്യാഖ്യാനമൊക്കെ ഈ മനസ്സിലാക്കിയാലാത്ത ഭാഗത്തല്ലേ ഉള്ളൂ. ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്നതിന് വ്യാഖ്യാനിക്കാനൊന്നും പോകണ്ടല്ലോ. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിന് വ്യാഖ്യാനത്തിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. പ്രാർത്ഥിക്കാനുള്ള കൃപ ഇതും കൂടെ കാണുന്നുള്ളൂ. അതിൻ്റെ അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് ജീവിക്കാൻ വേണ്ടി ഞാൻ ഒന്നോ രണ്ടോ പറഞ്ഞുള്ളൂ. അതെല്ലാം കൂടെ എഴുതി എടുക്കുവാണെങ്കിൽ ഒത്തിരി വചനങ്ങൾ അതെല്ലാം കൂടെ ജീവിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ദൈവത്തെ സ്നേഹിക്കുക. വചനത്തിൽ നിന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്, ഈശോ ഉറപ്പ് നൽകിയിരിക്കുന്നത്, ഈശോയെ സ്നേഹിക്കുന്നത് എൻ്റെ വചനം പാലിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും എൻ്റെ വചനം പാലിക്കാത്തവർ എന്നെ സ്നേഹിക്കുന്നില്ല വചനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. ആദ്യത്തെ എൻ്റെ വചനം പാലിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ വചനങ്ങൾ എന്നെ സ്നേഹിക്കാത്തവർ എൻ്റെ വചനങ്ങൾ എന്നാണ് അവിടെ ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വചനങ്ങളായിട്ട് ചെതറിപ്പോവാൻ നേരം സ്നേഹിക്കുന്നില്ലെന്ന്. അപ്പം നമുക്ക് ഉറപ്പുള്ളത് ഇപ്പം നമ്മൾ ദിവ്യാരണ്യ സംഘത്തിൽ പോയിരുന്ന ഈശോയോട് ഭയങ്കര ഒത്തിരി കവിതാത്മകമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ഒരു സ്നേഹം ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മളൊരു വചനം പാലിക്കുമ്പം നമുക്കൊരു പക്ഷേ നമുക്ക് ഒരു സ്നേഹിച്ചതുപോലെ ഫീൽ ചെയ്യപ്പെടുന്നില്ലെങ്കിലും നമ്മൾ ഈശോയെ സ്നേഹിക്കുക അന്നേരം. അല്ലാത്തപ്പം ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്തെന്നിരിക്കും നമ്മൾ ഈ ഇമോഷണലായിട്ട്. പക്ഷെ ഇവിടെ വചനം പാലിക്കുമ്പോൾ ചിലപ്പോൾ ഇമോഷണലായിട്ട് ഒരു ഫീലിങ്ങും ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. ഈശോ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വേറൊരിടത്തും പറഞ്ഞിട്ടില്ല, വേറൊരു രീതിയിലും പറഞ്ഞിട്ടില്ല. അപ്പം വചനം പാലിക്കുമ്പോഴാണ് അങ്ങനെ. രണ്ടാമത് കൽപ്പനകളും പറയുന്നുണ്ട്. എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. പുതിയ നിയമത്തിലെ ഈ മുമ്പേ പറഞ്ഞ കൽപ്പന കേട്ടോ. കുറേ സിസ്റ്റേഴ്സ് വന്നായിരുന്നു. അവർ ചോദിക്കുമായിരുന്നു, അന്നേരം അതിനുള്ള മറുപടികളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ബേസിസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഓർത്തെടുത്തായിരിക്കും. പരിശുദ്ധാത്മാവ് ഓർത്തെടുപ്പിക്കട്ടെ. ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു ദൈവമാണെന്നേ. അവിടെ ഇപ്പോൾ ആർക്ക് പോലും അപ്പസ്തലന്മാർക്ക് പോലും ദൈവമാണെന്ന് അങ്ങനെ നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമുക്ക് പിടികിട്ടത്തില്ല. ഈ വലിയ സംഭവങ്ങളുടെ നമുക്ക് അന്നേരം പിടികിട്ടത്തില്ലത്. മാതാവിന് ചിലപ്പം ഒരുവിധം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. മാതാവിന് പോലും ചിലപ്പോൾ അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആളല്ലേ അവരുടെ കൂടെ ഇരുന്നതും അവരുടെ കൂടെ കിടന്നതും.
വീട്ടിൽ നിന്ന് കഴിയുമ്പം വീട്ടുകാരുടെ എക്സ്പെക്ടേഷൻ, അതെ അതെ പിന്നെ നമ്മളൊരു ഓട്ടമുണ്ട്. അതെ ആ ഒരു ഓട്ടത്തിന്റെ ഇടയ്ക്ക് നമ്മള് ഈ അകത്ത് ഈ ഒരു എങ്ങനെ പറയുന്ന ആ ഒരു കണക്ഷൻ. ബ്രദർ പറഞ്ഞില്ലേ ഈശോനെ അനുഭവിക്കുന്ന ആ ഒരു സ്നേഹം, ആ. അങ്ങനെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യഗ്രത മാറ്റുമെന്നുള്ളൂ. ഞാനിപ്പോ അങ്ങനെ ബ്രദർ ഇപ്പം ഞാൻ ഓർക്കാൻ എനിക്കങ്ങനെ ജീവിതത്തിൽ നമ്മുടെ ഇത്രയും കാലം ജീവിച്ചപ്പം വലിയൊരു ജോലി മേടിക്കാൻ കാശുണ്ടാക്കണം അങ്ങനത്തെ ഒരു സംഭവം ഉള്ളിലോട്ട് വന്നിട്ടില്ലായിരുന്നേ. പക്ഷെ എല്ലാരും ജോലി ചെയ്യുന്നു, എല്ലാവർക്കും ജോലി കിട്ടുന്നു, ഓരോന്നൊക്കെ അച്ചീവ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ അറിയാതെ ചോദ്യങ്ങൾ വരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ പുറകെ ഓടിപ്പോവാ. അപ്പൊ നമ്മള് ഈ വിവേകാനന്ദ പരമോസരുടെ അടുത്ത് പോയപ്പോഴേ പരമോസർ വിവേകാനന്ദനെ വിളിച്ചുകൊണ്ട് പോയി ഒരു പഴയ, അങ്ങനെ പല വെർഷനിൽ അത് പറയുന്നുണ്ട്, ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് അതിനകത്ത് ശ്വാസം മുട്ടില്ലോ അന്നേരം അത് കുറേ ശ്വാസം മുട്ടി മരിക്കാറായപ്പോഴേ പരമോസരനെ പൊക്കിയെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, നീ ഇതുപോലെ ദൈവാന്വേഷണം ചെയ്താലേ നീ ദൈവത്തെ കണ്ടെത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വില കൊടുക്കാൻ നമ്മൾ സന്നദ്ധമാണ്. നിങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്, പക്ഷെ കുറേയും കൂടെ കൊടുക്കാൻ പറ്റും. ഇപ്പം ഈ കടലിൻ്റെ മുകളിൽ കൂടെ തണുത്ത വെള്ളം ഒഴുകുന്നുണ്ടല്ലോ. തണുത്ത വെള്ളം ഒഴുകുമ്പോൾ അതിൻ്റെ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, അതിൻ്റെ അടിയിൽ കൂടെ തിളച്ച വെള്ളം കടലിൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്നുണ്ടെന്ന്. തിളച്ച വെള്ളം ഒഴുകുന്നുണ്ട്, അതിൻ്റെ വലിയ കറണ്ടുണ്ട് ഈ കടലിൻ്റെ അഗാധങ്ങളിൽ കൂടി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോകത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് ഈ കടലിൻ്റെ മുകൾ തിരകളും ഇതുമൊക്കെ ഉള്ളതാണെന്ന് കൂട്ടിക്കും. പക്ഷേ നമുക്ക് മനസ്സ് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ഒരു തിളച്ച വെള്ളത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കൂടെ നമുക്ക് അടിയിൽ കൂടെ നടത്താം. അങ്ങനെ അത് നമ്മൾ കൊടുക്കുന്ന മനസ്സും നമ്മുടെ ഊർജ്ജവും പോലെ ഇരിക്കും. ഇപ്പം കൊച്ചു പറഞ്ഞ പോലെ നമുക്കിപ്പം ചിലത് ഇങ്ങനെ വെട്ടിക്കളയേണ്ടതുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇങ്ങോട്ടൊക്കെ വരുന്നതിന് ഞങ്ങളും ഈ സ്ട്രഗിളെല്ലാം സഹിക്കുന്നുണ്ട്, എപ്പോഴും സഹിക്കേണ്ടതുമാണ്. അപ്പോൾ അത് സ്ട്രഗിളിൻ്റെ അങ്ങനെയാണല്ലോ വെർച്വകൾ ഉണ്ടാകുന്നത്. ഇപ്പം ഞാനിങ്ങോട്ട് പോരുന്ന ആ കാലഘട്ടത്തിൽ ഇവിടെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കവിത പോലെ ഇങ്ങനെ എഴുതിയിടുമായിരുന്നേ. നമുക്ക് വരാവുന്ന ഏറ്റവും വലിയ എല്ലാ ക്ലൈമാക്സുകളെയും ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിങ്ങനെ വെട്ടി കളയുന്ന പോലെ. അതായത് ഞാനിങ്ങനെ എഴുതി, എനിക്ക് ചരിത്രത്തിലെ ഏറ്റവും ധനികനോട് ഇത് പറഞ്ഞാണല്ലോ എനിക്ക് അസൂയയില്ല. അസൂയ എന്ന് പറയുന്നൊരു ഇതാണല്ലോ, അത് നമുക്ക് ഏറ്റവും ഇപ്പം നമ്മൾ ചരിത്രത്തിൽ തന്നെ അല്ലേ ഉണ്ടായതും ഉണ്ടാകാനിരിക്കുന്നതുമായ ഏറ്റവും വലിയ ധനികനോട് എനിക്ക് അസൂയയില്ല, ഏറ്റവും വലിയ പ്രശസ്തനോട് എനിക്ക് അസൂയയില്ല, ഏറ്റവും വലിയ അധികാരം ഉണ്ടായിരുന്നവനോട് എനിക്ക് അസൂയയില്ല, ഏറ്റവും പിന്നെ സൗന്ദര്യമുള്ളവനോട് എനിക്ക് അസൂയയില്ല. അങ്ങനെ കുറേ ഇച്ചിരി കൂടെ നല്ലപോലെ ഓർഡറായിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും സുന്ദരിയായ സ്ത്രീയുടെ ഭർത്താവിനോടും എനിക്ക് അസൂയയില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളാണല്ലോ നമുക്ക് അസൂയ സാധാരണ വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം വെട്ടി അത് ഞാൻ കവിത പോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അത് കവിത പോലെ എഴുതിയതല്ല, അതെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വെട്ടി കളഞ്ഞതാണ്. നമുക്കിങ്ങനെ അതൊരു നമ്മുടെ മനസ്സിൽ ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ശരിക്കും എനിക്ക് ഒട്ടും ലോജിക്കില്ലാതെ തോന്നുന്നു. കുറെ മനുഷ്യർ ഇങ്ങനെ പറയുവേ, സാധാരണയായിട്ടുള്ള ലൈഫിനൊക്കെ പറ്റി പറയും, പക്ഷെ അൾട്ടിമേറ്റ്ലി അവരും എല്ലാത്തിനും പുറകെ പോകുന്നുണ്ട്. അതെ 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 അതെ. അപ്പൊ ഇത് ഭയങ്കര പറയുന്നതും ചെയ്യുന്നതും തമ്മില് ഒരു ബന്ധമില്ലാത്ത പോലെ. ഇപ്പൊ എല്ലാ GC-ക്കാരും പറയും ഒരു സിമ്പിൾ ലൈഫ് ഒക്കെ, പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ഞാനും പക്ഷെ അതിന്റെ പുറകെ പോകുന്നു. അപ്പം അതിനൊറ്റ മീനിങ് ഇല്ലാത്ത പോലെ. അന്നേരം ഇങ്ങ് വെട്ടിക്കളയണം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ആന്തരികതയിൽ. എന്നിട്ട് പിന്നെ ഞാൻ എഴുതിയിട്ട് ഇങ്ങനെയാണ്, എനിക്ക് നസ്രത്തിലെ ഈശോയോട് മാത്രമാണ് അസൂയ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട്, അവനെപ്പോലെ ചുമ്മാ സ്നേഹിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയിട്ടെന്ന് പറഞ്ഞാൽ ഏതാണ് എൻ്റെ അസൂയയുടെ വിഷയം. അസൂയ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് തലത്തിലാകട്ടോ. ഇതിനോടൊന്നും എനിക്ക് അസൂയയില്ല. ലോകത്തിൽ കാണുന്ന എല്ലാ ഗ്ലാമറുകളോടും എല്ലാം ഇത് പോകും, ഇച്ചിരി കഴിയുമ്പോൾ ഇതെല്ലാം പോകായിട്ടല്ല, പക്ഷെ എന്നിട്ട് ഈശോയോട് മാത്രമല്ല, ഫെയ്ഡാകുമായിട്ടും അല്ല കേട്ടോ, ഇത് നിത്യമായിട്ട് നിലനിൽക്കുവാണെങ്കിൽ പോലും ഈശോയെ മതി എന്നുള്ള. ഇപ്പൊ ഇതെല്ലാം പക്ഷെ അങ്ങനെയൊക്കെ ജീവിക്കാൻ അപ്പം ബുദ്ധിമുട്ടായിരിക്കില്ല നമ്മുടെ ലോകത്ത്. ബുദ്ധിമുട്ടല്ല, പക്ഷെ അത് സന്തോഷമാ. ഇതിന്റെ എല്ലാം പുറകെ പോകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ പോപ്പുലാരിറ്റിയോ അല്ലെ നമ്മൾ ഈ സമ്പന്നനാകാൻ പോകുമ്പോഴോ ഒക്കെ അല്ലേ നമുക്ക്. അപ്പൊ അത് തന്നെ ഇതല്ലേ അതിന് മറ്റേ ഇപ്പം ബ്രദർ അന്ന് കരഞ്ഞെന്ന് പറഞ്ഞ ഒരു ദിവസം, ആ ദിവസം ഫീൽ ചെയ്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ ഒരു അംശത്തിന്റെ അംശം കിട്ടിയവന് ഇതെല്ലാം ജസ്റ്റ് ഫെയ്ഡായി പോകുന്നുള്ളൊരു വിശ്വാസം വരും. അത് ശരിയാ. അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു സാധാരണക്കാരന് എന്ന് വെച്ചാൽ എനിക്ക് അത്ര സ്പിരിച്വാലിറ്റി ഇല്ലാത്തപ്പോ ഒന്നെങ്കിൽ ഞാൻ അത് അങ്ങോട്ട് ചെന്ന് പിടിക്കണം, അല്ലാതെ ഇങ്ങോട്ട് വന്ന് എന്നെ പിടിക്കണം. എങ്ങനെ ഒരു സാധനം ഒന്ന് അറിഞ്ഞാൽ, കാരണം നമുക്കിപ്പോ ഈ ബോധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മള് തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ വീണ്ടും അതിന്റെ ഒക്കെ പിന്നാലെ തന്നെ ആയിരിക്കും പിന്നെ പോകാൻ പോകുന്നത്. ബ്രദർ നന്ന ആ ഒരു ഇത് വന്നില്ല ബ്രദർ ഇങ്ങനെ മാറുമായിരുന്നു.
അല്ല, അതിനു മുമ്പാ ഞാൻ മാറി. ഇതൊക്കെ കവിതയൊക്കെ അതിനു മുമ്പ് എഴുതിയത്. ആണോ? ഈ കവിതയൊക്കെ അതിനു മുമ്പ് എഴുതിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ബ്രദറിന് അൾട്ടിമേറ്റ്ലി ആ സംഭവം, ആ അനുഭവം കിട്ടിക്കഴിഞ്ഞിട്ടാണ് പിന്നീട് അല്ലേ. ദൈവം നമുക്കെല്ലാം ഈ തുറവി തരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന വിലയുടെ ഇതനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പൊളിറ്റിക്സിലൊക്കെ ഭയങ്കര ഇതാ. ഇപ്പം എൻ്റെ അംബിഷൻ എന്നൊക്കെ പറയുന്നത് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന എനിക്ക് അങ്ങനെയുള്ള എന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അംബിഷനില്ല ഞാൻ എന്നും പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഒരിക്കലും അസാധ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല കേട്ടോ, ഇതൊന്നും ഇപ്പോഴും തോന്നില്ല. അങ്ങനെ ബ്രദറിന് മനസ്സിലായി അതിലും ഏക വലുതെന്നുള്ള രീതിയിലാണ്. ഏകമായിട്ടുള്ള ബാക്കി ഇത് ഈശോയോടുള്ള അതൊരു പേഴ്സണൽ ലവ് ആണ്. നമ്മുടെ അല്ലാതെ ഒരു നമ്മുടെ ആലോചിച്ച് ഏറ്റവും നല്ലതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പൊന്നും അല്ല. അപ്പം നമ്മൾ ഈ ഈ ലോകത്തിലെ കാര്യങ്ങൾ നശ്വരമായതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കടന്നു പോകുന്നത് കൊണ്ട് അനശ്വരനായതിനെ തിരഞ്ഞെടുക്കുക, അതൊരു ലോജിക്കാണല്ലോ. അതല്ല. സ്നേഹത്തിന് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഒരു അകാരണമായ ഒരു സ്നേഹത്താലാണ്. ഇപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടതും അകാരണമായ ഒരു സ്നേഹത്താലാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. അല്ല, നമ്മൾ സ്വർഗത്തെ പ്രതിയാണെ പോലും നമ്മളിപ്പോൾ നമ്മൾ ആലോചിക്കുന്ന നമ്മുടെ സ്പിരിച്വാലിറ്റി ചിലപ്പോൾ മാക്സിമമായിട്ട് കിടക്കുന്ന സ്വർഗ്ഗേ കാണത്തുള്ളൂ. ദൈവം കാണണമെന്നില്ല. അങ്ങനെ ഒരു സ്വർഗം നമ്മളൊരു റെസ്റ്റ്, നല്ലൊരു ശാന്തമായ സ്ഥലം, നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാത്തൊരു സ്ഥലത്ത് അവിടെ ഈശോ കാണണമെന്നും നമ്മൾ നല്ലപോലെ ആലോചിക്കുന്നില്ലായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് പറയുമ്പോൾ നല്ലപോലെ മനസ്സിലാവും. അതായത് നരകത്തിൽ പോകണം, നമ്മൾ എന്തെങ്കിലും നരകത്തിൽ പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല ചിന്തിക്കുന്നു. അവിടെ ഭീകരമായ സ്ഥലമായിരിക്കും, തീയായിരിക്കും, പുഴു കാണും, ഇതായിരിക്കും. അവിടെ നിത്യമായിട്ട് ദൈവം ഇല്ല എന്ന് നമുക്ക് സങ്കടം വരുന്നില്ലല്ലോ, അല്ലേ? നിത്യമായിട്ട് ദൈവം ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണല്ലോ നമ്മൾ പോകുന്നതെന്ന് നമ്മൾ സങ്കടം വരുന്നില്ലെങ്കിൽ നമ്മുടെ അതും ഒരു നെഗറ്റീവ് ഭയമല്ലേ എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അവിടെ ദൈവം ഉണ്ടാകണമെന്ന് നമ്മൾ ആഴത്തിലൊരു ആഗ്രഹം കാണത്തില്ല നമുക്ക്. അതാണ് മാറണ്ടേ. അതായത് വ്യക്തിയിലേക്കുള്ള ഒരു പോക്കാണ്. അത് ഈശോ എപ്പോഴും യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരിക്കലും ഈശോ പറയുന്നില്ല ഞാൻ സ്വർഗത്തിലേക്ക് പോകാമെന്ന്. ഒരിടത്തും പറഞ്ഞിട്ടില്ല. എല്ലായിടത്തും ഈശോ പോകുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന്. അപ്പം നമുക്ക് ആ റിലേഷൻ വരാത്തത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഈ മരിക്കാനൊക്കെ പേടി കിടക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. നമ്മൾ മരിച്ചു പോകാന്നല്ല, നമുക്കൊരു പേടിയല്ലേ കിടക്കുന്നത്. നമ്മൾ ഈശോയുടെ പിതാവിന് നമ്മുടെ ഏറ്റവും നിത്യബന്ധത്തിലേക്ക് നമ്മൾ പോകുക എന്നുള്ളൊരു ചിന്ത നമുക്ക് കിടക്കുന്നില്ലല്ലോ. എല്ലാം നിത്യബന്ധമല്ലേ, നിത്യതയിലെ. അത് നമുക്ക് ഇതുവരെ നമ്മുടെ ആത്മാവ് അത് ഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭയം എല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് കൊച്ചേസെ പുണ്യവതിയൊക്കെ കുഞ്ഞിലെ പറയാം, അമ്മയോട് പറയാം, അമ്മയെ മരിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും. കൊച്ചേസയ്ക്കൊക്കെ അത്രയും ഫ്രീഡം കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ആരെങ്കിലും പറയാൻ പറ്റുക പറഞ്ഞാലേ. അപ്പോൾ അത്ര ഒരു ഫെയ്ത്ത് അവർക്കുണ്ടായിരുന്ന ആ ഒരു നിത്യതയിലെ ഒരു അൺസർട്ടനിറ്റിയിലേക്ക് പോകുകയല്ല എന്നുള്ളൊരു വലിയ ഒരു വെളിച്ചവേ. അത് നമുക്കെല്ലാം ഉള്ളിലുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ ഊതി കത്തിച്ചെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇതെല്ലാം നമ്മൾ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഊതി കത്തിക്കാന്നുള്ളത് നമ്മൾ കൃപയോട് സഹകരിച്ച് അതിനെല്ലാം ഉള്ള കൃപയുണ്ട്. ഈശോയുടെ പീഡാനുഭവം വഴി നമ്മൾക്ക് ഈ വളർച്ചയ്ക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ ആ പരിപൂർണതയിലേക്കും ദൈവത്തിൻ്റെ എല്ലാ സമ്പൂർണ്ണതകളും പ്രാപിക്കുന്ന വളർച്ചയിലേക്കുള്ള ഇതുണ്ട് നമുക്ക്, സന്നിഹിതം അത്. പക്ഷെ അതിനുവേണ്ടി മാത്രമേ നമുക്കത് എടുക്കത്തുള്ളൂ. അല്ലാതെ വേറൊരു കാര്യത്തിന് വേണ്ടി ആ കൃപ എടുക്കാൻ നമുക്ക് കിട്ടത്തില്ല. ആ കൃപ നമുക്ക് അങ്ങനെ സന്നിഹിതമാണ്. അത് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഏതൊരു ആൾക്കും കിട്ടും. അത് ഏതൊരു ജീവിതാന്തസ്സിലും കിട്ടും. അത് ഉള്ളിലാണ് നടക്കുന്ന പ്രോസസ്സേ. ഇപ്പോൾ ഒരു തീക്കട്ടയെ ചിത്രമൊക്കെ അങ്ങനെ പറയുന്നത്, കരിക്കട്ടയ്ക്കകത്തൊരു കുഞ്ഞ് തീക്കനൽ ഒരു കനലിൻ്റെ ഒരെണ്ണം പിടിച്ച് കിട്ടിയാൽ പിന്നെ അതിന് ഊതി 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 തീക്കട്ടയാക്കാമല്ലോ. അങ്ങനെ പലപ്പോഴും തീക്കട്ടകൾ ഉണ്ടായി വരും. പിന്നെ ഈ കരിക്കട്ടയ്ക്ക് ഒരിക്കലും കരിക്കട്ടയുടെ ഒരു ക്വാളിറ്റി പിന്നെ ഇല്ല. പിന്നെ മുഴുവൻ തീക്കട്ടയുടെ ക്വാളിറ്റി അല്ലേ. അതുകൊണ്ട് ആ തീക്കട്ട എടുത്ത് ഒരിക്കലും നമുക്കൊരു വിദ്യ വരച്ചാൽ കരിക്കട്ടയാകത്തില്ല. എന്ന് പറഞ്ഞാൽ തീക്കട്ട എടുത്ത് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അതിന് ഒരു തീക്കട്ടയുടെ ഇതേ ഉള്ളൂ, ക്വാളിറ്റിയേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മളിലേക്ക് നമ്മൾ ഈ പഴയ മനുഷ്യനെ പിഴുത് കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ച അല്ലെ ഈശോയെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ മനുഷ്യൻ്റെ മുഴുവൻ അവസ്ഥകളും നമ്മളിൽ നിന്ന് പോയിട്ട് പുതിയ മനുഷ്യൻ നമ്മളെ ജീവിക്കാൻ തുടങ്ങും. അതെല്ലാമുള്ള വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അസാധ്യമായത് നമ്മളോട് ദൈവം പറയത്തുമില്ല. അതിന് വില കൊടുക്കണം. വില ഓരോ നിമിഷം കൊടുത്താൽ മതി. ഓരോ നിമിഷവും നമ്മളിങ്ങനത്തെ നമ്മുടെ ആന്തരികതയെ സ്കാൻ ചെയ്ത് നമ്മുടെ അംബിഷനെ ഈ ദൈവസ്നേഹത്തിലേക്കിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കവിത പോലെ പറഞ്ഞില്ലേ, അത് വെട്ടിക്കളയുന്ന നമ്മുടെ ഉള്ളിൽ ചിലപ്പം സമ്പത്തായിരിക്കും. ഇപ്പം കൊച്ചു പറഞ്ഞില്ലേ സമ്പത്ത്, അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്നു എന്നുള്ളതല്ല, ദൈവം എന്ത് ചോദിക്കുന്നുള്ളതാണല്ലോ വിഷയം. എല്ലാവരും ചോദ്യങ്ങളൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ തീരുവല്ലേ. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആള് എന്ത് ചോദിക്കുന്നു, അവസാനം അങ്ങേരുടെ മുമ്പിലേ പോയി നിൽക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കി ലോകത്തിലുണ്ടാകുന്ന പരാജയങ്ങളൊന്നും അല്ലെന്നാ പറയുന്നത്. അവസാനം നമ്മൾ ചെന്ന് നിൽക്കും. നമ്മളെ പിന്നെ ഇത് ചെയ്യൊന്നും അല്ല കേട്ടോ. അതൊക്കെ അറിയാം, പക്ഷെ എങ്കിലും നമുക്കിത് പോയി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോ നമുക്ക് ഈ കൃപയില്ലാത്തതോ അങ്ങനെ
കൃപയുണ്ട്. വിശ്വാസക്കുറവിന്റെയോ നമ്മള് കാരണം 2-3 പേര് അടുപ്പിച്ചൊന്ന് ചോദിച്ചു കഴിയുമ്പോൾ എനിക്കറിയാം എനിക്കിനെ തമ്പുരാനും മുമ്പിൽ മാത്രം കണക്ക് ബോധിപ്പിച്ചാൽ മതി. പക്ഷെ 3 ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെയാ വില കൊടുക്കണ്ടേ? അവിടെ വില കൊടുക്കല ഓരോ പ്രാവശ്യം ചോദിക്കുന്നേ. വൈറ്റ് മാറ്റേഡ് പോലെ. വൈറ്റ് മാറ്റേഡ് എന്നാ പറയുന്നത് അതിനൊക്കെ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലെ നമ്മുടെ ആത്മാവിനെ ദൈവം എടുത്തുള്ളൂ. അങ്ങനെയാണ് ദൈവിക പുണ്യങ്ങൾ നമ്മളെ വളരത്തുള്ളേ. വിശ്വാസം, പ്രതീക്ഷ, ഉപവി അത് അങ്ങനെ അങ്ങ് തന്നെ നമുക്കിതില്ലല്ലോ. ഇപ്പം അബ്രഹാം ബലിയർപ്പിക്കാൻ പോകുന്ന അതെല്ലാം അബ്രഹാം വിശ്വസിച്ചതുകൊണ്ടാണല്ലോ അബ്രഹാം നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ അബ്രഹാത്തിന് നേരത്തെ തന്നെ അറിയാം ഇങ്ങനെ വെട്ടാൻ പോകുമ്പോൾ വേണ്ടെന്ന് പറയുമെന്ന് അറിയാമെങ്കിൽ അബ്രഹാം ചെയ്യത്തില്ലല്ലോ. അതൊരു വിശ്വാസമല്ലല്ലോ. അപ്പം നമ്മുടെ ജേർണിയിൽ ആ ലാസ്റ്റ് മൊമെൻ്റ് വരെയും നമുക്കിത് അൺസർട്ടൻ ആയിരിക്കും. പക്ഷേ ആ ഒരു വില കൊടുക്കലാണ് നമുക്ക് വില കൊടുക്കലും. അതുവരെ നമുക്ക് അറിയുകയാണെങ്കിൽ നമ്മൾ അതല്ലല്ലോ. പക്ഷെ അബ്രഹാം വിശ്വസിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞ മരിച്ചവരിൽ നിന്ന് പോലും ഉദ്ധാനത്തിലുള്ള വിശ്വാസം അബ്രഹാത്തിന് കിടപ്പുണ്ടെന്ന് പൗലോസ് പറയുന്നുണ്ട്. മരിച്ചവരിൽ നിന്ന് പോലും മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നേ. ഇപ്പം വിശ്വാസവും പ്രതീക്ഷയും ഉപവി ദൈവിക പുണ്യങ്ങളാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ വളർന്ന് നമ്മളെ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിളിക്കുന്നതൊക്കെ ഇങ്ങനെ പറയുമല്ലോ. പക്ഷെ നമ്മൾ അതിനൊക്കെ ശരിക്കും വേർത്താണോ? നമ്മള് എല്ലാ ദിവസവും പാവം ചെയ്യുന്നവരൊക്കെ അല്ലേ? ചെയ്യരുത്. നമ്മൾ അൾട്ടിമേറ്റ്ലി ഹ്യൂമൻസ് ആണല്ലോ. ഹ്യൂമൻസ് അല്ല, നമ്മളെ റിഡീംഡ് ചെയ്ത് നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്ന ഹ്യൂമൻസ് ആകാനല്ല, ഡിവൈൻ ആകാനാണല്ലോ. അതായത് നമ്മുടെ ബാപ്റ്റിസത്തിൽ തന്നെ നമ്മളോട് വായിക്കുന്ന വായന എന്ന് പറയുന്ന ഇതാണ്. റോമാലേഖനം 6 നിന്നാണ് വായിക്കുന്നത്. ഈശോയുടെ കുരിശിലെ മരണത്തോടും അവിടുത്തെ ജീവനോടും ഐക്യപ്പെടുക. അതായത് ഈശോ മരിച്ചത് കുരിശിൽ, അവൻ മരിച്ചു, പാപത്തെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നേക്കും മരിച്ചു, അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കുന്നു. ഇതാ നമ്മുടെ നമുക്ക് ബാപ്റ്റിസം തരുമ്പോൾ വായിക്കുന്നത്. ഈശോയുടെ ഈ മരണത്തോടും ഈ ജീവനോടും ഐക്യപ്പെടുന്നവർക്ക് നമുക്ക് ജീവനുള്ളതെന്നാണ് പറയുന്നത്. അന്നേരം ഈ ക്ലിനിക്കൽ ഡെത്ത് അല്ല ഈശോയുടെ, ആ ക്ലിനിക്കൽ ഡെത്തിനോടല്ല നമ്മൾ ഐക്യപ്പെടേണ്ടത്. ഈശോയുടെ ഈ കുരിശിലെ മരണമില്ലേ അതിനോട്, അത് ഈ പാവത്തോടുള്ള മരണമോ. അപ്പം നമ്മുടെ ഈ ഒരു ആത്മീയതയുടെ ഫൗണ്ടേഷൻ നമുക്ക് ഇടണമെങ്കിൽ മസ്റ്റായിട്ടൊരു കത്തോലിക്ക ലൈഫിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഫൗണ്ടേഷനായിട്ട് കിടക്കേണ്ട ഈ പാവത്തോട് മരണമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് പോകും. അല്ലെങ്കിൽ നമ്മൾ പൂഴിമേലായിരിക്കും എപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കും അറിയാം നമ്മൾ പൂഴിമേലാണ് പണിയുന്നതെന്ന്. എന്നിട്ട് യോഹന്നാൻ സ്ലീഹ എഴുതുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അവന് പാപം ചെയ്യാൻ പറ്റത്തുമില്ലെന്ന്. ഒരു ഡസ് നോട്ട് സിൻ സ്റ്റേറ്റിൽ നിന്ന് ഒരു കനോട്ട് സിൻ സ്റ്റേറ്റിലേക്കുള്ള ഒരു വളർച്ചയുണ്ട്, പാപം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. അത് നമ്മളെ ആർജിച്ചിരിക്കണം. അതിൻ്റെ മേലെ ക്രമം മുഴുവൻ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പൂഴിമേൽ വീട് വെക്കും, എപ്പോഴേലും കാറ്റും മഴയും വരും, നമ്മൾ താഴെ. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പാപമാണെന്ന് തോന്നുന്നില്ലല്ലോ ചെയ്യുമ്പോൾ. പതുക്കെ അത് മനസാക്ഷികൾ ആകുമ്പോഴത്തേനും ആയിക്കോളും. അത് നമ്മൾ പാവം എന്ന് പറയുന്നത് ഇപ്പം പറയുന്ന ഈ കുംസാരത്തിൽ പറയുന്ന ഒന്നും അല്ല പാവമേ. അത് പാവം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ മാംസമായി ചോദിക്കുന്ന കാര്യം നോക്കുക, നമ്മൾ മറന്നു പോയിട്ടാണ്. നമ്മളോട് ആദ്യം ചോദിക്കുന്നത് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്ത് ഉപേക്ഷിക്കുന്നതെന്നാണ്. അപ്പം പാവ സാഹചര്യങ്ങളും കൂടെ നമ്മൾ വെറുത്ത് ഉപേക്ഷിക്കാനായിട്ട്, അതായത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഫസ്റ്റ് സജഷനെ തന്നെ നമ്മൾ കളയാൻ തോന്നണം. അതായത് ദൈവത്തിനെതിരായിട്ട് ഒരു പരിഗണന അല്ല, ഒരു സ്നേഹത്തിനെതിരായിട്ട് ഒരു പരിഗണന വരുമ്പോഴേ നമ്മൾ ആദ്യത്തെ ഒരു പരിഗണനയില്ലേ, ഹവ്വ പോയി ആ പഴം പറിച്ച് തിന്നുന്നതിന് മുമ്പേ ഹവ്വയിൽ പാപത്തിൻ്റെ ഒരു ഡിസയർ ഉണ്ടാകുന്നുണ്ടേ. അത് നമ്മൾ അന്നേരം കളയണം. അതെനിക്ക് നല്ലപോലെ ഇപ്പം മനസ്സിലായേ. അത് നമ്മൾ വെച്ച് നമ്മൾ പാപം ചെയ്യാൻ നോക്കിയാൽ ഇത് നമ്മൾ ഈ വിത്ത് കയറിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് പതുക്കെ നമ്മളിൽ അവസാനം പാവമായിട്ട് അച്യുലൈസ് ചെയ്യും നമ്മളിൽ. അതിനെല്ലാം അതാ പാവത്തെ പാവ സാഹചര്യങ്ങളെയും വെറുത്ത് ഉപേക്ഷിക്കുന്നു എന്ന് ചോദിക്കുന്നു. നമ്മളിങ്ങനെ ഒരു വിശുദ്ധിയിലൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ പറയും ബൈബിള് വായിക്കണം, കുർബാനയിൽ പങ്കെടുക്കണം, അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ടല്ലോ. ഞാനൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും കുർബാനയിൽ ആണെങ്കിൽ നോക്കും, പിന്നെ ബൈബിള് വായിക്കും. പക്ഷെ എന്നാലും തോന്നും ഞാനൊക്കെ പാവാവസ്ഥയിലാണെന്ന്. അത് നമുക്ക് 24 മണിക്കൂറുള്ള ക്രിസ്ത്യൻ ലൈഫേ, അത് വാസ്തവം പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ബൈ സെക്കൻഡ് ജീവിക്കേണ്ടതാണ്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹവും ഉത്സാഹവും തുടങ്ങി കഴിയുമ്പോഴത്തേനും നമ്മളിൽ അത് മാറും. പക്ഷെ അത് നമുക്ക് ഭാരമാണെന്ന് തോന്നേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ നന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകും തോറും നമുക്ക് ആ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുന്നേ. നമ്മളിപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങളും അമിത സന്തോഷങ്ങളും എല്ലാം, ഈ സന്തോഷങ്ങളെല്ലാം കൂടെ ഉപേക്ഷിക്കുമ്പോഴത്തേനും നമ്മൾ വല്ലാത്തൊരു മരുഭൂമിയിലേക്കായി പോകുമല്ലോ എന്നാണ് നമ്മൾ ഓർക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ദൈവത്തിൻ്റെ സമർത്ഥമായ പറുദീസായിലേക്ക് നമ്മൾ ആവുക യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പാപം ചെയ്യാത്ത പറുദീസായിലേക്ക് നമ്മളെ അങ്ങനെ പിശാച് പേടിപ്പിക്കുന്നുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ ഈ പൂമ്പാറ്റയുടെ ഉദാഹരണത്തിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടേ. പൂമ്പാറ്റയുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണല്ലോ, പുഴുവായിരിക്കുന്ന ലാർവയായിരിക്കുന്ന സ്റ്റേജിലാണല്ലോ.
ലാർവയോട് നമ്മൾ ഉദ്ദേശിക്കുക, ലാർവയെ നീ പൂമ്പാറ്റയാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇല തിന്നാനും പറ്റത്തില്ല, എന്ന് മാത്രമല്ല ഇല തിന്നാൻ നിന്റെ വായ അടഞ്ഞു പോവുകയും ചെയ്യുമെന്ന് എന്ന് പറഞ്ഞ പോലെ പിശാചുക്കൾ നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയും. പക്ഷേ പൂമ്പാറ്റ ആയിക്കഴിഞ്ഞാൽ ഇതിന് ആ വായ അടയുമെങ്കിലും തേൻ കുടിക്കാനുള്ളൊരു ഇതുണ്ടായി വരും അല്ലേ, പറപ്പയ്ക്ക്. പക്ഷേ ഇത് പിശാച് നമ്മളോട് പറയത്തില്ല, അല്ലെ നമുക്ക് മനസ്സിലാകത്തുമില്ല ഇതിന്. എന്ന് മാത്രമല്ല ഇല തിന്നേണ്ട കാര്യമില്ല, പിന്നെ പൂവിനകത്തുനിന്ന് തേൻ കുടിച്ചാൽ മതിയല്ലോ. അന്നേരം ഈ അന്തരീക്ഷം, ഈ പൂക്കൾ അതിൻ്റെ ഡൈനിങ് ടേബിളും ആവും, അതിന് പറന്ന് നടക്കുകയും ചെയ്യാം, അതിന് ഇത് ചെയ്യാനുള്ള തേൻ കുടിക്കാനുള്ള ഇതും ഉണ്ടാവും. അപ്പം നമ്മുടെ ഈ കൂട്ടത്തിലുള്ളവരെല്ലാം നമ്മളോട് പറഞ്ഞു, എടാ നീ ഇങ്ങനെയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് ഇല തിന്നാനും പറ്റത്തില്ല, നിന്റെ വായു അടഞ്ഞു പറ്റത്തില്ല, എഴയാനും പറ്റത്തില്ല, വായു അടഞ്ഞു പോവും എന്നാ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പറക്കാനും പറ്റും, പൂക്കൾ നമ്മുടെ ഡൈനിങ് ടേബിളും ആകും, ആകാശം നമ്മുടെ ഹൊറൈസണും ആകും. അത്രയുണ്ട് ആത്മീയതയ്ക്ക്. അത് നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്ന് തന്നെ ഉള്ളിൽ തന്നെ ഇതെല്ലാം ചെയ്യാവുന്നേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാം. ഇത് മാറി നിൽക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഈ മാറി നിൽക്കുന്നത് ഞാൻ തന്നെ എന്നും യാത്ര ചെയ്യുന്നത്, എന്തേരം യാത്ര ചെയ്ത് എല്ലാ ദിവസവും ഇവിടെ വരികയും പോവുകയും ചെയ്യും, വീട്ടിലെ അന്വേഷിക്കുന്നുമുണ്ട്. കാരണം ആത്മീയത വെച്ചിരിക്കുന്നത് മാറി നിൽക്കുന്നവർക്കുമായിട്ട് മാത്രമല്ലല്ലോ, എല്ലാവർക്കും വേണ്ടിയല്ലേ സുവിശേഷം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആന്തരിക ലൈഫായത്. ആന്തരികതയിൽ നമ്മൾ ഭയങ്കര കറേജിയസ് ആയിട്ടുള്ള ചോയ്സുകൾ നടത്തണം ആന്തരികതയിലെ. അപ്പോൾ ആന്തരികതയിൽ വളരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ. അങ്ങനെയല്ല, ഒന്ന് നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളിലുള്ള ഹൈറ്റിലുള്ള കാര്യങ്ങളെ നമ്മുടെ അംബിഷനായിട്ട് എടുക്കണം. അത് നമ്മൾ ധ്യാനിച്ചും ആൾക്കാരുടെ വിശുദ്ധരുടെ വായനയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അത് അങ്ങനെ കിട്ടി ആ അംബിഷനിൽ വിശ്വസിക്കണം നമുക്ക്. പിന്നെ അതിനുവേണ്ടി വില കൊടുക്കാൻ നമുക്ക് അന്നേരം മൂലധനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അന്നേരം നമ്മുടെ നിമിഷം വഴി ജീവിക്കാനായിട്ട് നമുക്ക് ഉത്സാഹം ഉണർവും കിട്ടും. അത് പിന്നെ സെക്കൻഡ് ബൈ സെക്കൻഡ് ജീവിക്കാനുള്ളേ. ഇവിടെ ഒരു കാർഡിനൽ എഴുതി, അതിനകത്തൊരു ആരുടെയാണെന്ന് മറന്നുപോയേ. അപ്പോൾ ആ പുള്ളി പറയുന്നത്, നമുക്ക് വരുന്നൊരു ഫോൺ കോളോ അല്ലെ നമ്മൾ ഒരു ആളോട് ഇടപെടുന്നതോ അങ്ങനെയുള്ള ജീവിതത്തിൽ എല്ലാ സംഭവങ്ങളെയും നമ്മളിൽ ഉണ്ടാകുന്ന ഏതാനും സംഭവങ്ങൾ പോലെ എടുക്കാതെ അത് നമുക്കുണ്ടാകുന്ന ആദ്യത്തെ ഒരു സംഭവമായിട്ട് അതിലൊരു മൂവ്മെൻ്റ് ആയിട്ട് എടുക്കുക, അവസാനത്തെ മൂവ്മെൻ്റ് ആയിട്ട് എടുക്കുക, ഏകമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട്, ഉള്ളി മൂവ്മെൻ്റ് ആയിട്ട്. അപ്പോൾ അത്രയും ഈ ഓരോ സെക്കൻഡിനും പ്രധാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ആ സമയത്തെ നമ്മളെ ഭയങ്കരമായിട്ട് ഉയർത്തപ്പെടും, മഹത്വമുള്ളതാക്കുവേ. അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യാൻ ഉത്സാഹിക്കുമ്പോൾ ആന്തരികമായിട്ട് ഉത്സാഹിച്ചാൽ മതി, ആരും കാണുമൊന്നും വേണ്ട. ഇതെല്ലാം നമുക്ക് ഉള്ളിൽ നടത്താവുന്നതേ ഉള്ളൂ. ഈ അടിയിൽ കൂടെയുള്ള ഈ തിളച്ച വെള്ളത്തിൻ്റെ ഒഴുക്കും അതെല്ലാം ദൈവസ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കാണ്. അതെല്ലാം മദർ തെരേസയൊക്കെ വലിയ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിയോടും ചെല്ലുമ്പോൾ മദറിൻ്റെ കൈ കൊന്ത ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കൈ കൊന്തമണി ഇല്ലെങ്കിലും നമുക്കിങ്ങനെ എന്തെങ്കിലും സുഹൃദേവങ്ങളോ അല്ലെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് നമുക്കിരിക്കാം, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കാം. ഇപ്പം നിങ്ങൾ വിവാഹം കഴിച്ച് പിന്നെ കൊച്ചുങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നിങ്ങൾ നഴ്സറി ജോലി അല്ല ടീച്ചിങ് ആണെങ്കിലും എന്നാലും കൊച്ചിനെ ഓർത്തുകൊണ്ടിരിക്കുകയല്ലേ, പ്രത്യേക കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മൾ അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്, നല്ല ശ്രദ്ധയിലാണേലും നമ്മൾ കൊച്ചിനെ ഓർക്കും. നമുക്ക് ആ സ്നേഹത്തിൻ്റെ തലത്തിലേ എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ ഓർക്കാമല്ലോ അതിലും വലിയ സ്നേഹത്തോടെ. അങ്ങനെ ഓരോ കാര്യത്തിൽ നമ്മുടെ ഫാക്കൽറ്റികളെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ ഓർമ്മയിലേക്കും സ്നേഹത്തിലേക്കും കൊണ്ടുവരാം. പിന്നെ വചനം അനുസരിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ഇതുവരെ അങ്ങനെയൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ വചനം ഭയങ്കരമായിട്ട് ഇനിയും നമ്മളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഞാനിങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന സുവിശേഷം ഇങ്ങനെ അതിനകത്ത് ഭയങ്കര ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങളും ദൈവവചനം അനുസരിച്ച് ആകത്തക്ക രീതിയിൽ ഓരോരുത്തർക്കും വചനം, നമ്മുടെ ഹാർട്ട്, നമ്മുടെ മൈൻഡ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഹാർട്ട് തന്നെ ഞാൻ വായിച്ചപ്പം ഓരോ സുവിശേഷത്തിലും 10, 15, 12 ഒക്കെ പ്രാവശ്യം ഹാർട്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഹൃദയം. ഈ ഹൃദയം എന്ന് ചുമ്മാ ഉപയോഗിച്ചിരിക്കുകയല്ല, നമ്മുടെ ശരിക്കുള്ള ഒരു ഹൃദയത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് അതേ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ നമ്മുടെ മൈൻഡ്, നമ്മുടെ ഹാർട്ട്, നമ്മുടെ സോള്, നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നാക്ക്, ഇതെല്ലാം അങ്ങ് കർമ്മപ്പെട്ട് കഴിയുമ്പോൾ ഒരു ഇതാവും. വചനം അനുസരിച്ചൊരു മേനായിട്ട് നമ്മൾ രൂപാന്തരപ്പെടും. അത് ഇതുവരെ ആയി കാണത്തില്ല. ഇപ്പം ഇതുവരെ ആയില്ല എന്നുള്ളത് ഇനി ആകിയല്ല എന്നുള്ളതിന് തെളിവല്ലല്ലോ. അങ്ങനെയുള്ള സാധ്യതകൾ അതാ. ഇപ്പം പണ്ടൊന്നും ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന പോലെ ആൾക്കാർ ചോദിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇതേ ചോദ്യങ്ങൾ ചെറു വ്യത്യസ്തപ്പെടുത്തി ചോദിക്കുന്നുണ്ട്. ഇപ്പം ഈശോയുടെ മഹാജൂബിലിയൊക്കെ വരുമല്ലേ, 2000 വർഷത്തിൻ്റെ ഈ പിടാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും മന്തകുസ്തായുടെയും സഭ സ്ഥാപിച്ചതിൻ്റെയും കൂദാശകൾ സ്ഥാപിച്ചതിൻ്റെയും പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെയും
പുതിയ നിയമം തന്നതിൻ്റെയും സുവിശേഷം തന്നതിൻ്റെയും ഈശോയുടെ മാമോദീസയുടെ എല്ലാം ഈ 10 വർഷത്തിനുള്ളിലാണ് നടക്കുന്നത്. ഒരു 33 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ക്രിസ്തു ജയന്തി 2000 ആഘോഷിച്ചത് ജനനമാണ്. ഇനി ഈശോയുടെ ബാക്കി എല്ലാത്തിൻ്റെയും നമ്മളെപ്പോലെ ഒരു തലമുറ ഇനി വരണമെങ്കിൽ 2000 വർഷം കഴിയണം. അത്രയും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ. ദൈവവചനം വെച്ച് നോക്കുമ്പോൾ എല്ലാ 2000ങ്ങളിലോ വലിയ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നേ. ആദം ഉണ്ടായി കഴിഞ്ഞ് 2000 വർഷം കഴിഞ്ഞപ്പോൾ അബ്രഹാം ദൈവജനം ഉണ്ടാകുന്നു. അബ്രഹത്തിന് 2000 വർഷം കഴിഞ്ഞപ്പോൾ ഈശോ ഉണ്ടാകുന്നു. മൗദീയ ശരീരം ഉണ്ടാകുന്നു. കൃത്യം 2000 എന്നല്ല, റൗണ്ട് അങ്ങനെ 2000 പറയുന്നത്. നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് 2000 വർഷം മുമ്പ് ഈശോ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈശോയുടെ മഹാജൂബിലിയുടെ 2000 വർഷമാണ്. അപ്പൊ നമ്മളൊരു പ്രധാനപ്പെട്ട മുഹൂർത്തത്തിലാണ് ഇപ്പം. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പം. ഈശോയ്ക്ക് 24 വയസ്സാണ്. അതായത് BC 4 ഈശോ ജനിച്ചത്. 4 വർഷം നമ്മൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും മുന്നോട്ട് കൂട്ടണം. ഈശോയ്ക്ക് 24 വയസ്സാണ്. ഈശോയ്ക്ക് 2000 മുമ്പ് ഈശോയുടെ കേട്ടോ. എന്നാ ഈശോയുടെ പ്രായത്തില് കേട്ടോ. നിങ്ങൾ ഈശോയുടെ മഹാജൂബിലിയില്ല നിങ്ങൾ. ഇപ്പം 2026 ആകുമ്പോൾ ഈശോയുടെ ബാപ്റ്റിസത്തിൻ്റെ ഒക്കെ ആവും മഹാജൂബിലി. ഇനി 6 വർഷമേ ഉള്ളൂ, 5 വർഷമേ ഉള്ളൂ. അതിന് മഹാജൂബിലിയാണ് 2000 വർഷം തികയും. അപ്പം ദൈവോത്തരൻ്റെ നിങ്ങൾ 24 വലിയ ഭാഗ്യവന്മാരാണ്. കാരണം അങ്ങനെ ഈശോയുടെ അതിൻ്റെ തന്നെ ഒരു 24 മഹാജൂബിലിയായിട്ട് ആഘോഷിക്കേണ്ടത്. കാരണം ദൈവോത്തരൻ്റെ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നും അല്ലല്ലോ. നിസ്സാര ആളിൻ്റെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിച്ചവൻ്റെ അല്ലേ. ഈ പ്രപഞ്ചം പോലും ദൈവത്തിൻ്റെ മാക്സിമം അല്ല, ഒരു സർവശക്തിയുടെ ഒരു സൂചന മാത്രമല്ലേ ഈ പ്രപഞ്ചമേ. ഇത്രയും പ്രപഞ്ചമല്ലല്ലോ സൃഷ്ടിക്കാവുന്നേ. ഇത്രയും സൃഷ്ടിക്കാവുന്ന നമ്മളിങ്ങനെ ഇടുള്ളൂ. ഈ അവസ്ഥ വേണം നമ്മൾ വളരാൻ. കാരണം ഇങ്ങനെയുള്ളിടത്തെ വളരാൻ പറ്റത്തുള്ളല്ലോ. അല്ല എല്ലാം കൂടെ നമ്മൾ നോക്കുന്ന പോലെ എല്ലാം വ്യക്തവും എല്ലാം പൂർണ്ണമാണെങ്കിൽ അത് വളർച്ചയ്ക്കുള്ള ചാൻസ് ഇല്ലല്ലോ. പിന്നെ ഇവിടെയാണ് നമ്മൾ സഭയിൽ വിശ്വസിക്കേണ്ടത്. സഭയിൽ ഇങ്ങനത്തെ ഇതെല്ലാം കഴിയുമ്പോൾ ഈശോയുടെ ശരീരമാണ് നമ്മൾ ഇവിടെയാണ് വിശ്വസിക്കേണ്ടത്. ഇങ്ങനത്തെ സ്ട്രഗിളുകൾ എല്ലാം കൂടെ ഉള്ളപ്പോഴാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത്. അന്നേരം ഇതെല്ലാം കൂടി വന്നാലും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോഴേ അതെ നമുക്ക് ദൈവിക പുണ്യമാണ് വിശ്വാസം. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം, നമ്മളല്ലേ വിശ്വസിക്കേണ്ടത്. അബ്രഹാത്തിന് ദൈവം വിശ്വാസം കൊടുത്തത് കൊണ്ട് മാത്രമായില്ലല്ലോ, അബ്രഹാം വിശ്വസിച്ചത് കൊണ്ടല്ല നീതീകരിക്കപ്പെടുന്നത്. അങ്ങനെയുണ്ട്, 2 റെസ്പോണ്ടുകളുണ്ട്. നമുക്ക് താലന്ത് തന്നുകൊണ്ട് മാത്രമായില്ലല്ലോ, കുഴിച്ചിടുകയും ചെയ്യാം. വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് ബ്ലെസ്സിങ് ആയത്. അപ്പം നമ്മളെ ദൈവപുത്രന്മാരാകാനുള്ള ഇതിലേക്ക് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളായി തീരണ്ടേ. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നില്ലേ, അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവപുത്രനാകാനുള്ള ഇത് പവർ കൊടുത്തെന്നാണ് പറഞ്ഞു. അതോറിറ്റി തന്നിട്ടുണ്ട് നമുക്ക് ദൈവപുത്രരാകാൻ. പക്ഷെ നമ്മളാകണ്ടേ. എല്ലാതെ മൊത്തം ദൈവത്തിൻ്റെ ഇതല്ലേ. നമ്മളെ മുന്തിരിച്ചെടിയിൽ ശാഖയാക്കിയിട്ടുണ്ട്. പക്ഷെ ഫലം പുറപ്പെടുവിച്ചില്ല, അതിൽ നിന്ന് വെട്ടിക്കളയെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയല്ലേ യോഹന്നാൻ 15. അപ്പം ഫലം പുറപ്പെടുവിക്കുക എന്നുള്ള ശാഖയുടെ ഉത്തരവാദിത്തമായിട്ടാണല്ലോ, അല്ലേ? ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് വെട്ടിക്കളയണ്ടായിരുന്നല്ലോ, അല്ലേ? അപ്പം അങ്ങനെയുണ്ട്. നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള നമുക്കെല്ലാം തന്നിട്ടുമുണ്ട്. ഇനി ഒരു ദിവസം വന്നാൽ മതി, ഇച്ചിരി കൂടെ സമയമെടുത്ത്. ഇങ്ങനെ ചോദിച്ചും പറഞ്ഞും പോയാൽ കുറേ ഓപ്പൺ ചെയ്ത് നമുക്കൊക്കെ ലൈഫിലൊരു പർപ്പസ് ഉണ്ടെന്നൊക്കെ പറയത്തില്ലേ, നമുക്ക് നമ്മൾ എപ്പോഴായിരിക്കും കണ്ടുപിടിക്കുന്നത്? എന്ന് വെച്ചാൽ ഇപ്പൊ ബ്രദർ ആണെങ്കിൽ ഇപ്പം എനിക്കൊന്ന് ഒത്തിരി കാലം എടുത്താ ഇങ്ങനത്തെ ഇതല്ല മോളെ പർപ്പസ് എന്ന് പറയുന്നത്. ഈ ഭൂമിയിലുള്ളത് ഒരെണ്ണം, അത് നമുക്ക് ദൗത്യപരമായ ഒരു നിയോഗമെന്നുള്ളൂ. മാർപ്പാപ്പയായെന്ന് പറഞ്ഞാലും എന്നാ വലിയ ഓഫീസ് എന്ന് പറഞ്ഞാലും അത് പ്രധാനപ്പെട്ടതൊന്നല്ല. പ്രധാനപ്പെട്ടത് നമ്മൾ നമ്മുടെ ആത്മീയ വളർച്ചയാണ്, പിതാവിന്റെ അതാ നമ്മുടെ ഏക പർപ്പസ്. മറ്റേ പർപ്പസിനൊന്നും നമ്മളോട് ചോദ്യം ചോദിക്കപ്പെട്ടതല്ലോ. അവസാനം നമ്മൾ ചെമ്പരിയാടായോ എന്ന് പറഞ്ഞാൽ ചെമ്പരിയാട് ഉദാഹരണത്തിലാണല്ലോ ഈശോ പറഞ്ഞിരിക്കുന്നത്. ആ ചെമ്പരിയാടായില്ലേ, അത് നമ്മൾ പിന്നെ ഈശോ എല്ലാം കൂടെ കണക്ക് കൂട്ടി നീ ചെമ്പരിയാടാണോ കോലാടാണോ എന്ന് പറയല്ല. ഇവിടുന്ന് തന്നെ നമ്മളായി തീർന്നാൽ അതാവുക. അതല്ലേ ആ ഉപമയെ വ്യക്തമാകുന്നത്. അപ്പം നമ്മൾ ഗോതമ്പ് മണി ആയില്ലേ, ഗോതമ്പ് പതിരായി പോകും തന്നെ. ആകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. ആകണം. അത് പിന്നെ ദൈവം ഒരു സൈൻ ചെയ്യുന്നതേ ഉള്ളൂ അവസാനം. ആ മലഹമാരല്ലേ ഒരു സൈഡിൽ കോലാടിന് ഒരു സൈഡിൽ ചെമ്പലിയാലും നിന്നല്ലേ, ഈശോ അല്ലല്ലോ. പിന്നെ അവരെ അങ്ങോട്ട് എക്സാമിനേഷൻ കമ്മീഷണറെ സൈൻ ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് പോക്കോ ഇങ്ങോട്ട് പോക്കോ, അതിന്റെ റീസണും അങ്ങ് പറയല്ലേ. അപ്പൊ നമ്മള് പറയില്ലേ ഈശോ കുരിശുമരണത്തിലൂടെ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന്.
അപ്പൊ നമുക്കും ഇറ്റേണൽ ലൈഫ് ഉണ്ടല്ലോ. ഈ നമുക്ക് കിട്ടി, പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്നും കൂടി ആക്ച്വലൈസ് ചെയ്യണം. അതിൻ്റെ ഒരു കാരണം എന്നാണെന്നറിയാം. ഇന്ന് തന്നെ ഞാനിങ്ങനെ ഓർത്താണേ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ അങ്ങനെ മരിച്ചെന്നല്ല നമ്മളെല്ലാം പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്നാ ചെയ്തെന്ന് അറിയാമോ? ഉയർപ്പിന് ശേഷം മരിച്ചു പീഡാനുഭവത്തിൻ്റെ മരിച്ചു ഉയർത്തല്ലോ, ഉയർത്തതിന് ശേഷം വായിച്ചിട്ട് കാണുമായിരിക്കും. ഈശോ ആദ്യം ശിഷ്യന്മാരുടെ മേൽ ഊതിയിട്ട് അവരോട് പറയുന്ന ഇതാണ്: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുമോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ വെന്തിരിക്കുന്നുവോ അവ വെന്തിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ എന്ന് പറഞ്ഞ് കുരിശുമരണം ചെയ്ത് അങ്ങനെ പൂർത്തിയാക്കി പിന്നെയും കൊടുക്കണോ? പിന്നെയും സഭയ്ക്ക് ഏൽപ്പിക്കുകയല്ലേ. നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതൊരു ഇതാ കാരണം. അല്ലെങ്കിൽ പിന്നെയും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. കുരിശുമരണം കഴിഞ്ഞിട്ടാണല്ലോ ഇത് കൊടുക്കുന്നത്. കുരിശുമരണം കഴിഞ്ഞിട്ട് ആദ്യം കൊടുക്കുന്നത് ഈശോ എല്ലാ പാപപരിഹാരം ചെയ്തു എന്ന് പറയുന്ന അപ്പൊ എന്താ? അത് നമ്മുടെ കർമ്മഭാവം പിന്നെ കിടക്കുമല്ലേ, നമ്മൾ ചൂസ് ചെയ്യണ്ടേ. ആദ്യത്തെ നമ്മുടെ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് വീണ്ടും ഒക്കെ ചെയ്തതിന്റെ നമ്മളല്ലല്ലോ ചെയ്തേ. അതിന്റെ പരിഹാരം അതെല്ലാം പരിഹാരം ചെയ്ത് നമ്മൾ ചെയ്യാനുള്ളതിന്റെ എല്ലാം ചെയ്തു. പക്ഷേ നമ്മുടെ പാർട്ടിസിപ്പേഷൻ വേണ്ടേ, ദൈവത്തെ തിരഞ്ഞെടുക്കണ്ടേ. നമ്മൾ പിന്നെ കർമ്മഭാവത്തിൽ നമ്മൾ ഇത്രയും വലിയ രക്ഷയെ നിന്ദിക്കുകയല്ലേ. പിന്നെ ഈശോയെ ക്രൂശിക്കാന്ന് ഹെബ്രായലേഖനം പറയുന്നുണ്ടല്ലോ. പിന്നെ പാപം ചെയ്യുമ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെയും പാപം ചെയ്യുമ്പോൾ പിന്നെ ഒരു പാപപരിഹാരം വലിയ ഇല്ലെന്നല്ലേ പറയുന്നത്. അപ്പം നമ്മൾ ഇതിനോട് ഈ ദൈവം ഒരുക്കി തന്ന ഇത്രയും വലിയ രക്ഷയോട് നമ്മൾ ഇത് ചെയ്യുന്നില്ലല്ലോ. നമുക്കെല്ലാം തന്നു. ഇപ്പം ഗവൺമെൻറ് നമുക്കൊരു വലിയ പ്രിവിലേജ് തന്നു, അത് നമ്മൾ പോയി സ്വീകരിക്കുന്നില്ല, തീർന്നില്ലേ. നമുക്ക് പ്രിവിലേജ് ഉണ്ട് എല്ലാവർക്കും. ഇന്ത്യയിലെ മൊത്തം പൗരന്മാർക്ക് ഒരു പ്രിവിലേജ് വന്നു, പക്ഷെ നമ്മൾ സ്വീകരിക്കുന്നില്ലല്ലോ. ആ പ്രിവിലേജിന് അർത്ഥമില്ലല്ലോ. അതിനേക്കാളും വ്യക്തമായത് അങ്ങനെ രണ്ടുകൂടെ കൂട്ടിയുള്ള ഒരെണ്ണമാണ്. ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് തന്നില്ല, നമുക്കില്ലത്. ഇപ്പൊ സ്വർഗം തുറന്നില്ല, നമ്മൾ എന്തായാലും പോയി മുട്ടിയാലും തുറക്കപ്പെടുകയല്ല. തുറന്നു, പക്ഷെ നമുക്കിനി പോയാൽ നമുക്ക് മുട്ടിയാൽ കയറാം. അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അങ്ങനെ ഒത്തിരി അവസ്ഥകൾ നമുക്കുണ്ട്. അത് നമുക്കൊരു വചനത്തിന്റെ മൊത്തം ഒരു സമഗ്രതയിൽ അതിന്റെ കൃത്യം വെളിച്ചം കിട്ടത്തുള്ളേ. അല്ല ഇത്രയും സഭ ഇത്രയും കുദാശകളൊന്നും സ്ഥാപിക്കേണ്ട. അന്ന് കുരിശുമരണത്തിലൂടെ എല്ലാം ഒക്കെ ആയാൽ പിന്നെ ജനതയെ ഇങ്ങനെ ചുമ്മാ വിട്ടാൽ മതിയായിരുന്നല്ലോ. ഇത്രയും ദൈവമേ ഈ കുദാശകളും സഭയും, സഭ എന്തേറെ കാലങ്ങളിൽ എന്ത് രക്തസാക്ഷി, എത്ര പേര് എല്ലാ കാലത്തും എന്ത് രക്തസാക്ഷികൾ സഹിച്ച സഭ കടന്നുപോയത്. അതിൻ്റെ അർത്ഥം ഇതിന് എന്തേറെ വില പിന്നെയും കൊടുക്കണമെന്നുള്ളതിൻ്റെ സൂചനയല്ലേ. മാത്രമല്ല ഈശോ കുരിശുമരണത്തിൽ ഇതെല്ലാം പൂർത്തിയാക്കിയിട്ട് ആദ്യം പിന്നെയും അപ്പസ്തോലന്മാർക്ക് കൊടുക്കുന്ന ഇതാ. അങ്ങനെയുണ്ട്. നമുക്ക് ഇതിനോട് കുറച്ചെങ്കിലും ഒക്കെ ഒരു വ്യക്തത ഉണ്ടായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റിനും ഒത്തിരി മനുഷ്യരുണ്ടല്ലോ. ഇപ്പം ദൈവം ഇല്ല, അത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരോടൊക്കെ നമുക്കത് മനസ്സിലാക്കി കൊടുക്കേണ്ട അങ്ങനത്തെ ഒരു ഇതുണ്ടോ? ചില അച്ഛന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കിപ്പോ ഒത്തിരി അവസരങ്ങളുണ്ട്. നമുക്കൊരു വിളിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് വളരാനായിട്ട് നമുക്ക് ഒത്തിരി അവസരങ്ങളുണ്ട്. അപ്പൊ അവരത് യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ടാണല്ലോ. പക്ഷെ നമ്മൾ അവരെ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതെങ്ങനെ നമുക്ക് അത് നമ്മളായി കഴിയുമ്പോൾ തന്നെ അവരിലേക്ക് വ്യാപിക്കുവേ. ഇപ്പം ഈ റോമിൽ നടന്നൊരു സംഭവം, അതായത് മാർപ്പാപ്പയെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പുച്ചനച്ഛനുണ്ട്. എന്നാൽ കന്താലിമിസ് അതെനിക്ക് പറയാൻ പറ്റില്ല. ആ കപ്പുച്ചനച്ഛനാണ്. ആ അച്ഛന് ഈ ജോൺ പോൾ മാർപ്പാപ്പയൊക്കെ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛനാ. അച്ഛൻ ഇങ്ങനെ ഒരു ട്രെയിനിൽ പോകുമ്പോൾ ഈ അതിൻ്റെ ഓപ്പോസിറ്റ് ട്രെയിന് യൂറോപ്പിലെ ട്രെയിനാണ്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ രാജ്യത്തെ തന്നെ പോപ്പുലർ ആയിട്ടുള്ളൊരു നിരീശ്വരവാദി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ അച്ഛൻ ഇരിക്കുന്നതും ആ അച്ഛനെ ശ്രദ്ധിച്ചു ഈ പുള്ളി ഇരുന്ന് കുറേ നേരം. എന്നിട്ട് പുള്ളിക്ക് അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല. എന്നിട്ട് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള നിരീശ്വരവാദിയാണ്. വിളിച്ചു പറഞ്ഞെന്നാ പറഞ്ഞ്, ഈ മനുഷ്യനെ കണ്ടിട്ട് എനിക്ക് ദൈവമില്ലെന്ന് പറയാൻ പറ്റുന്നില്ലെന്ന്. എന്നിട്ട് പുള്ളി മാനസാന്തരപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതം കാണുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞൊരു എക്സാമ്പിളിലില്ലേ അനു, അതായത് ഈ നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുഴു ലാർവ സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് പൂമ്പാറ്റയാകാന്നേ. പക്ഷേ ഒരാൾ ഒരു സഹനം സഹിച്ച് ഇതിനകത്ത് പ്യൂപ്പയോ അതിനകത്ത് കയറി, അതൊരു സഹനമാണല്ലോ, ഫാസ്റ്റിംഗ് ഒക്കെ ആണല്ലോ, നമുക്ക് ഭക്ഷണം കഴിക്കാതെ ഇതിനകത്ത് കയറിയിരുന്ന് പൂമ്പാറ്റയായാൽ ബാക്കി എല്ലാവർക്കും ഉള്ളൊരു ആ പൂമ്പാറ്റയെ കാണുമ്പോൾ തന്നെ മറ്റേ ലാർവ എടാ ഇവനെ പോലെ പോയാൽ എനിക്ക് പൂമ്പാറ്റ ആകാമെന്നുള്ള സുവിശേഷ പ്രസംഗമായി തന്നെ അന്നേരം ആയില്ലേ, നമ്മൾ പറയാതെ തന്നെ. പക്ഷെ പ്രോസസ് ഇച്ചിരി ഇതാ. ആ പ്രോസസ്സിലൂടെ കുറെ പേര് കടന്നുപോയി. അതാ സെയിൻസ് ഒക്കെ എപ്പോഴും നമ്മളെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ. സെയിൻസും ഇനി അതിനേക്കാളും കൂടുതൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവും. ഇനി സത്തയിൽ നിന്നുള്ള സത്ത ഉണ്ടാവണം. കാരണം ദൈവത്തിൻ്റെ സത്ത സ്നേഹമാണ്. സ്നേഹത്തിൽ നിന്നുള്ള സത്ത നമ്മൾ വചനമനുസരിച്ച് ജീവിച്ച് പൂർണ്ണതയിലാവുമ്പം ദൈവ കുഞ്ഞുങ്ങൾ ഈ ഭൂമി കൂടെ നടക്കും എന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞ് ഈശോയെക്കാളും കൂടുതൽ ചെയ്യുന്നവരുണ്ടാവുന്നില്ല പറഞ്ഞ്. പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പം
അത് സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ അത്ഭുതമല്ലല്ലോ. അത്ഭുതമായിരുന്നെങ്കിൽ ജോഷുവയൊക്കെ ഈശോ ചെയ്തതിനേക്കാളും പറഞ്ഞ സൂര്യനെയൊക്കെ പിടിച്ച് നിർത്തിയില്ല. അത്രയൊന്നും ഈശോ ചെയ്തില്ലല്ലോ. അങ്ങനെ അഞ്ചപ്പം കൊണ്ടയ്യ അങ്ങനെയുള്ള അത്ഭുതം ഈശോ ചെയ്തുള്ളൂ. അപ്പോസ്തലന്മാർ പത്രോസ്ലിയുടെ നിഴലടിച്ചപ്പം തന്നെ ആൾക്കാർ സൗഖ്യം ഉണ്ടായില്ലേ. അങ്ങനെയുണ്ട് ഒത്തിരി സാധ്യതകൾ നമുക്ക് കിടക്കുക നമ്മൾ. പക്ഷെ നമ്മൾക്ക് എന്നാ ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ വഴിയുണ്ടാകുന്ന ഫലങ്ങളെ എന്നതിനേക്കാളും നമ്മുടെ ഹൃദയം എപ്പോഴും ആ ദൈവത്തോടുള്ളൊരു നിർമ്മല സ്നേഹത്തിൽ എപ്പോഴും ഇങ്ങനെ നമ്മളെ കൂടി എന്നാ സംഭവിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ അതിനെക്കുറിച്ചുള്ള അവബോധത്തെ ഉണ്ടാകാതെ ദൈവത്തോടുള്ള സ്നേഹത്തിലായിരിക്കണം നമ്മളെപ്പോഴും. അതാ നമ്മുടെ, അല്ലാതെ നമ്മൾ ഈ ഇത്രയൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിലാകുമ്പോൾ അത് പ്രവൃത്തിയിലേക്കല്ല നമ്മുടെ സെൻറ്ററേ. നമ്മളാ പിന്നെ സെൻറ്റർ ത്രൂ അസ്. നമ്മുടെ മെഡിറ്റേഷനിലെല്ലാം നമ്മളെപ്പോഴും സെൻറ്ററേ. നമ്മൾ ഇത്ര സ്നേഹിച്ച ദൈവം നമ്മുടെ സെൻറ്റർ ആകുന്നില്ല. അതൊരു പ്രശ്നം എപ്പോഴും. ഇപ്പം നമ്മളോട് ഈ യോഹന്നാൻ സുവിശേഷത്തിലൊക്കെ പറഞ്ഞ് ഇത്രയും സ്നേഹിച്ച ദൈവമല്ലേ, ആ ദൈവം നമ്മുടെ സെൻറ്റർ ആകുന്നില്ലല്ലോ. എപ്പോൾ ആ ദൈവത്തോട് നമ്മുടെ സ്നേഹം തിരിയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിയുന്നത്. അന്നേരം നമുക്ക് ഇത്രയും സ്നേഹിച്ച ദൈവത്തെ ഞാൻ എങ്ങനെ പാപം ചെയ്ത് വേദനിപ്പിക്കും അന്നേരം പിന്നെ ആ അവബോധമൊക്കെ കളയും. ഈ ദൈവത്തെ വേദനിപ്പിക്കാനേ നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇതുപോലെ നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടിയും വരികയില്ല അന്നേരമേ. ഇത് വരും. അല്ല, സ്ട്രഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നത്തില്ല. സന്തോഷത്തോടെ ചെയ്യും. ഇത്രയും സ്നേഹിച്ച ആളല്ലേ. അന്നേരം അങ്ങേർക്ക് വേണ്ടി ഇത് കൂടുതൽ എന്നാ ചെയ്യാൻ പറ്റിയാലേ. അതാ ഒന്നെങ്കിൽ അമ്മത്തെരേസ്യ പറയുക, ഒന്നെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ സഹിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ സഹിക്കണമെന്നായിരുന്നു അമ്മത്തെരേസ്യയുടെ ആഗ്രഹം. അങ്ങനെ വേറെ ഒരു മാർഗരറ്റ് മേരി നയവണി അല്ല ജോർജ് കുട്ടി വേറൊരു സെയിൻറ്റ് പറഞ്ഞേ, മേരി മക്തൻ ഫാക്സി എന്ന് പറഞ്ഞുകൊണ്ട് സെയിൻറ്റാ. അത് പറഞ്ഞു മരിക്കാതെ സഹിക്കാമെന്ന്. എനിക്ക് മരിക്കാതെ സഹിക്കണമെന്ന്. അപ്പോൾ അവരൊക്കെ അങ്ങനെ ഒരു ഹൈറ്റിലേക്കായി. അങ്ങനെ അന്നേരത്തിന് അവർക്ക് ആ ഒരു ഇതെല്ലാം ഒരു നമ്മൾ സ്നേഹത്തിന് കൊടുക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞ് ദൈവത്തിനെ സ്നേഹിച്ചതിന് കൊടുക്കുന്ന നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞ് ഇതൊന്നേ ഉള്ളൂ ഗിഫ്റ്റുകളെ.